ഓക്കെ മാഡം ജസ്റ്റ് ഒന്ന് എന്താണ് മാഡത്തിൻ്റെ കാര്യങ്ങളൊന്ന് പരിചയപ്പെടുത്തുക, സാധാരണ പരിചയപ്പെടുത്തുന്ന രൂപത്തിൽ ഇപ്പോഴത്തെ ഒരു കറണ്ട് സിറ്റുവേഷൻ വെച്ചിട്ടൊന്ന് പരിചയപ്പെടുത്താം. ഓക്കെ, പിന്നെ നമ്മൾ ഒന്നതാണ് ഒന്നാമത്തെ കാര്യം. പിന്നെ രണ്ടാമത്തെ കാര്യം എന്ന് പറഞ്ഞാൽ നമ്മളിപ്പോൾ റിയലി നിങ്ങളൊരു പദ്ധതികൾ എന്തൊക്കെയാണ്, നിങ്ങളുടെ വീട്ടിലുള്ള പദ്ധതികൾ എന്തൊക്കെയാണ്, അതിനെന്തൊക്കെയാണ് ചലഞ്ചുകൾ എന്നുള്ള കാര്യങ്ങൾ ആണ് പറയേണ്ടത്. എന്തൊക്കെ കാര്യങ്ങളാണ് നമ്മൾ ചലഞ്ച് ചെയ്യുന്നത്. ഒന്ന് നിങ്ങളിപ്പോൾ കറന്റ് സിറ്റുവേഷൻ വെച്ചിട്ട് വന്ന് ജസ്റ്റ് ഒന്ന് പരിചയപ്പെടുത്തുക. ഞാൻ 15 വർഷമായിട്ട് മലപ്പുറത്ത് ബ്യൂട്ടി പാർലർ നടത്തുന്ന ഒരു ആളാണ്. എനിക്ക് മേക്കപ്പ് അറിയാം, ബ്യൂട്ടിയുടെ സ്കിൻ കെയർ, ഹെയർ കെയർ ട്രീറ്റ്മെന്റുകളെല്ലാം അറിയാം. ഒരു ജിമ്മിന്റെ പേഴ്സണൽ ഫിറ്റ്നസ് ട്രെയിനറാണ് ഞാൻ. അതുപോലെ കുട്ടികളെ പഠിപ്പിക്കുന്ന ബ്യൂട്ടി മേക്കപ്പ്, ബ്യൂട്ടീഷ്യൻ മേക്കപ്പ് ടെക്നിക്കുകൾ പഠിപ്പിക്കുന്ന ഒരു ട്രെയിനറും കൂടിയാണ്. ഇത്രയും കാര്യങ്ങളാണ് എൻ്റെ കയ്യിലുള്ളത്. അതിൽ എനിക്ക് എൻ്റെ പാഷന് ഞാൻ പ്രൊഫഷൻ ആക്കിയത് കൊണ്ട് അതിൽ ഞാൻ കറക്റ്റായിട്ട് എല്ലാ വിവരങ്ങളും എപ്പോഴും ശേഖരിക്കുന്ന, അപ്ഡേഷൻ നടത്തുന്ന ഒരാളാണ്. മാഡത്തിൻ്റെ ഇത് ചെയ്തിരുന്നു, നീ സോഷ്യൽ കോളേജിൽ ചെയ്തിരുന്നു? സോഷ്യൽ കോളേജ് ഇടാനല്ലേ അത്രയേ ഉള്ളൂ. ഇതാണ് എൻ്റെ ഇപ്പോഴത്തെ പേര് സുധാ. എൻ്റെ പേര് സുധാന്നാണ്. അതിന് ഒരു ബ്രൈഡ എന്നുള്ള ബ്രാൻഡ് കൂടി കൂട്ടിച്ചേർത്ത് സുധാ ബ്രൈഡ എന്നുള്ളതാണ് ഇപ്പൊ ഞാൻ എവിടെ ചേർക്കുവാണെങ്കിലും ചേർത്ത് വിടാറ്. സുധാ ബ്രൈഡ എന്നുള്ളതാണ് ഞാൻ ചേർക്കാറ്. കാരണം ഞാൻ അങ്ങനെ അറിയപ്പെടാൻ ആഗ്രഹിക്കുന്ന ഒരാളാണ്. ഇപ്പം ഞാൻ വളർന്നു വന്ന കാലഘട്ടത്തിൽ നമുക്ക് നാച്ചുറലായിട്ട് നമുക്ക് ബിസിനസ് വരുന്ന ഒരു സിസ്റ്റം ആയിരുന്നു. നമ്മൾ ചെയ്യുന്നതിന്റെ ഇത് നോക്കിയിട്ട് അത് കണ്ടിട്ടായിരുന്നു വന്നിരുന്നത്. ആ കാലഘട്ടം കുറേ മൂവ് ചെയ്ത ഒരാളായതുകൊണ്ട് പുതിയ കാലഘട്ടത്തിലുള്ള ട്രെൻഡുകളിലേക്ക് എനിക്ക് കറക്റ്റായിട്ട് അങ്ങോട്ട് കയറാൻ പറ്റിയിട്ടില്ല. അപ്പോൾ ഈ മേക്കപ്പ് എന്നുള്ള മേഖലയാണ് ഞങ്ങൾക്ക് നല്ലൊരു ഇൻകം തന്നിരുന്നത്. അപ്പോൾ അതിൽ ഇപ്പോൾ കൊറോണയ്ക്ക് ശേഷം ഒരുപാട് ഷോപ്പില്ലാതെ ഫ്രീലാൻസേഴ്സ് പഠിക്കാതെ ട്രെയിനിങ് ഇല്ലാതെ ഉണ്ട്, പഠിച്ചവരും ഉണ്ട്, കഴിവുള്ളവരുണ്ട്, ഇല്ലാത്തവരുണ്ട്. മൊത്തത്തിൽ ചെറിയ റേറ്റിന് വർക്ക് എടുക്കുകയും അങ്ങനെ ഒരു സിസ്റ്റം വന്നതോട് കൂടിയിട്ട് അവരിങ്ങനെ സോഷ്യൽ മീഡിയയിൽ കളിക്കുകയും നമ്മളിതൊന്നും അപ്ഡേഷൻ നടത്താതിരിക്കുകയും ചെയ്തതുകൊണ്ട് ബിസിനസ് ഇപ്പോൾ കുറച്ച് പിറകിലേക്ക് പോയിട്ടുണ്ട്. കാരണം നമുക്ക് എല്ലാ കാര്യങ്ങളും നമ്മുടെ അടുത്ത് സെറ്റിംഗ് ആണെങ്കിലും അത് നമ്മൾ ആളുകളിലേക്ക് എത്തിക്കുന്നില്ല, അല്ലെങ്കിൽ വിസിബിൾ അല്ലാത്തത് കൊണ്ടും പുതിയ തലമുറയിലേക്ക് അത് കിട്ടാത്തത് കൊണ്ടുമായിരിക്കും ഇങ്ങനെയെന്ന് ഞാൻ കരുതുന്നുണ്ട്. അതിൽ ഞാൻ കുറച്ച് പിറകിലാണെന്ന് ഞാൻ തന്നെ വിശ്വസിക്കുന്നുണ്ട്. ഇന്നലെ പോലും എനിക്കൊരു കല്യാണ വർക്ക് കിട്ടി. ഞാനത് കറക്റ്റ് സമയത്ത് ചെന്നു, ഏറ്റവും ഭംഗിയായി കിട്ടി. ആ കുട്ടി പറഞ്ഞു അതിൻ്റെ ഏട്ടൻ്റെ കല്യാണത്തിൻ്റെ അന്ന് ആ കുട്ടിയെയും ഏട്ടൻ്റെ വൈഫിനെയും ഒരുക്കിയത് വളരെ ബോറായിരുന്നു, നിങ്ങൾ അന്ന് പരിചയം ഉണ്ടായിരുന്നെങ്കിൽ ആ കുടുംബത്തിലെ എല്ലാവരും വന്ന് കണ്ടതിന് ശേഷം എന്നോട് പറഞ്ഞു. അത് എല്ലായിടത്തും ചെല്ലുമ്പോഴും അത് എൻഗേജ്മെന്റ് കൊളായിരുന്നു ചേച്ചി, ശ്രദ്ധിക്കണേ പറയും. കഴിഞ്ഞാൽ അവർ നിങ്ങളെ മുന്നേ പരിചയപ്പെട്ടില്ലല്ലോ എന്നും പറയും. ഇത് ഞാൻ ഒരിക്കലും റെക്കോർഡാക്കാൻ ശ്രമിച്ചിട്ടില്ല. ഇത്രയും അറിയാവുന്ന പോലും കഴിഞ്ഞ ദിവസം പോലും ഞാൻ അത് മിസ്സാക്കി കളഞ്ഞു. അത് റെക്കോർഡാക്കി വെച്ചിട്ട് ഞാൻ ലൈവായി വിടുകയാണെങ്കിൽ എനിക്ക് ബിസിനസ്സിൽ ഉപകാരം വരുന്ന സാധനമായിരുന്നു അതൊക്കെ. പക്ഷെ ഞാൻ ആ സംതൃപ്തി അവർ പറയുന്നതിലും ആ കുട്ടിയെ ഒരുക്കി കാണുന്നതിലും ആണ് ഞാൻ അന്നൊക്കെ അത് ഹാപ്പി ആയിട്ടിരുന്നിരുന്നത്. അത് കറക്റ്റ് സമയത്ത് ചെന്നു, അവർ പറഞ്ഞ സമയത്ത് ഓക്കെ ആക്കി കൊടുത്തു പോരുകയും ചെയ്തു. ഈ ഒരു ഫോൾട്ട് എനിക്കുണ്ട്. എനിക്ക് പിന്നെ സംഭവം മനസ്സിലായി. നിങ്ങളുടെ ഒരു ഫ്യൂച്ചർ പദ്ധതി എന്താണ് കാണുന്നത്? നിങ്ങൾ ഇപ്പൊ നിലവിൽ നിങ്ങളുടെ പ്രധാന ഇൻകം സോഴ്സ് എന്താണ്? അതിന്റെ എക്സ്ട്രാ ഇൻകം വരുന്നത് ഞാൻ കുട്ടികളെ പഠിപ്പിക്കുക കിട്ടുന്ന ഫീസാണ്. ഒരു കുട്ടി 3 മാസം കോഴ്സ് കഴിഞ്ഞ് പോകുമ്പോൾ 25,000 രൂപയാണ് എനിക്ക് തരിക. പക്ഷെ ആ കുട്ടികളെ എന്നിലേക്ക് എത്തിക്കാനുള്ള കാര്യങ്ങൾ ഞാനൊന്നും ചെയ്യുന്നില്ല. ഒരു അക്കാദമി സ്റ്റാർട്ട് ചെയ്തു എന്നല്ലാതെ ഇടയ്ക്ക് വീഡിയോസും ഒക്കെ ഞാൻ സ്റ്റാർട്ട് ചെയ്യാറുണ്ട് എന്നല്ലാതെ അത് കറക്റ്റായിട്ട് ഇങ്ങനെ റുട്ടീനായിട്ടൊന്നും പോകുന്നില്ല. ആദ്യം അമ്മ ഒരു മീറ്റിങ്ങിലാണ്. എന്താണ് ഏട്ടനെ വിളിക്കേ? അത് കുഴപ്പമില്ല, ഓൻ തരും. ഓൻ ശബരിമല പോയി കയറി ഇറങ്ങി എന്ന് പറഞ്ഞു. ഇന്നലെ രാത്രി കയറി, ഇന്നലെ അവിടെ തോന്നിട്ട് ഇറങ്ങി. അപ്പോ ഒന്ന് നിങ്ങള് പിന്നെ ബ്യൂട്ടി പാർലർ അവിടെ ഡെയിലി ഇൻകം ബ്യൂട്ടി പാർലർ ആണ്. അതായിരിക്കണം ശരിക്കും നമ്മള്. കാരണം അത് എപ്പോഴും വേണ്ട സാധനമാണ്.
അവിടേക്ക് വരുന്ന ആൾക്കാരല്ലേ നിങ്ങൾ അതെ, ഉദ്ദേശിക്കുന്നത്? അല്ല ആളുകൾക്ക് വേണ്ടതാണ്. അപ്പൊ അതിനെ ഒരു മെയിൻ ഇൻകായി കൊണ്ടുപോയാൽ നമുക്ക് ഡെയിലി വരുമാനം വരും. ഓക്കെ. പിന്നെ ഈ പറയുന്ന ബ്യൂട്ടി പാർലർ ഉദ്ദേശിക്കുന്നത് ഡയറക്റ്റ്ലി നിങ്ങളുടെ അടുത്തേക്ക് വരുന്ന ആളുകളാണ്. അത് സ്ഥിരം കസ്റ്റമേഴ്സ് ഉണ്ട്. പക്ഷെ ഞാൻ അവരുടെ ഒന്നും ഡീറ്റെയിൽസ് എടുത്തിട്ട് ഒരു സ്ഥിരം അവരിലേക്ക് എന്റെ ബിസിനസ് എത്തിക്കുന്നത് ഞാൻ ചെയ്യുന്നില്ല. അവരെ ഞാൻ ഉപയോഗപ്പെടുത്തുന്നില്ല. കാരണം അവരെ നമ്പർ സേവ് ചെയ്ത് ഒരു ഗ്രൂപ്പ് ക്രിയേറ്റ് ചെയ്യണം, അതൊക്കെ എന്റെ മൈൻഡിലുണ്ട്, പക്ഷെ ചെയ്തിട്ടില്ല. അതുപോലെ അവർക്ക് ഓഫറുകൾ കൊടുക്കുക, അതുപോലെ അവരോട് ഒരാളെ കൂടെ എക്സ്ട്രാ കൊണ്ടുവരാനുള്ള പദ്ധതികൾ ചെയ്യുക, അതൊന്നും ഞാൻ ചെയ്തിട്ടില്ല. അങ്ങനെ ഒരു പ്രശ്നമുണ്ട്. പിന്നെ അവരൊക്കെ നമ്മളെ ഫോളോവേഴ്സ് ആക്കാനുള്ള കാര്യങ്ങൾ ചെയ്യാനുണ്ട്. അതൊക്കെ ഞാൻ എഴുതി വെച്ചൊരു ഇതാണ്. കാരണം അവരൊക്കെ അവർ എന്തായാലും ഇൻസ്റ്റാ യൂസ് ചെയ്യുന്നവരാണ്. അവരൊക്കെ നമ്മളെ ഫോളോവേഴ്സ് ആക്കാനുള്ള ഒരു സ്കാനറൊക്കെ കൊടുത്തു വെച്ച് അവരെ കൊണ്ട് ശരിക്കും ആളുകൾക്ക് എന്താണ് കൊടുക്കുന്നത്? അവരുടെ പ്രശ്നങ്ങൾക്കുള്ള സൊല്യൂഷൻ ആണ്. പ്രശ്നങ്ങൾക്ക് സൊല്യൂഷൻ ജനറലി പറയണം, എല്ലാവരും പ്രശ്നങ്ങൾക്ക് സൊല്യൂഷൻ. അതെ, റിയലി ഇപ്പൊ ഒരാൾ വന്ന് കോൺഫിഡൻസ് കൊടുക്കുക. അവരിപ്പോ സ്കിന്ന് ഡള്ളായിരിക്കും, കോൺഫിഡൻസ് കൊടുക്കലും അതുമല്ല, അല്ലാത്ത ഒരു ഏരിയ എന്താണ് ശരിക്കും ഒരാള് നിങ്ങളുടെ അടുത്തേക്ക് വരുന്നതിന്റെ ഉദ്ദേശം റിയലി എന്താണ്? കോൺഫിഡൻസ് എന്നുള്ളത് ഓക്കെ, ഇത് ചെയ്യുമ്പോൾ സ്വാഭാവികമായിട്ടും കോൺഫിഡൻസ് വരും. അവരുടെ ബ്യൂട്ടിക്ക് അവരുടെ സ്കിന്നിനും ഹെയറിനും ഉള്ള പ്രശ്നങ്ങൾക്ക് സൊല്യൂഷൻ, അല്ലെങ്കിൽ അവരെവിടെയെങ്കിലും ഫംഗ്ഷന് പോകുമ്പോൾ ഇവിടെ ഒന്ന് വന്ന് കഴിഞ്ഞിട്ട് പോകുമ്പോൾ അവർക്ക് കിട്ടുന്ന അല്ലാതെ പോകുന്നതിൽ നിന്നും അവിടെ നിങ്ങൾ ശ്രദ്ധിക്കുന്ന ഒരു പോയിന്റ്, അവിടെ നിങ്ങളടുത്തേക്ക് വരുന്ന ഒരാള് അവര് പലപ്പോഴും അവർ വരുന്നത് എന്തിനാന്നുള്ളത് ശരിക്കും നമ്മൾ അറിഞ്ഞു വെക്കുന്നത് നന്നായി. ഇന്ററാക്ഷൻ കാരണം ചിലപ്പം ആളുകൾക്ക് അവര് പിന്നെ വരുന്നത് എന്തിനാ ഒരു പക്ഷേ അവരുദ്ദേശിക്കുന്ന സംഭവമായിരിക്കില്ല അവർക്ക് വേണ്ടി വരിക. ഫോർ എക്സാമ്പിൾ മാഡോട് വന്നപ്പോൾ എനിക്കിത് നല്ല ബുദ്ധിമുട്ട്, മാഡം ചിലപ്പോൾ പറയുന്നതാവില്ല, മാഡം ഓപ്പൺ ആയിട്ട് പറയുന്നതായിരിക്കും, നിങ്ങളെ പ്രശ്നം ചിലപ്പോൾ അതൊന്നും ആവില്ല. അത് ചിലപ്പോൾ നമുക്ക് കേൾക്കുമ്പോൾ നമുക്ക് എൻ്റെ അടുത്ത് വന്ന് പല ആളുകളും മിക്കവാറും അവർ വന്ന് പറയുന്ന പ്രശ്നങ്ങളാവില്ല, വേറൊരു പ്രശ്നങ്ങളായിരിക്കും അവർക്ക് ഉണ്ടാവുക. ഒരു പറയും സാർ ഞാൻ ഇതൊക്കെയാണ്, പക്ഷെ എനിക്ക് മാർക്കറ്റിംഗ് നടക്കുന്നില്ല, ആളുകൾ നമ്മളത്തേക്ക് വരുന്നില്ല, പ്രധാനമായിട്ട് ഞാൻ സോഷ്യൽ മീഡിയ ഉപയോഗിക്കുന്നില്ല എന്നുള്ളതാണ് കാരണമായിട്ട് അവർ പറയാം. സോഷ്യൽ മീഡിയ ഉപയോഗിക്കാത്തതുകൊണ്ടാണോ അവർക്ക് വരാത്തത് എന്നുള്ളത് ചോദിച്ചാൽ സോഷ്യൽ മീഡിയ ഞാൻ സോഷ്യൽ മീഡിയ അധികം ഉപയോഗിക്കാത്ത, എനിക്ക് അങ്ങനെ സോഷ്യൽ മീഡിയ ആ ഒരു ഫോളോവിങ് കുറെ ആളുകൾ ഫോളോവേഴ്സ് ഉള്ള ഒരുപാട് ആൾക്കാരുണ്ട്, ഒരു കസ്റ്റമർ പോലും ഇല്ലാത്ത ആൾക്കാർ, മനസ്സിലായില്ലേ? അപ്പൊ ഇതൊന്നും ആവില്ല അടിസ്ഥാന പ്രശ്നം കിടക്കുന്നത് വേറെ ഏതെങ്കിലും തരത്തിലായിരിക്കും. അപ്പൊ ഇവിടെ നിങ്ങൾ ചെയ്യേണ്ട വളരെ പ്രധാനപ്പെട്ട ഒരു പോയിന്റ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവരുമായിട്ടൊന്ന് ഇന്ററാക്ഷൻ നടത്തുക. ഇവർ എന്തിനാണ് നമ്മുടെ അടുത്ത് വരുന്നത് എന്നുള്ളത് പഠിക്കാൻ ശ്രമിക്കുക. ഓരോ വരുന്നവരോട് സംസാരിക്കുക. മാഡം എന്തായിരുന്നു എന്നെ ചൂസ് ചെയ്യാൻ കാരണം? ഒന്ന് നിങ്ങളെ ബേസ് ചെയ്ത് ചോദിക്കാം. അവര് വരാനുള്ള കാരണം, ഇപ്പൊ ചില ആൾക്കാർ മേക്കപ്പ് തീരെ ഉപയോഗിക്കാത്ത ആൾക്കാർ, അവരും ഇതേപോലെ ഫംഗ്ഷനൊക്കെ പോകുന്നുണ്ടല്ലോ, മേക്കപ്പ് ഇഷ്ടമല്ല. അപ്പൊ മേക്കപ്പ് ഉപയോഗിക്കുക എന്നുള്ള കാരണം അവരുടെ ഉള്ളിൽ ചില കാരണങ്ങളുണ്ട്. ഒന്ന് ചിലപ്പോൾ ഇൻസെക്യൂരിറ്റി ആവാം, അതുപോലെ ലാക്ക് ഓഫ് കോൺഫിഡൻസ് ആവാം. അത് ഓരോന്നും നിങ്ങൾ ഓരോരുത്തരുടെ നിങ്ങൾ കളക്ട് ചെയ്യണം, അതേപോലെ സംസാരിക്കണം. എന്നിട്ട് അത് ചോദിക്കണം എന്തായിരിക്കും സത്യത്തിൽ മാഡം എന്താണ് വരാൻ കാരണം. അത് ചിലപ്പോൾ അവർ പല കാര്യങ്ങൾ പറയാം, കാരണങ്ങളാണ് നോട്ട് ചെയ്യുന്നത്. അവിടെയാണ് നമ്മൾ പഠിക്കുന്നത്. ഒരാൾ പറയും ഞാൻ എന്നും പബ്ലിക്, ഞാനൊരു ആർട്ടിസ്റ്റ് അല്ലെങ്കിൽ ഞാനൊരു പെർഫോമർ ആർട്ടിസ്റ്റാണ്, അപ്പോൾ എനിക്ക് സ്റ്റേജിൽ കയറണം, അപ്പോൾ അവിടെ എന്തായാലും എനിക്ക് മേക്കപ്പ് പോകാം. അപ്പോൾ നമുക്ക് കാറ്റഗറി കിട്ടി, അവരുടെ ഒരു മേഖല കിട്ടി. അപ്പോൾ ഈ ഒരു ടൈപ്പ് ഓഫ് മേഖലയിലുള്ള ആളുകൾ നമ്മളെ കസ്റ്റമറാണെന്ന് മനസ്സിലായി. ഇനി രണ്ടാമത്തെ ഒരു സാധനം എന്ന് പറഞ്ഞാൽ ഞാൻ വീട്ടിലാണ്, പക്ഷേ എൻ്റെ ഹസ്ബൻഡിന് ഭയങ്കര ബ്യൂട്ടി കോൺഷ്യസ് ആണ്, നമുക്കറിയാം, ആൾക്ക് എപ്പോഴും ഞാൻ മേക്കപ്പ് ഇട്ടുന്ന സുന്ദരിയായി നിൽക്കണം ഇഷ്ടം, അതുകൊണ്ടാണ് വരുന്നത്. രണ്ടാമത്തെ സാധനം കിട്ടി. ഓക്കെ, ഇങ്ങനെ 100 തരത്തിലുള്ള റീസൺസ്. ഇത് ഓരോരുത്തർ വ്യത്യസ്തമായിരിക്കുന്നു. മാത്രമല്ല ഇത് അവരുടെ സെൻസിന് ഓൾറെഡി ഉണർത്തിയിട്ടുണ്ട്. എൻ്റെ ഭർത്താവിന് ഞാൻ എപ്പോഴും സുന്ദരിയായി കാണണം എന്നുള്ളതുകൊണ്ട് ഞാൻ എപ്പോഴും മേക്കപ്പ് ചെയ്തിട്ടാണ് വീട്ടിൽ പോലും നിൽക്കാറുള്ളത്. ഓക്കെ, അത് വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യത്തിൽ ഇങ്ങനെ നിങ്ങൾ ഓരോ കസ്റ്റമറായിട്ട് നിങ്ങൾ അവരുടെ സമയം ചോദിച്ചിട്ട് അവരുടെ കൂടെ ഇരുന്ന് കറക്റ്റായിട്ട് നിങ്ങളത് കണ്ടെത്തി ഇങ്ങനെ ഈ ഇൻഡപ്തിൽ ചോദ്യങ്ങൾ ചോദിച്ച് കറക്റ്റ് എന്തിനാണ് അവർ വരുന്നതെന്ന് മനസ്സിലാക്കി കഴിഞ്ഞാൽ, അപ്പം അത് കണ്ടെത്തിയാൽ മാത്രം, ഇപ്പൊ മാഡം കൂടെ വന്നതിന്റെ റിയൽ കാരണം എനിക്ക് അറിഞ്ഞാൽ മാത്രമാണ് മാഡത്തിന് എൻ്റെ കൂടെ മാഡത്തിന് നിലനിർത്താൻ പറ്റും. അല്ലെങ്കിൽ മാഡത്തിന് ഇന്ന് വന്നിട്ട് നാളെ പോകും. അപ്പൊ ഇവരെ സസ്റ്റൈനബിൾ ആക്കണമെങ്കിൽ റീടെൻഷൻ ചെയ്യണമെന്നുണ്ടെങ്കിൽ ഇവരുടെ റിയൽ പ്രശ്നം ഇവർ എന്തിനാണ് വരുന്നത് എന്ന് നമുക്ക് കറക്റ്റ് തിരിച്ചറിയാം. ഈ ചോദ്യങ്ങളോട് മാത്രമേ പറ്റൂ. അപ്പൊ അതാണ് നിങ്ങൾ ആദ്യം ചെയ്യേണ്ട പരിപാടി. ഓരോ കസ്റ്റമറെ കൂടി അവർ അവർ ഹാർട്ട് തുറക്കും. ഹാർട്ട് തുറക്കുമ്പോൾ 2-3 കാര്യങ്ങളാണ്. ഒന്ന് ഹാർട്ട് തുറന്നു കഴിഞ്ഞാൽ അവരിൽ നിന്ന് കിട്ടുന്നത് വെച്ചാൽ അവർ റിയലി എന്തിനു വരും, അവരുടെ റിയൽ പ്രശ്നം എന്താണ് എന്നുള്ളത്.
പിന്നെ രണ്ടാമത്തെ ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവരെ പോലെ അവർക്ക് നിങ്ങളെ എങ്ങനെ സപ്പോർട്ട് ചെയ്യാൻ പറ്റുന്നതും അവർ അറിയാതെ പറയും. ഫോർ എക്സാമ്പിൾ പറയാ, ഒരേ പ്രശ്നങ്ങളുള്ള ആളുകൾക്ക് അതേ പ്രശ്നത്തിലുള്ള ആളുകളെ ഒരു കണക്ടിവിറ്റി ഉണ്ടാവും, നെറ്റ്വർക്ക് ഉണ്ടാവും. അപ്പൊ അവരിലൂടെ ഈ വ്യക്തിയിലൂടെ നിങ്ങൾക്ക് ഈ ആളുകളിലേക്ക് നിൽക്കാൻ പറ്റും. അപ്പം സ്വാഭാവികമായിട്ടും ആ രണ്ട് കാര്യങ്ങൾ അവിടെ നടക്കും. ഇനി മൂന്നാമത്തെ ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവരുമായിട്ട് നിങ്ങളൊരു ആത്മബന്ധത്തിൽ വരികയാണ്. അപ്പൊ അവരുടെ പ്രശ്നങ്ങൾ നിങ്ങളോട് പറയാൻ നടക്കുന്നതാണ്. ഒരു മണിക്കൂർ നമ്മളെ കൂടെ ഇരിക്കുമ്പോൾ ആപ്ലിക്കേഷൻ ചെയ്തിട്ട് പിന്നെ ഒരു അരമണിക്കൂർ അവർ ഫ്രീ ആയിട്ട് ഇരിക്കുന്ന സമയമുണ്ട്. അപ്പൊ അവർ ഫാമിലി മാറ്റർ പറയും, ബിസിനസ്സിലെ പ്രോബ്ലം പറയും, സെൽഫ് ആയിട്ടുള്ള ആരോടും പറയാത്ത കുറെ കാര്യങ്ങൾ പറയും. ഇതൊന്നും അല്ല പറയും അവര്. ഇതൊക്കെ പറയുന്ന അവർക്ക് വേണ്ടിയുള്ള കാര്യങ്ങളാണ്. ഇതിൽ 90% നിങ്ങൾ ചോദിക്കേണ്ടത് നിങ്ങളെ വിഷയങ്ങൾ എന്താണ് മാഡം, നിങ്ങൾ എന്നെ ചൂസ് ചെയ്യാനുള്ള കാരണം എന്താണെന്ന് തുടങ്ങി നിങ്ങൾ എന്തിനാണ് ഇത് ഡെയിലി ചെയ്യുന്നത്, അല്ലെങ്കിൽ നിങ്ങൾ ആഴ്ചയിൽ ഒരു ദിവസമാണ് ചെയ്യുന്നത്, എന്താണ് അതിന്റെ കാരണം. അപ്പോൾ അവർ ചിലപ്പോൾ ആദ്യത്തെ ചോദ്യത്തിന് അവർ സർഫസ് ലെവൽ ആൻസറേ പറയുള്ളൂ. വീണ്ടും ചോദിക്കാം, അതല്ല മാഡം ചോദിച്ചത്, മാഡം എല്ലാ ബുധനാഴ്ചയാണോ പറയുന്നത്, ബുധനാഴ്ച വരാനുള്ള കാരണം എന്താണ്. ഓക്കെ, അപ്പോൾ ഹസ്ബൻഡിന് ഇത് ഇഷ്ടമാണെന്ന് പറയും. അപ്പോൾ ഹസ്ബൻഡിന് ഇഷ്ടമാണെങ്കിൽ എല്ലാ ദിവസവും അത് ചെയ്യാറില്ലേ, അങ്ങനെ ആഴ്ച ദിവസം മാത്രം ചെയ്യാനുള്ള കാരണം. അപ്പോൾ പിന്നെ ഹസ്ബൻഡ് ഇങ്ങനെ ഇത് കണ്ടിട്ട് എന്താ പറയാറുള്ളത്. ഇപ്പം ഞാനൊക്കെ നിങ്ങൾ ഇത് ചെയ്ത് മേക്കപ്പ് ചെയ്ത് പോകുമ്പോൾ ഹസ്ബൻഡ് എന്താ പറയാറ്, നന്നായിട്ടുണ്ടെന്നാണ് പറയാറ്. ഹസ്ബൻഡിന്റെ പെരുമാറ്റത്തിലെ വ്യത്യാസം സ്ത്രീകളാണെന്നും ചോദിക്കാറ്, വേറെ റെസ്ട്രിക്ഷൻസ് ഒന്നുമില്ല. അങ്ങനെ ഇൻ ഡെപ്തിൽ കാര്യങ്ങൾ ചോദിച്ചത് കംപ്ലീറ്റ്ലി നോട്ട് ചെയ്ത് പോവുക. ഈ സംഭവങ്ങൾ ആദ്യം ചെയ്യും. കറക്റ്റ് ട്രാക്കിങ്, അവരുടെ റിയൽ പ്രോബ്ലം എന്താണെന്ന് ട്രാക്ക് ചെയ്ത് നിങ്ങൾക്ക് ഒരുപാട് കാര്യങ്ങൾ കിട്ടും. ഒന്നാമത്തെ കാര്യം അതാണ്. ഇനി രണ്ടാമത്തെ അപ്പം ഇതാണ് നിങ്ങളുടെ മെയിൻ ഇൻകം സോഴ്സ്. ഇത് ഈ മെയിൻ ഇൻകം സോഴ്സിനെ മൾട്ടിപ്ലൈ ചെയ്യാൻ പറ്റുന്ന രീതികളാണ് നിങ്ങൾ അപ്രോച്ച് ചെയ്യുന്നത്. ഇങ്ങനെ വന്നു ഈ റിപ്പോർട്ട് നിങ്ങളുടെ കയ്യിൽ, ഇത് കറക്റ്റായിട്ട് ആ റിപ്പോർട്ട് നിങ്ങളുടെ എഴുതിയ റിപ്പോർട്ട് വേണം. ഈ റിപ്പോർട്ട് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് നിങ്ങളുടെ സംഭവത്തിനെ ഒന്നുകൂടി റീപ്ലാൻ ചെയ്യാൻ പറ്റും. ഒരാൾ വന്ന് പിന്നെ മേക്കപ്പ് ചെയ്യാൻ വന്നു, അവരെ സംബന്ധിച്ചിടത്തോളം മാസത്തിൽ ഒരു തവണയായിരിക്കും വരിക. പക്ഷെ അവർ സംസാരിച്ച് വരുമ്പോൾ മനസ്സിലാവും അവർക്ക് ഡെയിലി മേക്കപ്പ് ചെയ്യുന്നത് ഇഷ്ടമാണ്, പക്ഷേ ഇവർ മാസത്തിൽ ഒരു തവണ വരുന്നുണ്ട്. കാരണം എന്താണെന്ന് നമ്മൾ അന്വേഷിച്ചപ്പോൾ മനസ്സിലായി ഇവർക്ക് അത്രയും ഫണ്ട് ചിലവാക്കാൻ മടിയുള്ളതാണ്. അപ്പം എന്താ വെച്ചാൽ ഫണ്ട് ചിലവാക്കാൻ മടിയുള്ള ആളുകളെ സംബന്ധിച്ച് ഒന്നുകിൽ മടിയാവും, ഇല്ലാത്തതുകൊണ്ടാവും. പക്ഷെ ആവശ്യമാണ് ആളുകൾ കൊണ്ട് ഫണ്ട് ചിലവാക്കി. ഇപ്പൊ മാഡത്തിനെ സംബന്ധിച്ചിടത്തോളം എന്തൊരു കാര്യം വരികയാണെങ്കിൽ നമ്മൾ പ്രയോറിറ്റി ലിസ്റ്റ് ഉണ്ട്. ഇന്ന് വീട്ടിൽ അരി വെക്കാനില്ലെങ്കിൽ നമ്മൾ ആദ്യം പ്രയോറിറ്റി കൊടുക്കാൻ അവിടെ നമ്മൾ ആവശ്യമാണ്. നമ്മൾ മേക്കപ്പിന് വേണ്ടി ഇൻവെസ്റ്റ് ചെയ്യില്ല. ഇവിടെ നമ്മൾ പ്രയോറിറ്റി ചെയ്യാൻ വേണ്ടിയിട്ട് ഇവരുടെ റിയൽ സംഭവം എന്താണ് എന്നുള്ളത് കണ്ടെത്തി കഴിഞ്ഞാൽ ഇവർ ഈ പറയുന്ന രീതിയിൽ അവർ ട്രാക്ക് ചെയ്ത് കഴിഞ്ഞാൽ അവർക്ക് കൊടുക്കാൻ പറ്റുന്ന സംഭവം കൊടുക്കാം. അവരോട് പറയാം, മാഡം നിങ്ങളെ സംബന്ധിച്ച് നിങ്ങൾക്ക് എല്ലാ ദിവസവും ഇത് ചെയ്യാൻ പിന്നെ മേക്കപ്പ് ചെയ്യാനാണെങ്കിൽ ഞാനൊരു സിസ്റ്റം പറഞ്ഞിട്ട് നമ്മളെ കയ്യിൽ മോഡലുണ്ട്, ഒരു സബ്സ്ക്രിപ്ഷൻ മോഡലുണ്ട്. അതിന് നമുക്ക് ഇന്ന അത് നിങ്ങൾക്ക് പുതിയൊരു പാക്കേജ് പോലെ നിങ്ങൾക്ക് സൃഷ്ടിക്കാൻ പറ്റും. നിങ്ങളെ പ്രൊഡക്റ്റുകൾ നിങ്ങൾക്ക് സൃഷ്ടിക്കാൻ പറ്റും. അത് നമ്മുടെ കയ്യിൽ എപ്പോഴും പ്രൊഡക്റ്റുകൾ വേണം, ഓരോ സാധനത്തിനും പ്രൊഡക്റ്റുകൾ വേണം. അപ്പോൾ കാരണം ആളുകളുടെ കൺവീനിയൻസ് അനുസരിച്ച് നമ്മളെ കയ്യിൽ പ്രൊഡക്റ്റ്, നമ്മളെ കൺവീനിയൻസിന് അനുസരിച്ചിട്ടല്ല, ആളുകൾക്കനുസരിച്ച് ഓൺ ദ സ്പോട്ടിൽ നമുക്ക് ഒരു പ്രൊഡക്റ്റ് കൊടുക്കാൻ പറ്റും. അപ്പോൾ സബ്സ്ക്രിപ്ഷൻ മോഡൽ നിങ്ങൾക്ക് എന്ത് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഒരു വർഷം എന്ത് ചെയ്യാം, നിങ്ങൾക്ക് ഇവിടെ വന്നിട്ട് മേക്കപ്പ് ചെയ്യും. നിങ്ങളുടെ സിസ്റ്റം അനുസരിച്ച് നിങ്ങളുടെ അപ്പോൾ അവരുടെ ഒരു മേക്കപ്പിന് ഒരു SOP ഉണ്ടാക്കി കഴിഞ്ഞാൽ ആ സാധനം നേരെ കൊടുത്താൽ മതി. അവർക്ക് വേണ്ട സാധനങ്ങൾ ഇന്നതാണ്. കാരണം ഓരോരുത്തർക്കും ഡിഫറെൻ്റ് ആയിരിക്കും. എനിക്കറിയില്ല എങ്ങനെയാണ് മേക്കപ്പിന് സംഭവം വരുന്നത്. ഒരു ലേഡി വന്നിട്ട് നിങ്ങൾ കൺഫേം ആയി ഒരു വർഷത്തേക്ക് നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്ത് നോക്കുക. സബ്സ്ക്രൈബ് ചെയ്ത് കഴിഞ്ഞാൽ അവിടെ ഫുൾ ടൈം നിങ്ങൾ വാങ്ങുന്നില്ല. അവരോട് പറയാം, നിങ്ങൾ ഈ ഒരു വിഷയം കൃത്യമായി പഠിച്ച് ചെയ്യുന്ന ഞങ്ങളുടെ തന്നെ ഒരു സ്പെഷ്യലിസ്റ്റ് പിന്നെ ഒരു ബ്യൂട്ടീഷ്യൻ ഉണ്ട്, പേര് ലിസിതയാണ്. ഇനി മുതൽ എന്ത് ചെയ്യാം, മാഡത്തിന് ചെയ്യാം. ഈ ഒരു സബ്സ്ക്രിപ്ഷൻ മോഡൽ ലിസിത ഭംഗിയായിട്ട് കാര്യത്തിൽ എക്സ്പേർട്ട് ആണെന്നുള്ളത് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ ലിസിത ഡീൽ ചെയ്താൽ മതി. അല്ലെങ്കിൽ ഫുൾ ടൈം നിങ്ങൾ ലിസിതയ്ക്ക് ഹാൻഡ് ഓവർ ചെയ്തു 1 year എന്തായാലും സബ്സ്ക്രിപ്ഷനുമാണ്. ഈ രീതിയിൽ നിങ്ങൾക്ക് കൺവേർട്ട് ചെയ്ത് കൊടുക്കാം. ഇതാണ് ഇപ്പം നിൽക്കുന്ന ഈ ഒരു പ്രശ്നത്തിന് സൊല്യൂഷൻ. ഇൻഡത്തിൽ അവരെ പഠിച്ചിട്ട് അവർക്കനുസരിച്ച് സാധനം പാക്കേജ് സെറ്റ് ചെയ്തിട്ട് അവർ വരാതിരിക്കുന്നതിനേക്കാളും നല്ലതാണ്. ചിലപ്പോൾ റേറ്റ് കുറച്ച് കൊടുത്താലും റെഗുലർ സംഭവം സെറ്റ് ചെയ്ത് കൊടുക്കുക. അപ്പം ഇങ്ങനെ കൊടുത്തു കഴിഞ്ഞാൽ ഇപ്പോൾ ഈ സാധനം ഇപ്പം നിങ്ങൾക്കൊരു മേക്കപ്പ് ചെയ്യുന്നതിന് 1000 രൂപ ചാർജ് ചെയ്യുന്നതെന്ന് കരുതുക. ഒരു മേക്കപ്പിന് എനിക്കറിയില്ല റേറ്റ് ഉണ്ടാക്കുന്നത്, ഞാൻ എക്സാമ്പിൾ മനസ്സിലാൻ വേണ്ടി പറയുന്നത് ചെയ്യുന്നുണ്ടെന്ന് കരുതുക. ഒരു മേക്കപ്പിന് ചാർജ് എത്രയാണ്? എന്നാൽ നിങ്ങൾ എന്ത് ചെയ്തു, നിങ്ങളുടെ ഒരു മേക്കപ്പ് ചെയ്യുള്ളൂ, നിങ്ങൾ തന്നെ വേണം, അവർക്ക് ഇൻട്രസ്റ്റ് ഉണ്ടാവും. അങ്ങനെ ഈ പ്രശ്നങ്ങളൊക്കെ പഠിച്ചു കഴിഞ്ഞതിന് ശേഷം നിങ്ങൾ എന്ത് ചെയ്തു, ഈ മാസത്തിലൊരു തവണ 1000 കിട്ടുന്നത് നിങ്ങൾ എന്ത് ചെയ്തു, നിങ്ങൾ ഒരാഴ്ചയിൽ പിന്നെ ആഴ്ചയിൽ ഒന്നാക്കി മാറ്റി. എന്ന് പറഞ്ഞാൽ 52 ആഴ്ചകൾ മേക്കപ്പ് ചെയ്യാനുള്ള ഒരു പാക്കേജ് അവർക്ക് പറഞ്ഞു കൊടുത്തു. അപ്പം ശരിക്കും ഒരു 52 ആഴ്ച ചെയ്യണമെന്ന് തന്നെ 52,000 രൂപ വേണം.
അത് നമ്മൾ നേരെ പകുതിയിലധികം കുറച്ചിട്ട് ഒരു എമൗണ്ട് ഇട്ടു നിങ്ങൾ ഈ ഒരു എമൗണ്ട് ചെയ്യുകയാണെങ്കിൽ നിങ്ങളുടേതായ രീതിയിൽ നിങ്ങൾ ഇത്രയും കാര്യങ്ങൾ നമ്മൾ ചെയ്ത് ഇത്രയും ലിസ്റ്റ് ഇത്രയും കാര്യങ്ങൾ ചെയ്ത് നിങ്ങൾക്ക് റിസോർട്ട് ഉണ്ടാക്കി നിങ്ങളുടേതായ നിങ്ങൾക്ക് മാത്രമായിട്ട് സ്പെഷ്യലൈസ് ചെയ്ത പ്രൊഡക്റ്റുകൾ ഉപയോഗിച്ച് നമ്മൾ ചെയ്യും. പക്ഷേ 25,000 രൂപ മതി ഒരു വർഷത്തേക്ക്. മാത്രമല്ല നിങ്ങൾക്ക് ഒരു സ്പെഷ്യലൈസ്ഡ് ബ്യൂട്ടീഷ്യൻ തരും. അതോടുകൂടി എന്താ വെച്ചാൽ നിങ്ങളെ സംബന്ധിച്ച് മൾട്ടിപ്പിൾ ചെയ്യാൻ പറ്റുന്ന ഓപ്ഷനിലേക്ക് നിങ്ങൾ നമ്മുടെ ഒരു പ്രൈം മെമ്പറായിട്ട് വരുന്നത്. അപ്പോൾ ആ രീതിയിൽ ഷിഫ്റ്റ് ആയി. അപ്പോൾ അത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഈ ലിസിതനെ ഏൽപ്പിച്ചാൽ മതി. അപ്പോൾ ലിസിതയ്ക്ക് സ്ഥിരം കസ്റ്റമറായി. അപ്പോൾ മാഡം ഇതിലൊരു ചെറിയൊരു സംഭവമുണ്ട്, ഒരു ടൈമിംഗ് ഉണ്ട്. നിങ്ങൾക്ക് ഏറ്റവും കൺവീനിയൻ്റ് ഒരു ടൈം പറഞ്ഞോളൂ, കുഴപ്പമില്ല. അപ്പോൾ ഒരു വരെ എനിക്ക് ഏറ്റവും കൺവീനിയൻ്റ് ആയ ടൈം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തിങ്കളാഴ്ച 9 മണി മുതൽ 10 മണി വരെയുള്ള സമയം ഞാൻ റെഡിയാണ്. അപ്പോൾ അവരെ വിശ്വസിപ്പിക്കുന്നു നമ്മൾ ശരി മാഡത്തിന് ഞാൻ ആ സമയം മാറ്റി വെക്കുന്നു. ആ സമയം വേറെ ആർക്കുമ്പോൾ കൊടുക്കുന്നില്ല. ഇത് ശരിക്കും പറഞ്ഞാൽ അവരുടെ സൗകര്യത്തിന് സമയം തെറ്റല്ലേ ചെയ്യും, നമ്മുടെ സൗകര്യത്തിന് സമയം തെറ്റില്ല. അത് 9 മണി മുതൽ 10 മണി വരെ നമുക്ക് എന്ത് ചെയ്യാം, ആ സമയത്ത് ഈ മാഡം വരുന്നത് പ്രതീക്ഷ നിൽക്കാം. അത് കഴിഞ്ഞ് നമുക്ക് 10 മണി മുതൽ 11 മണി വരെ അടുത്താക്ക് കൊടുക്കാം. അത് ഫുള്ള് ടൈം എന്താ ലിസിതേൻ്റെ ഫുള്ള് ടൈം ഒന്ന് സെറ്റായി. അപ്പോൾ ഇതേപോലെ 10 ആൾ അവർക്കൊക്കെ നമ്മൾ ലിസിതനെ കൊടുക്കുന്നു. ലിസിതേൻ്റെ ഫുള്ളായി. അത് കഴിഞ്ഞ് സുനിതയ്ക്ക് നമ്മൾ എന്ത് ചെയ്യുന്നു, ഇതേപോലെ ടൈം ഫിക്സ് ചെയ്ത് സമയം സെറ്റാക്കി. അപ്പോൾ സുനിതയ്ക്കും നമ്മൾ ടൈം സെറ്റാക്കി. അതോടുകൂടി അവർക്ക് എന്തായി, നിങ്ങൾ തന്നെയാണ് അവർക്ക് കൊടുത്തത്, നിങ്ങൾ പറഞ്ഞു കൊടുത്തതാണ്. അപ്പോൾ സ്വാഭാവികമായിട്ട് നിങ്ങൾ കൊടുക്കുന്ന പോലെ തന്നെ അവർക്ക് ഉള്ള ഫീൽഡ് നിങ്ങൾ തന്നെ വേണം നിർബന്ധമില്ല. അപ്പോൾ ഇത് നമ്മൾ ഡ്യൂപ്ലിക്കേറ്റ് അതാവും. മാത്രമല്ല എക്സ്പേർട്ടിനെയാണ് തരുന്നത്. അപ്പോൾ ആ എക്സ്പേർട്ടിനെ നിങ്ങൾ കറക്റ്റ് പൊസിഷൻ ചെയ്തിട്ട് വേണം കൊടുക്കാൻ. മനസ്സിലായില്ലേ? ഈ രീതിയിൽ നിങ്ങൾക്ക് ഇത് മെയിൻറ്റെയിൻ ചെയ്ത് കൊണ്ടുപോകാൻ പറ്റുന്നതാണ്. അപ്പോൾ അതാണ് നിങ്ങൾ ആദ്യമായിട്ട് നിങ്ങൾ ചെയ്യേണ്ട വരുത്തേണ്ട വളരെ മറ്റു നിങ്ങൾ ഇൻഹൗസിൽ വരുത്തുന്ന മാറ്റം. ഓക്കെ, ഇനി നിങ്ങളെ സംബന്ധിച്ചിടത്തോളം നിങ്ങളൊരു കൃത്യമായിട്ടൊരു വിഷൻ സെറ്റ് ചെയ്യുക എന്നുള്ളതാണ്. അതായത് ഇപ്പോൾ അവർ വരുന്നത് അവരുടെ സൗന്ദര്യ പ്രശ്നങ്ങൾ, സ്ത്രീകളെ മാത്രമല്ല നിങ്ങൾ നോക്കുന്നത്, സ്ത്രീകളുടെ. അപ്പോൾ നിങ്ങളൊരു നമ്പർ കാണുക, ഒരു കൃത്യമായിട്ടൊരു നമ്പർ കാണുക. അതായത് 2035 ഇത്തരം സ്ത്രീകളുടെ സൗന്ദര്യ പ്രശ്നങ്ങൾക്ക് ഞാൻ എന്ത് ചെയ്യും, പരിഹാരം കണ്ടെത്തും. അതായത് 1,00,000 സ്ത്രീകളുടെ സൗന്ദര്യ പ്രശ്നങ്ങൾ, 10 ലക്ഷം സ്ത്രീകളുടെ സൗന്ദര്യ പ്രശ്നങ്ങൾക്ക് പരിഹാരം കണ്ടെത്തുക എന്നുള്ളൊരു ഗോള് വെക്കുക. അപ്പോൾ അതിനു വേണ്ടിയുള്ള എല്ലാ സംവിധാനങ്ങളും അന്നത്തെ കാലത്ത് ഇപ്പം തന്നെ നമ്മൾ എന്ത് ചെയ്യണം, നമ്മൾ 10-100 ബ്യൂട്ടി പാർലർ തുടങ്ങുന്നു അതൊന്നും പറഞ്ഞാൽ അർത്ഥമല്ല. കാരണം അതൊക്കെ മാറും. പലരും അങ്ങനെയൊക്കെയാണ് ചെയ്യാറ്. ഇതൊന്നുമല്ല. ഈ 1,00,000 സ്ത്രീകളുടെ സൗന്ദര്യ പ്രശ്നങ്ങൾക്ക് സൊല്യൂഷൻ കൊടുക്കും. അത് എന്താണോ അന്നത്തെ കാലത്തെ സംവിധാനം, നീ ചിലപ്പോൾ റോബോട്ട് പോയിട്ടായിരിക്കും ചെയ്യാം, നമ്മൾ അറിയേണ്ട. അന്ന് ഇതുപോലെ ബ്യൂട്ടി പാർലർ അത് എന്തോ ആവാം, ഓരോരുത്തർക്ക് ചെയ്തത് ആ രീതിയിലാണ്. ആ നമ്പർ നിങ്ങൾ മൈൻഡിൽ ഉണ്ടാകുന്നത്. നമ്പറിലാകുമ്പോൾ നമ്പർ നമ്മൾ അച്ചീവ് ചെയ്താൽ ഇന്ന് ഇവിടുന്ന് ഇറങ്ങുന്നത് മുതൽ നിങ്ങൾക്ക് ആ നമ്പറുകളായിരിക്കും. അത് നമ്മൾ ഡിവൈഡ് ചെയ്തിട്ട് നമ്മളൊരു വർഷത്തേക്ക് സെറ്റ് ചെയ്തു. ഈ ഒരു വർഷം അപ്പം 2035 1,00,000 ആണെന്നുണ്ടെങ്കിൽ ഈ ഒരു വർഷം നിങ്ങൾ അതിന് തത്തുല്യമായി സംഭവം ചെയ്യേണ്ടി വരും. എന്ന് പറഞ്ഞാൽ അതിൻ്റെ ഒരു ചെറിയൊരു പോർഷൻ, കാരണം നമ്മൾ സ്റ്റാർട്ട് ചെയ്യാണ്. അപ്പം ഈ ഒരു വർഷം നിങ്ങൾക്ക് ഒരു 5,000 പേർക്കാണ് ചെയ്യാമെന്ന് വെച്ചാൽ 5,000 പേർക്ക് ഈ ഒരു വർഷം നിങ്ങൾ ഫിക്സ് ചെയ്യുക. 5,000 സ്ത്രീകളുടെ അടുത്തേക്ക് എത്തുക എന്നുള്ളതാണ്. അപ്പോൾ ഒരു വർഷത്തെ സെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ നമ്മൾ എന്ത് ചെയ്യും, ഒരു മാസത്തേക്ക് നമ്മൾ സെറ്റ് ചെയ്യും. 5,000 ഡിവൈഡഡ് ബൈ 10 അല്ലെങ്കിൽ 12. അപ്പോൾ ഏകദേശം ഒരു 500 പേര് അല്ലെങ്കിൽ 400 പേര് 400 സ്ത്രീകളെ നമ്മൾ മാസം ചെയ്യേണ്ടി വരും. അത് വീണ്ടും നമ്മൾ ഡിവൈഡ് ചെയ്ത് കഴിഞ്ഞാൽ എന്തായി, ആഴ്ചയിലേക്ക് വരുമ്പോൾ 100ആയി. 100 പേരെ നമ്മൾ ഡീൽ ചെയ്യേണ്ടി വരും. അപ്പോൾ 100 പേരെ വീണ്ടും നമ്മൾ ആഴ്ചയിൽ ഡിവൈഡ് ചെയ്ത് ദിവസം എത്ര വേണ്ടി വരും, അതിന് 7 കൊണ്ട് ഡിവൈഡ് ചെയ്ത് കഴിഞ്ഞാൽ ഏകദേശം ഒരു എത്ര പേരുണ്ടാവും, പിന്നെ ഒരു 15 പേര് അല്ലെങ്കിൽ ഒരു 12-13 പേര്. 13 പേരെ എന്ത് ചെയ്യണം, നിങ്ങളുടെ ടീം ചെയ്യണം. അവരുടെ സൗന്ദര്യ പ്രശ്നങ്ങൾ സൊല്യൂഷൻ കൊടുത്ത് മുന്നോട്ട് പോയാലാണ് നിങ്ങൾക്ക് അച്ചീവ് ചെയ്യുന്നത്. അപ്പോൾ അത് പറഞ്ഞാൽ മൊത്തം ഗോളായി, ഒരു പിക്ചറായി. അത് നമ്മൾ മൊത്തം ടോട്ടൽ നമ്മൾ ചെയ്യേണ്ട കാര്യം എന്ന് പറഞ്ഞാൽ ഇത്തരം സ്ത്രീകളുടെ സൗന്ദര്യ പ്രശ്നങ്ങൾക്ക് അല്ലെങ്കിൽ അവർ സൗന്ദര്യവുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന അവരുടെ എല്ലാ പ്രശ്നങ്ങളും അത് ഏതോ ആവട്ടെ അത് നമ്മൾ സോൾവ് ചെയ്യും എന്നുള്ളൊരു ഡ്രീമിലേക്ക്, നിങ്ങളൊരു വിഷനിലേക്ക് നിങ്ങൾ വരിക എന്നുള്ളതാണ്. അപ്പോൾ നമുക്ക് തന്നെ ഒരു കറക്റ്റ് ഒരു ട്രാക്കിംഗ് ഉണ്ടാകും. പിന്നെ ഈ സിസ്റ്റം ഇതൊക്കെ മാറിക്കഴിഞ്ഞാൽ നമ്മളെപ്പോഴും ആളുകളൊക്കെ പഴയ രീതിയിൽ അത്ര ടേൺ ഓവറിലേക്ക് ഇതൊന്നും കഥയില്ല, ടേൺ ഓവറിലൊന്നും കഥയില്ല. മറിച്ച് നമ്മൾ മനസ്സിലാക്കേണ്ടത് ഇതിന് നേരെ നമ്മൾ റിവൈസ് ചെയ്യും. ഇവിടെ നമ്മളിപ്പം ഒരു ലേഡി വന്നപ്പോൾ നമ്മൾ 1,00,000 ലേഡീസിനെയാണല്ലോ നമ്മൾ ചെയ്യുന്നത്. ഒരു ലേഡി വന്നു കഴിഞ്ഞാൽ നമ്മളതിൽ കാണുന്നത് അയാൾ 25,000 രൂപ പേ ചെയ്തു. 25,000 രൂപ പേ ചെയ്ത് നിങ്ങൾ അതിൽ എത്രയാണ് നിങ്ങൾക്ക് ഇതിൻ്റെ എല്ലാ ചിലവും കഴിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് നിങ്ങളുടെ കയ്യിലേക്ക് കിട്ടുക എന്നുള്ളത് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യും.
അപ്പോൾ അത് ഒരു 10,000 രൂപയാണ് തരുന്നത്. ഗ്രേഡി വന്നു കഴിഞ്ഞാൽ 10,000 രൂപ എന്ന് പറഞ്ഞാൽ നിങ്ങളുടെ ഈ 10,000 രൂപ മാത്രമേ നിങ്ങൾക്ക് നെറ്റ് പ്രോഫിറ്റ് ആയിട്ടുള്ളൂ. ബാക്കി വരുന്ന 15,000 രൂപ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിന് ചെലവുകളാണ്. അത് എല്ലാ ചെലവുകളും വരണം. ഇതിൻ്റെ ഡിപ്രിസിയേഷൻ, നിങ്ങൾ കമ്പ്യൂട്ടർ വാങ്ങിയ ഡിപ്രിസിയേഷനും വാടകയും ഇന്റീരിയറും എല്ലാ സംഭവവും. അല്ല, അത് നിങ്ങൾ ഒരു ഏകദേശം ഒരു ധാരണ കണ്ടെത്തിയാൽ മതി. അതൊക്കെ നിങ്ങൾ പിന്നീട് ചെയ്താൽ മതി. ഒരു ധാരണ ഉണ്ടായാൽ മതി. ഞാൻ പറയുന്നത് അതൊക്കെ ചെയ്യാനാണ് നിങ്ങൾ ഈ എക്കോസിസ്റ്റത്തിൽ വന്നത്. അതൊക്കെ അതിനെ ചെയ്തു തരാൻ പറ്റുന്ന ആളുകൾ ഇതിൻ്റെ കൂടെ ഉണ്ട്. അപ്പോൾ അവരൊക്കെ വെച്ച് ചെയ്താൽ. പക്ഷെ ഇപ്പം നിങ്ങൾക്ക് ഈ ഒരു സാധനം ചെയ്യാൻ പ്രശ്നമില്ലല്ലോ. നിങ്ങൾക്ക് തന്നെ കാൽക്കുലേറ്റ് ചെയ്താൽ ഏകദേശം മനസ്സിലാവും. ഒരു സംഭവം സിമ്പിളായിട്ട് മനസ്സിലാക്കാൻ പറ്റുന്ന രൂപത്തിൽ ഒരാൾ 25,000 രൂപയ്ക്ക് ഒരു പാക്കേജ് എടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഒരു 1,000 രൂപ അല്ലെങ്കിൽ നിങ്ങൾക്ക് ഒരു 10,000 രൂപ കിട്ടും എന്നുള്ളത് മനസ്സിലാക്കി കഴിഞ്ഞാൽ നിങ്ങൾ മനസ്സിലാക്കി ഈ 10,000 രൂപ മാത്രമേ എനിക്ക് ആവശ്യമുള്ളൂ. ഈ 15,000 രൂപ എന്താണ് എനിക്ക് ശമ്പളം കൊടുക്കണം, ബാക്കിയുള്ള കാര്യങ്ങൾക്ക് വേണ്ടി ഉപയോഗിക്കും. 10,000 രൂപ എനിക്കുള്ളതാണ്. അത് നിങ്ങൾക്ക് മാറ്റി വെക്കാൻ പറ്റുന്ന സംഭവമാണ്. അപ്പൊ അങ്ങനത്തെ 1,00,000 ആളുകളിലേക്കാണ് നമ്മൾ പോകുന്നത്. അപ്പൊ ഈ 1,00,000 ആളുകൾ വന്നാൽ നിങ്ങളെ സംബന്ധിച്ച് നിങ്ങൾക്ക് 1,00,000 × 10,000, ബാക്കിയുള്ള 15,000 എന്തായി ചെലവിലേക്ക് പോയി എന്നുള്ളത്. അപ്പൊ ഈ 1,00,000 ആളുകൾ വന്നു എന്ന് പറഞ്ഞാൽ അപ്പൊ സ്വാഭാവികമായിട്ട് നമുക്ക് ഈ ഒരു വർഷം എന്ന് പറഞ്ഞാൽ 5,000 × 10,000 എത്രയാണോ അതായിരിക്കും നിങ്ങൾക്ക് ഈ ഒരു വർഷം നിങ്ങൾക്ക് കിട്ടാൻ പോകുന്നത്. അപ്പൊ ഇതാണ്. അപ്പം ഈ നമ്മൾ ഈ പറയുന്നത് 5,000 സ്ത്രീകളുടെ പിന്നെ അവരുടെ സൗന്ദര്യ പ്രശ്നങ്ങൾക്ക് സൊല്യൂഷൻ കൊടുക്കുക എന്ന് പറഞ്ഞാൽ നിങ്ങളുടെ സാമ്പത്തിക പ്രശ്നങ്ങൾക്ക് സൊല്യൂഷൻ വരികയാണ്. മനസ്സിലായില്ലേ? അതാണ് ശരിക്കും പറഞ്ഞാൽ അതിന്റെ പിന്നെ ഇപ്പൊ ഇവരൊക്കെ ഒരു നമ്പർ ഇട്ടപ്പോൾ എന്താ പറയുക, റമീസ് ഇട്ട് 3,333 കുട്ടികളുടെ അവരുടെ കരിയർ ബിൽഡ് ചെയ്യുക എന്നുള്ളതാണ്. ഓൾമോസ്റ്റ് ആണ് അത് അച്ചീവ് ചെയ്തിട്ടുണ്ട്. ഈ ഒരു വർഷം കൊണ്ട് അച്ചീവ് ചെയ്തിട്ടുണ്ട്. മുസ്തഫ 888 ഏകദേശം ആ നമ്പറിലേക്ക് ആളെത്തിയിട്ടുണ്ട്. ഇപ്പൊ ഇതിൽ പറയുന്ന ഓരോ ആളുകളും അവരുടെ നമ്പറിലേക്ക് എത്തിയിട്ടുണ്ട്. അടുത്ത 8-ാം തീയതി നമ്മൾ അവർക്ക് കറക്റ്റ് പ്രോഗ്രസ് റിപ്പോർട്ട് കൊടുക്കുകയാണ്. അവർ കഴിഞ്ഞ വർഷം അച്ചീവ് ചെയ്ത് എന്താണ് ഓരോ കാര്യങ്ങൾ. അപ്പൊ ഈ രീതിയിലാണ്, ഇതാണ് നിങ്ങൾ സോഷ്യൽ ഗോൾ എന്ന് പറയുന്നത്. ആ സോഷ്യൽ ഗോൾ ഫിക്സ് ചെയ്തിട്ട് ഈ ഒരു വർഷത്തെ സോഷ്യൽ ഗോൾ ആക്കി മാറ്റാം. അല്ലാതെ 2035 നിങ്ങൾ ബാക്കിയുള്ള സ്ഥലങ്ങൾ പറഞ്ഞോളൂ. പക്ഷേ ഈ ഒരു വർഷം ഞാനിതായി ഇത്രയും ആളുകൾ 5,000 സ്ത്രീകളുടെ പ്രശ്നങ്ങളുടെ സൊല്യൂഷൻ എന്നുള്ളതാണ്. അപ്പൊ അത് ഓരോരുത്തർക്കും അതിൽ എത്ര സ്ത്രീകൾ നിങ്ങൾക്ക് തരാൻ പറ്റും, എത്ര സ്ത്രീകൾ നിങ്ങൾക്ക് തരാൻ പറ്റും നമുക്ക് രീതിയിലൊക്കെ നൽകി ഈ സോഷ്യൽ ഗോളിന് പലർക്കും ഡിവൈഡ് ചെയ്ത് കൊടുക്കാം. ഓക്കെ, അപ്പൊ അങ്ങനെ വരുമ്പോൾ ടോട്ടൽ നിങ്ങൾ ഇത് അച്ചീവ് ചെയ്യുക എന്നുള്ളതായിരിക്കണം നിങ്ങളുടെ സോഷ്യൽ ഗോൾ. അപ്പൊ ഇതാണ് ഒരു കാര്യം, ഒരു സ്റ്റെപ്പ് നിങ്ങൾ പോകേണ്ടത് ഇതിലേക്കായിരിക്കും. ഓക്കെ, അപ്പൊ അങ്ങനെ വന്നു കഴിഞ്ഞാൽ ഇവിടെ നിങ്ങൾ ഫിനാൻഷ്യലി നിങ്ങൾ ബാക്കിലേക്ക് പോകില്ല, സേഫ് ആയിട്ട് തന്നെ പോകാം. കാരണം നിങ്ങൾ അതിൽ ഫോക്കസ് ചെയ്തിട്ടായിരിക്കും കാര്യങ്ങൾ ആ ഒരു സാധനം ഉണ്ടാവുന്നുണ്ട്. ഈ ഒരു ഇത്രയും ഇന്ന് എനിക്ക് നിർബന്ധമായിട്ട് ഞാനൊരു 10 സ്ത്രീകളെ അല്ലെങ്കിൽ 15 സ്ത്രീകളെ 20 സ്ത്രീകളെ അവരെ നമുക്ക് ഇതുമായിട്ട് അസോസിയേറ്റ് ചെയ്യിപ്പിച്ചേ പറ്റും. അപ്പൊ അതിനുള്ള വർക്കുകൾ നമ്മൾ ചെയ്യുമെന്നുള്ളതാണ്. അപ്പോൾ ഒന്നാമത്തെ സ്റ്റെപ്പ് നമ്മൾ കഴിഞ്ഞു. ഇനി നിങ്ങൾ ഈ എക്കോസിസ്റ്റത്തിൽ വന്നു കഴിഞ്ഞാൽ നിങ്ങൾ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഈ ഒരു സംഭവത്തിലേക്ക് പോകാൻ നമുക്ക് വേണ്ടത് വളരെ പ്രധാനപ്പെട്ട സാധനമാണ് നിങ്ങളുടെ വിസിബിലിറ്റി നിങ്ങൾ കൂട്ടുക എന്നുള്ളത്. ഒന്നാമത്തെ സ്റ്റെപ്പ് നിങ്ങൾ ചെയ്യേണ്ടത് നിങ്ങളുടെ വിസിബിലിറ്റി നിങ്ങൾ കൂട്ടുക എന്നുള്ളതാണ്. വായിച്ചത് നമ്മൾ ഇതാണ് നമ്മൾ ഇതിനകത്ത് പ്രധാനമായിട്ട് നമ്മൾ ചെയ്യേണ്ട പ്രധാന കാര്യങ്ങൾ. ഒന്ന് നിങ്ങൾ വിസിബിലിറ്റി കൂട്ടുക എന്നുള്ളതാണ്. 3 രീതിയിൽ വിസിബിലിറ്റി, 4 രീതിയിലുള്ള വിസിബിലിറ്റിയാണ് നമ്മൾ കൂട്ടേണ്ടത്. 1 മില്യൺ നമ്മുടെ ലക്ഷ്യം. 1 മില്യൺ ആളുകളുടെ അടുത്തേക്ക് നമ്മൾ ജെന്യൂനായിട്ട് അറിയുക എന്നുള്ളതാണ് ഒരു വർഷം കൊണ്ട് പുതിയതായിട്ട്.
അപ്പോൾ ഒന്ന് ഫിസിക്കലാണ്. ഫിസിക്കൽ മീറ്റിങ്ങുകൾ മാക്സിമം നമുക്ക് പോവാം. അവിടെയൊക്കെ നമ്മൾ ഈ ഒരു ഗോള് പറയാം. ഇതാണ് എൻ്റെ ഗോൾ. BNI പോലെയുള്ള നമ്മുടെ കൂടുതൽ മീറ്റിംഗ് പോലെയുള്ള ഫിസിക്കൽ മീറ്റിങ്ങുകൾ മാക്സിമം എവിടെ ഉണ്ടെങ്കിലും പോവാം. അവിടെ നമ്മൾ കൃത്യമായിട്ട് നമ്മുടെ ഒരു ചിത്രം കൊടുക്കുക എന്നാണ്. നെറ്റ്വർക്ക് ട്രെയിനിങ് പ്രോഗ്രാം തുടങ്ങി ഫിസിക്കൽ പ്രോഗ്രാമിൽ പരമാവധി പങ്കെടുത്ത് നിങ്ങളുടെ ബ്രാൻഡിൻ്റെയും ഫിസിക്കൽ റീച്ച് പരമാവധി കൂട്ടുക എന്നതാണ്. ഓക്കെ, അപ്പോൾ ഒരു ഫിസിക്കൽ മീറ്റിംഗ് നിങ്ങൾ പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് 5 സ്കോറാണ് അവിടെ വരിക. ആ രീതിയിൽ ആ സ്കോർ തന്നെ നിങ്ങൾ പിന്നെ ചെയ്തിട്ട് നിങ്ങൾ അത് ചെയ്ത് മുന്നോട്ട് പോകും. രണ്ടാമത് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമും പരമാവധി ലൈവായിരിക്കാം. എല്ലാ ദിവസവും ഒരു പോസ്റ്റെങ്കിലും ഓരോ പ്ലാറ്റ്ഫോമിലും ഇടുക. പിന്നെ പ്രിന്റഡ് സ്റ്റോറി, ഇപ്പം നമ്മുടെ ബ്രാൻഡ് ബുക്ക് പോലെയുള്ള മറ്റുള്ള പിന്നെ പ്രിന്റഡ് ആയിട്ടുള്ള ഐറ്റംസ് സ്ഥലങ്ങളിലൊക്കെ എന്ത് ചെയ്യുക, നിങ്ങളെ പ്രസൻസ് വരാൻ വേണ്ടി ശ്രമിക്കുക. എവിടെയൊക്കെയാണോ പ്രിന്റഡ് രീതിയിൽ സെക്കൻഡറി ഇനി അടുത്ത് വരുന്ന ഷോക്കേസിംഗ് ആണ്. ഷോക്കേസിംഗ് എന്ന് പറഞ്ഞാൽ എവിടെയൊക്കെ നിങ്ങളുടെ ബ്രാൻഡ് ഷോക്കേസ് ചെയ്യാൻ പറ്റും. നിങ്ങളുടെ ബ്രാൻഡ് നിങ്ങളെ പേര് വെച്ചിട്ട് പരമാവധി ആളുകൾ വീടുകളിൽ ഒരു മെമൻറ്റോ കൊടുക്കുക. ഇപ്പോൾ LGന്റെ ഒരു ഷോക്കേസിംഗ് ആണ്, ഹോർഡിങ്സിൽ വരിക, അങ്ങനെയുള്ള സ്ഥലങ്ങളിൽ വരിക. ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഇത് രണ്ടുമാണ്. ഫിസിക്കൽ ആൻഡ് ഡിജിറ്റൽ സ്റ്റോറി തയ്യാറാക്കുക. ഇതിൻ്റെ കൂടെ തന്നെ ഇതും കൂടി ശ്രദ്ധിക്കുക എന്നാണ്. ഓക്കെ, അങ്ങനെ ഈ 4 കാര്യങ്ങളിലൂടെ എന്ത് ചെയ്യുക, നിങ്ങളുടെ വിസിബിലിറ്റി മാക്സിമം ചെയ്യുക. ഒരു മില്യണിലേക്ക് നിങ്ങൾ ടാർഗറ്റ് ചെയ്യുക പല രീതിയിൽ. ഓക്കെ, അപ്പോൾ അതിനുള്ള ഒരുപാട് സംവിധാനങ്ങൾ നമ്മൾ വൺകാസ്റ്റ് സ്റ്റുഡിയോക്ക് അതിന് ഉപയോഗപ്പെടുത്താൻ പറ്റുന്ന സംവിധാനമാണ്. അതൊക്കെ ഉപയോഗപ്പെടുത്തുക. പിന്നെ വരുന്നത് നിങ്ങളുടെ നെറ്റ്വർക്ക് ഗോളാണ്. നെറ്റ്വർക്ക് ഗോൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കൊരു ഇപ്പോൾ ഈ നേരത്തെ പറഞ്ഞ വിഷനിലേക്ക് നിങ്ങൾ എത്തിക്കാൻ 1,00,000 ലേഡീസിൻ്റെ അവരുടെ സൗന്ദര്യ പ്രശ്നങ്ങൾക്ക് നിങ്ങൾ സൊല്യൂഷൻ കാണുക, അല്ലെങ്കിൽ 10,00,000 ലേഡീസിൻ്റെ പ്രശ്നങ്ങൾക്ക് സൊല്യൂഷൻ കാണുക എന്ന് പറയുമ്പോൾ അതിലേക്ക് എത്താൻ നിങ്ങൾക്ക് നല്ല ഒരു ഹൈ നെറ്റ്വർക്ക് നിങ്ങൾക്ക് വേണ്ടി വരും, ഒരു ടീം വേണ്ടി വരും. അത് ഇങ്ങനെയാണ് വരിക. 1000, 100, 10 എന്നുള്ള രൂപത്തിലാണ് വരിക. 1000 പേരുടെ ഒരു നെറ്റ്വർക്ക് നമ്മൾ ബിൽഡ് ചെയ്യണം ഒരു വർഷം കൊണ്ട്. ഇത്തരം പ്രോഗ്രാമുകളിലൂടെ പോയിട്ട് ഇത്തരം ആളുകളെ കണക്ട് ചെയ്ത് പരമാവധി ആ 1000 പേരെ നമ്മളെ എങ്ങനെ കണക്ട് ചെയ്യാം എന്നുള്ളത് ആലോചിക്കുക. അതിൻ്റെ ഉള്ളിൽ 100 പേരുടെ ഒരു ടീമിനെ നിങ്ങൾ ഈ ഒരു വർഷം ബിൽഡ് ചെയ്യാൻ വേണ്ടി ശ്രമിക്കുക. അതിൽ 10 പേര് നിങ്ങൾ ഇന്റേണൽ ടീമാണ്. 10 പേര് നിങ്ങൾ ഇന്റേണൽ ടീം എന്ന് പറഞ്ഞാൽ നിങ്ങളുടെ തന്നെ ഈ ഒരു സംഭവത്തിൽ മാത്രമായിട്ട് വർക്ക് ചെയ്യുന്ന ഒരു ടീമിനെ നിങ്ങൾ ബിൽഡ് ചെയ്യുക. ആ 10 പേര്, ഈ 100 പേര് എന്ന് പറഞ്ഞാൽ നിങ്ങൾ കൊളാബറേറ്റേഴ്സ് ആണ്. നിങ്ങൾ നിങ്ങളുടേതായ ഒരു കമ്മ്യൂണിറ്റി എന്നുള്ള ഒരു ആശയങ്ങൾ മൈൻഡിൽ വേണം. സ്വാഭാവികമായിട്ട് ഇതിൽ അങ്ങനെ ക്രിയേറ്റ് ചെയ്ത് പോകുന്ന സംവിധാനമാണ്. അങ്ങനെ 100 പേരെ നിങ്ങൾ എന്ത് ചെയ്യണം, നിങ്ങളൊരു കമ്മ്യൂണിറ്റി എന്നുള്ള രൂപത്തിലേക്ക് നിങ്ങൾ കൊളാബറേറ്റ് ചെയ്ത് കൊണ്ടുവരിക. എന്നിട്ട് ആ ഒരു കമ്മ്യൂണിറ്റിയിൽ നിന്നും നിങ്ങൾക്ക് നിങ്ങളുടെ ഈ ഒരു ഗോളിലേക്ക് എത്താൻ വേണ്ടിയിട്ട് ഒരു ശ്രമം നടത്തുക. ഈ 100 പേര് നിങ്ങളെ സ്റ്റേക്ക് ഹോൾഡേഴ്സ് ആയിരിക്കും, നിങ്ങളെ അംഗീകരിക്കുന്ന ആളുകളായിരിക്കും. അവർ നിങ്ങളെ സപ്പോർട്ട് ചെയ്ത് ഇത് 1000-ൽ നിന്നും 1,00,000 നിങ്ങൾ എത്തിക്കാൻ പറ്റുന്നതാണ്. ഇതൊക്കെ നമ്മൾ കൃത്യമായിട്ട് ഓരോ പുസ്തകങ്ങളുടെ അടിസ്ഥാനത്തിലാണ് ഈ സാധനം തയ്യാറാക്കിയത്. ഈ സംഭവം നമ്മൾ തയ്യാറാക്കുന്നത് ഡൊണാൾഡ് മില്ലറുടെ ബിൽഡിംഗ് എ സ്റ്റോറി ബ്രാൻഡ് എന്നൊരു പുസ്തകമാണ്. കഴിയുമെങ്കിൽ ആ പുസ്തകം ഒന്ന് വായിക്കും. അതിനെ ബേസ് ചെയ്താണ് ഈ ഒരു സാധനം ബിൽഡ് ചെയ്തിട്ടുള്ളത്. മലയാളത്തിൽ ഉണ്ട് പുസ്തകത്തിനും തോന്നുന്നുണ്ടോ നോക്കണം. മലയാളത്തിൽ ഇതിലൊക്കെ വായിക്കാനൊക്കെ കിട്ടുക സംഭവം. ഓക്കെ, അതാണ് ഒരു പുസ്തകം. പിന്നെ ഈ പുസ്തകം ഹൗ ടു വിൻ ഫ്രണ്ട്സ് ആൻഡ് ഇൻഫ്ലുവൻസ് പീപ്പിൾ ബൈ ഡെയിൽ കാർണേജ്. കാർണേജിന്റെ ഹൗ ടു വിൻ ഫ്രണ്ട്സ് ആൻഡ് ഇൻഫ്ലുവൻസ് പീപ്പിൾ എന്ന് പറയുന്ന ഒരു പുസ്തകമുണ്ട്. ആ പുസ്തകത്തിനെ ബേസ് ചെയ്തിട്ടാണ് നമ്മൾ നെറ്റ്വർക്ക് ഗോൾ സെറ്റ് ചെയ്തിട്ടുള്ളത്. ഇത് ഒന്ന് നമുക്ക് 360 ഡിഗ്രി ക്ലബിൽ നിന്നും പരമാവധി ആളുകളെ സംഘടിപ്പിക്കുക. നിങ്ങൾ ഈ ഒരു സിസ്റ്റത്തിന്റെ ഭാഗമായിട്ട് ഈ ആഴ്ച 360 ഡിഗ്രി മീറ്റിംഗ് വന്നപ്പോൾ ഇവിടെ വരുന്ന ഒരു വ്യക്തി മാത്രമല്ല, ആ വ്യക്തിയിൽ നിന്നും അടുത്ത വ്യക്തിയിലേക്ക് നമുക്ക് പോകാൻ കഴിയും. ഓരോ വ്യക്തിയിൽ നിന്നും അടുത്ത വ്യക്തിയിലേക്ക് ഓരോരുത്തർ പരിചയപ്പെട്ട് കഴിഞ്ഞാൽ അവരിൽ നിന്നും അടുത്ത, കാരണം ഇവിടെ നമുക്ക് ലിമിറ്റഡ് ആളുകളെ ഉണ്ടാവും. നമ്മുടെ കമ്മ്യൂണിറ്റിയിൽ പരമാവധി 24 പേരെ ഉണ്ടാവും. അതാണ് നമ്മുടെ സിസ്റ്റം കമ്മ്യൂണിറ്റിയിൽ. ഇതേപോലെ 360 ഡിഗ്രിയിൽ നിന്നും നമുക്ക് കിട്ടുന്ന ഫ്രണ്ട്സുകൾ മാക്സിമം അതിൽ നിന്ന് ശേഖരിക്കുക. അതുപോലെ ഔട്ട്സൈഡ് പ്രോഗ്രാം, അപ്പോൾ നമ്മളിപ്പോൾ BNI പോലെയുള്ള സംഭവത്തിൽ 1-to-1 സിറ്റിങ്ങുകളിലൂടെയും അല്ലാതെ ലഭിക്കുന്ന
വരുന്ന ആ സുഹൃത്തുക്കൾ ഇതൊക്കെ കറക്റ്റ് നമ്മൾ ഇതിനകത്ത് ഒരു ഗ്രോത്ത് ട്രാക്കർ എന്ന് പറയുന്ന സംവിധാനം ഉണ്ട്, ഒരു ഗൂഗിൾ ഫോം ഉണ്ട്. എല്ലാ ആഴ്ചയും നിങ്ങൾ എന്ത് ചെയ്യണം, അത് കറക്റ്റായിട്ട് അതിൻ്റെ നമ്പറുകൾ നിങ്ങളോട് ചോദിക്കും, അത് നിങ്ങൾ അതിനകത്ത് കൊടുക്കണം എന്നുള്ളതാണ്. ഓക്കെ, അതാണ് നെറ്റ്വർക്കിൽ വരുന്നത്. നെറ്റ്വർക്കിന് അടുത്ത സ്റ്റെപ്പുണ്ട്. ഒന്ന് പിന്നെ രണ്ടാമത് നെറ്റ്വർക്കിന്റെ പാർട്ട് തന്നെയാണ് നിങ്ങൾ കോർ ടീം നിങ്ങൾ ബിൽഡ് ചെയ്യുക. 10 പേരെ നിങ്ങൾ ബിൽഡ് ചെയ്യുന്നുണ്ടോ, അത് നിങ്ങളുടെ സ്റ്റാഫിനെ നിങ്ങൾ ചിന്തിക്കുന്ന അതേപോലെ തന്നെ അവരെന്ത് ചെയ്യുക, അവരുടെ മൈൻഡ് സെറ്റ് മാറ്റിയെടുക്കുക എന്നുള്ളതാണ്. അതിൽ നിങ്ങൾക്കൊരു സിസ്റ്റം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒന്ന് അവരുമായിട്ട് ഇരിക്കുക, രണ്ടാമത് നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്ന അവരെയും നിങ്ങൾ ഇതിന്റെ പാർട്ടാക്കി മാറ്റുക. ഈ ഒരു സിസ്റ്റത്തിനെ പാർട്ട് ഇവിടെ നിന്നാണ് അവർ ആ സിസ്റ്റം പഠിക്കുക. അപ്പൊ നമ്മളിപ്പോ പറയുന്നപ്പോൾ എന്റെ എല്ലാ സ്റ്റാഫുകളും ഇപ്പൊ മെമ്പേഴ്സാണ്, ഒരു പെയ്ഡ് മെമ്പേഴ്സാണ് ഈ സിസ്റ്റത്തിൽ. കാരണം അതുകൊണ്ട് എനിക്കുള്ള ഗുണം എന്താ വെച്ചാൽ എനിക്കൊരു പ്രത്യേകിച്ച് ഒരു ട്രെയിനിങ് കൊടുക്കേണ്ട ആവശ്യമില്ല. ഒരു 7 to 24 hours അവൈലബിൾ. പക്ഷെ ഷബീറാണെങ്കിലും ലുക്മാനും അവിടെ കണ്ട സ്റ്റാഫൊക്കെ വ്യാഴാഴ്ച വന്നവരുണ്ടാവും, നമ്മൾ കൂടെ ഉണ്ടാവും. ഫാരിസും ഇതിൽ മെമ്പർ, ഇവരൊക്കെ പെയ്ഡ് മെമ്പേഴ്സാണ്. അപ്പൊ അവർക്ക് തന്നെ അവർ തന്നെ ഒരു പാർട്ട്ണർഷിപ്പ് മോഡലായിട്ട് നമ്മളോട് വർക്ക് ചെയ്യുക. അപ്പൊ അങ്ങനെ നിങ്ങളുടെ കൂടെ കോറായിട്ട് കൊണ്ടുപോകണം, നിങ്ങളുടെ ടീമിന്റെ അല്ലെങ്കിൽ നിങ്ങളുടെ വിഷന്റെ പാർട്ടായിട്ട് കൊണ്ടുപോകണം എന്ന് ആഗ്രഹിക്കുന്ന ആളുകളെ നിങ്ങൾ ഈ സിസ്റ്റത്തിന്റെ പാർട്ടാക്കി മാറ്റാം. അത് എങ്ങനെയാണെന്നുള്ളത് പറഞ്ഞത്. പിന്നെ വിർച്വലി നിങ്ങളുടെ ഫോണിൽ ഒരുപാട് ആളുകൾ ഉണ്ടാവില്ല, ഓരോ ദിവസവും പരമാവധി ആളുകളെ നിങ്ങൾ വിളിച്ചിട്ട് നിങ്ങൾ അവരോട് പറയേണ്ടത് നിങ്ങളുടെ വിഷനെ പറ്റിയിട്ടാണ്. ഇങ്ങനെയാണ് എൻ്റെ വിഷൻ, അപ്പോൾ അതിൽ നിങ്ങൾക്ക് ആരെയാണ് എനിക്ക് കണക്ട് ചെയ്ത് തരാൻ പറ്റുക. ഇത്രയും ആളുകൾ ലേഡീസിനെ എനിക്ക് കണക്ട് ചെയ്യണമെങ്കിൽ ഇത്തരം പിന്നെ ലേഡീസിന് എനിക്ക് കണക്ട് ചെയ്ത് തരാം. പ്രത്യേകിച്ച് മേക്കപ്പ് ചെയ്ത് പോകുന്ന സ്ഥിരമായിട്ട് ചെയ്യുന്ന ആളുകളെ കണക്ട് ചെയ്യുന്ന അവരോട് വിർച്വലി ഫോണിലവരോട് ചോദിക്കാറുണ്ട്. ഇനി അടുത്ത നമുക്ക് വരുന്നത് ഇംപ്ലിമെന്റേഷൻ ഗോളാണ്. ഇംപ്ലിമെന്റേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഒരുപാട് സ്ട്രാറ്റജികളും ഒരുപാട് സിസ്റ്റംസും ഒക്കെ ഇതിനുള്ളിൽ നമുക്ക് കിട്ടും. അത് നമ്മൾ അതിനുവേണ്ടി നമ്മൾ ഉപയോഗിക്കുന്ന പുസ്തകം എന്ന് വെച്ചാൽ ബ്ലൂ ഓഷൻ സ്ട്രാറ്റജി എന്ന് പറയുന്ന പുസ്തകമുണ്ട്. അദ്ദേഹത്തിന് ആ പുസ്തകത്തിൽ ബേസ് ചെയ്തിട്ടാണ് നമ്മൾ സ്ട്രാറ്റജീസ് 360 ഡിഗ്രിയിൽ നമുക്ക് ഒരുപാട് സ്ട്രാറ്റജീസ് പറയും. ഒരു നെറ്റ്വർക്ക് എങ്ങനെ ബിൽഡ് ചെയ്യണം, അതേപോലെ തന്നെ നമ്മളൊരു പ്രശ്നം വന്നാൽ എങ്ങനെ സോൾവ് ചെയ്യണം, അതുപോലെ ബ്രാൻഡ് വിസിബിലിറ്റി കൂട്ടാൻ എന്ത് ചെയ്യണം, അങ്ങനത്തെ സ്ട്രാറ്റജികളൊക്കെ നിങ്ങൾ എന്ത് ചെയ്യുക, അത് നേരെ കൊണ്ടുപോയി നിങ്ങൾ ഇംപ്ലിമെൻറ്റ് ചെയ്യാന്നുള്ളതാണ്. അത് നിങ്ങൾ ഇംപ്ലിമെൻറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ആദ്യം ചെയ്യേണ്ടത് ഒരു പ്ലാനിങ് സിറ്റിംഗ് ഇരിക്കണം. നിങ്ങളുടെ ടീമിൻ്റെ കൂടെ ഇരുന്നിട്ട് ഇന്ന സംഭവം നമുക്ക് ഇംപ്ലിമെൻറ്റ് ചെയ്യണം. ആ സിറ്റിംഗ് നിങ്ങൾ ഇരുന്ന് കഴിഞ്ഞാൽ നിങ്ങൾക്ക് 5 സ്കോറാണ്. അതേപോലെ തന്നെ നിങ്ങൾ അത് ഡയറക്റ്റ്ലി പോയിട്ട് ഇംപ്ലിമെൻറ്റ് ചെയ്തൊന്ന് കൂട്ടുക. ഈ പറഞ്ഞ ഡെയിലി നിങ്ങൾ എന്ത് ചെയ്യുക, ഒരു പോസ്റ്റ് ഇടാൻ വേണ്ടി ചെയ്യുന്നത് ഒരു സിസ്റ്റമായിട്ട് ഇംപ്ലിമെൻറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് 10 സ്കോർ കിട്ടും. ഓക്കെ, അത് രണ്ടുമാണ് നിങ്ങൾ അതിൽ ചെയ്യാനുള്ളത്. പിന്നെ വരുന്നത് ഇംപ്ലിമെന്റേഷൻ പറഞ്ഞു. ഇനി അടുത്ത വരുന്നത് വെച്ചാൽ നിങ്ങൾക്ക് കൺസൾട്ടിങ് ആണ്. കൺസൾട്ടിങ് അവേഴ്സ് എന്നുള്ളതാണ്. അതിൽ നിങ്ങളൊരു 370 മണിക്കൂർ കൺസൾട്ടിങ് നിങ്ങൾക്ക് എന്ത് ചെയ്യാം, വിർച്വലി ഫിസിക്കലി 1 to 1 ഇരിക്കുക. അത് കൺസൾട്ടിങ് രീതിയിൽ അവരുടെ അടുത്ത് നിന്നുള്ള ഒരു സൊല്യൂഷൻ കിട്ടുന്ന രീതിയിൽ അല്ല, കസ്റ്റമർ ഇവിടെ തന്നെ വരുന്ന ആളുകളുണ്ട്. ഇതിനകത്ത് ഇപ്പോൾ അക്കൗണ്ടിങ്ങിന്റെ സ്പെഷ്യലിസ്റ്റ് ഇതിനകത്ത് കൂടെ ഇരിക്കുക, ബ്രാൻഡിങ്ങിന്റെ സ്പെഷ്യലിസ്റ്റ് അവരുടെ ടൈം എടുത്തിട്ട് കൺസൾട്ടിങ് ഇരിക്കുക. ചിലപ്പോൾ നിങ്ങൾ അവർക്കും കൺസൾട്ടിങ് കൊടുക്കേണ്ടി വരും. അവർ കൺസൾട്ടിങ് കൊടുക്കുക. സൊല്യൂഷൻ 1 to 1 പോലെ തന്നെ. 1 to 1 പോലെ എന്ന് പറഞ്ഞാൽ അവിടെ നമ്മൾ പിന്നെ ഒരു മാർക്കറ്റിംഗ് മാത്രമാണല്ലോ പറയുന്നത്. ഇവിടെ നമ്മൾ അവരുടെ എക്സ്പെർട്ടൈസ് ആണ് ഉപയോഗപ്പെടുത്തുന്നത്. ഇപ്പോൾ അക്കൗണ്ടിങ് മാസ്റ്റർ ആണെങ്കിൽ അക്കൗണ്ടിങ് മാസ്റ്ററോട് നമ്മൾ പറയുന്നത് എൻ്റെ അക്കൗണ്ട്സ് ചെയ്ത് നമുക്ക് എന്താ ചെയ്യാൻ പറ്റുക എന്നുള്ള ആ ഒരു കൺസൾട്ടിങ് ആണ് ചോദിക്കേണ്ടത്. അത് പരമാവധി എന്ത് ചെയ്യുക, ഒരു 370 മണിക്കൂറെങ്കിലും നിങ്ങൾ അത് ചെയ്യുക എന്നുള്ളതാണ്. പിന്നെ ഡിസിപ്ലിൻ എന്നുള്ളതാണ്. പബ്ലിക് പ്രസൻസ് ഒരു 100 പബ്ലിക് പ്രോഗ്രാം. ഇപ്പോൾ നിങ്ങൾ കഴിഞ്ഞ പ്രാവശ്യം നിങ്ങൾ ITCയിൽ പോയില്ലേ, അതേപോലെ 100 എണ്ണത്തിലേക്ക് നിങ്ങൾ എത്താൻ വേണ്ടി ശ്രമിക്കുക. 100 പബ്ലിക് പ്രോഗ്രാമിൽ കയറാൻ വേണ്ടി ശ്രമിക്കുക. പബ്ലിക് പ്രസിൽ വരാവുന്ന അവസരങ്ങൾ വരാമെന്ന് ചെയ്യുന്നത്. പിന്നെ അതിനകത്ത് ഡിസിപ്ലിൻ വരുന്ന കാര്യമാണ് 6:59 നിങ്ങൾ ഷാർപ്പ്ലി എന്ത് ചെയ്യുക, പ്രസന്റ് ആകും. 6:59 നമ്മൾ സ്റ്റാർട്ട് 6:59 കൃത്യം എത്തുക, 9 മണി വരെ തുടരുക. അപ്പോൾ ഇവിടെ ഉള്ളൊരു നിങ്ങൾക്കുള്ള ഒരു ഗുണം എന്താ വെച്ചാൽ നിങ്ങൾ ആദ്യം കുറച്ച് ദിവസം മാത്രം ഫിസിക്കലി വന്നാൽ മതി. കുറച്ച് ദിവസം ഫിസിക്കലി വരിക, അപ്പോൾ നിങ്ങൾക്ക് കണക്ടിവിറ്റി കിട്ടുള്ളൂ. ഒരു 4-5 ആഴ്ച അത് കഴിഞ്ഞ് ട്രാക്ക് ആയി കഴിഞ്ഞാൽ ഇപ്പം നമ്മളെ ഡോക്ടർ ഫിസിക്കലി വരാറ് കുറവാണ്. അപ്പോൾ പുള്ളി പരമാവധി വിർച്വലി ഓൺലൈനിലാണ് വരിക. നിങ്ങൾ ദൂരെ അതാണ് പറഞ്ഞത്, ഫിസിക്കലി വരാൻ പറ്റിയത് ഏറ്റവും നല്ലത്. ഓക്കെ, പ്രത്യേക സമയത്ത് 7 മണിക്ക് മുമ്പ് വ്യാഴാഴ്ച 6:59 ആണ് തുടങ്ങി 9 മണി വരെ ഉണ്ടാവുള്ളൂ. 6:59 തന്നെ 6:59 കഴിഞ്ഞാൽ പിന്നെ നിങ്ങൾ ബ്രാൻഡ് വിസിബിലിറ്റി ഫ്രീ ചെയ്യാം. പിന്നെ നിങ്ങൾക്ക് നിങ്ങളുടെ പേരോ സംഭവങ്ങളോ നിങ്ങൾക്ക്
പറയാൻ അവസരം ഉണ്ടാകും. അപ്പോൾ 6:59 മുമ്പ് തന്നെ എത്തുക എന്നുള്ളതാണ്. 9 മണിക്ക് അവസാനിക്കും. ഇതാണ് നമ്മളെ പ്രോഗ്രാമിലൂടെ നിങ്ങൾ കൃത്യമായിട്ട് ഇത്രയും കാര്യങ്ങൾ നിങ്ങൾ പ്ലാൻ ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മുടെ ഈ ഒരു പ്രോഗ്രാം വരുന്നത്. ഒരു 2.5 മണിക്കൂറാണ് നമ്മൾ ഒരാഴ്ച. കാരണം ഈ 6:59 എന്ന് പറഞ്ഞാലും നമ്മൾ ശരിക്കും 6:59 ഫിസിക്കലി എത്തുന്ന ടൈമാണ് കേട്ടോ. പക്ഷെ 6:29 ആണ് നമ്മൾ ശരിക്കുള്ള സമയം. 6:29 സ്റ്റാർട്ട് ചെയ്യുന്നത്. ആ സമയത്ത് എത്താൻ വേണ്ടിയിട്ട് ഏറ്റവും നല്ലത്. പക്ഷെ നമ്മൾ ലാസ്റ്റ് ടൈം നിലക്കാണ് 6:59. 6:29 നമ്മൾ സ്റ്റാർട്ട് ചെയ്യും. 6:29 സ്റ്റാർട്ട് ചെയ്യുന്നത്. ഇതാണ് ഒന്നാമത്തെ നമ്മൾ സെഷൻ വരുന്നത്. പ്രൊഡക്ടിവിറ്റി മെഡിറ്റേഷൻ എന്നുള്ളതാണ്. ഓക്കെ. അപ്പോൾ നമ്മൾ ഒരു മെന്റൽ ക്ലാരിറ്റി വരുത്താൻ വേണ്ടിയിട്ട് നമ്മൾ സലാം ഡോക്ടറാണ് അത് ആ സംഭവം ചെയ്യുക. നമ്മളെ ബ്രെയിനിനെ ഒന്ന് ഫ്രീ ആക്കുക, നമ്മളെ ഗോളുമായിട്ട് അലൈൻ ചെയ്യിപ്പിക്കുക. അതൊക്കെയാണ് അവർ ചെയ്യുന്നത്. അത് കഴിഞ്ഞ് 6:34 നമ്മൾ AI മാസ്റ്റർ മൈൻഡ് ആണ്. ഈ രംഗത്ത് നമ്മുടെ പുതിയ ടെക്നോളജി. അപ്പോൾ ഇതെല്ലാവർക്കും ഒരു 30 സെക്കൻഡ് സമയം കിട്ടും. അപ്പോൾ നമ്മൾ എല്ലാ ആഴ്ചയും നമ്മുടെ മേഖലയിൽ പുതുതായിട്ട് എന്താണ് വന്നത് അതാണ് നിങ്ങളോട് പറയുന്നത്. ഇപ്പോൾ മേക്കപ്പ് മേഖലയിൽ ഇങ്ങനെ പുതിയ ടൂൾ വന്നിട്ടുണ്ട്. അത് എല്ലാവരും ചെയ്യേണ്ടതാണ്. അത് നിങ്ങൾ പറഞ്ഞു വന്നാൽ 30 സെക്കൻഡ് വീതമാണ് പറയാം. 30 സെക്കൻഡ് നിങ്ങൾ പറയാം. ഏത് മേക്കപ്പ് രംഗത്ത് പുതിയൊരു ടൂൾ വന്നിട്ടുണ്ട്. അത് നമുക്ക് ഇങ്ങനെ ഉപയോഗിച്ച് കഴിഞ്ഞാൽ നമുക്ക് ഫോണിൽ ഇതേപോലെ നമുക്ക് ഒരു ആപ്പ് രൂപത്തിൽ നമുക്ക് ഉപയോഗിക്കാം. നമുക്ക് കാര്യങ്ങൾ അപ്ഡേറ്റ് ചെയ്യാൻ പറ്റുന്ന സാധനം പേരുന്നതാണ്. ഞാൻ പറഞ്ഞു ബ്രാൻഡിങ് മേഖല പുതിയൊരു സാധനം വന്നിട്ടുണ്ട്. അപ്പോൾ നമുക്ക് എളുപ്പത്തിൽ ബ്രാൻഡ് ചെയ്യാനും എളുപ്പത്തിൽ നമ്മളെ വീഡിയോ ക്രിയേറ്റ് ചെയ്യാനൊക്കെ പറ്റുന്നതാണ്. ഞാൻ പറഞ്ഞു അങ്ങനെ ഓരോരുത്തരും അവൈലബിൾ ആയിട്ടുള്ള ആൾക്കാർ ഒരുപാട് ആൾക്കാരുണ്ടാവില്ല. ഉള്ള ആൾക്കാർ വെച്ചിട്ട് അവർ 30 സെക്കൻഡ് വീണ്ടും പറയുന്നുണ്ട്. അത് ഒന്നുമില്ല. നിങ്ങളുടെ മേഖലയിൽ നിങ്ങൾ എന്ത് ചെയ്യണം, നിങ്ങൾ അപ്ഡേറ്റ് ചെയ്യണം എന്നുള്ള അന്വേഷിക്കുകയും ചെയ്യും, പഠിക്കുകയും ചെയ്യും. പിന്നെ മാത്രമല്ല ഒരു എക്സ്പെർട്ട് എൻ്റെ കൂടെ ഉണ്ടാവും, നിങ്ങളുടെ കൂടെ ഉണ്ടാവും. ഒരു എക്സ്പെർട്ട് നിങ്ങളുടെ കൂടെ ഉണ്ടാവും. ഓക്കെ. അപ്പോൾ ഒരു എക്സ്പെർട്ട് 6:59 കറക്റ്റ് ഷാർപ്പ് ഒരു ടോക്കാണ്. എക്സ്പെർട്ടിൻ്റെ ടോക്കാണ് 15 മിനിറ്റ്. ഓക്കെ. അത് ഡീപ്പായിട്ടുള്ള ഒരു മൊത്തത്തിൽ നമ്മൾ ഈ ഒരു രംഗത്ത് എന്തൊക്കെയാണ് നമ്മൾ അപ്ഡേറ്റ്സുകൾ പഠിക്കേണ്ടത് ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ നമുക്ക് പറഞ്ഞു കഴിഞ്ഞാൽ 7:14 ഹീറോ ടോക്കാണ്. നമ്മൾ പങ്ക്ച്വൽ ആണെങ്കിൽ മാത്രമാണ് നമുക്ക് ആ അവസരം കിട്ടുക. അതൊരാൾ നിങ്ങളോട് നിങ്ങളുടെ 30 സെക്കൻഡ് സമയം കൊണ്ട് നിങ്ങളുടെ മിഷനും നിങ്ങളൊന്ന് പരിചയപ്പെടുത്താൻ പറ്റുന്ന ഏറ്റവും നല്ല മനോഹരമായിട്ട് നമ്മൾ ജസ്റ്റ് ഒന്ന് പരിചയപ്പെടാം. അതാണ് അത് ചെയ്യാനുള്ളത്. നമ്മൾ സാധാരണ BNA ചെയ്യുന്ന പോലെ തന്നെ അതൊന്നും കൂടി ഗോൾ ഓറിയന്റഡ് ആയിട്ട് സംസാരിക്കണം. അത് കഴിഞ്ഞിട്ട് പിന്നെ നമുക്കൊരു ടോക്ക് ഉണ്ട് 7:14. ഇത് കുറച്ച് നേരം ഉണ്ടാവുള്ളൂ. അത് കഴിഞ്ഞാൽ കാരണം ഷാർപ്പ് വന്ന ആൾക്കാർ മാത്രമേ ഉണ്ടാവുള്ളൂ. അപ്പോൾ ചില ആൾക്കാർ ടൈം തെറ്റി വന്നിട്ടുണ്ടാകും. അപ്പോൾ കുറച്ച് പേരെ ഉണ്ടാവും. അപ്പം അത് കഴിഞ്ഞാൽ 7:30 വരെയുള്ള സമയം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നെറ്റ്വർക്കിംഗ് ടോക്കാണ്. നെറ്റ്വർക്ക് എന്താണ് ചെയ്യുന്നത്, നമ്മളെ മേഖലയിൽ എങ്ങനെയാണ് നമ്മൾ നെറ്റ്വർക്ക് പോകുന്നത്, അതിൻ്റെ സ്ട്രാറ്റജികളാണ് അവിടെ പറയാം. മിക്കവാറും മുസ്തഫ ആയിരിക്കും ഉണ്ടാവുക. മുസ്തഫ അല്ലെങ്കിൽ വേറെ ആയിരിക്കും ഒരാൾ ചെയ്യുന്നത്. പിന്നെ നമുക്ക് വരുന്നത് എന്താ വെച്ചാൽ പിന്നെ 6:29 നമുക്ക് വരുന്നത് 6:29 വരുന്നത് നമ്മൾ ബ്രാൻഡ് വിസിബിലിറ്റി ടോക്കാണ്. ബ്രാൻഡ് വിസിബിലിറ്റി ടോക്കിൽ പിന്നെ ഷമീർ ആയിരിക്കും കൈകാര്യം ചെയ്യുക. അവിടെ എങ്ങനെയാണ് നിങ്ങളെ ബ്രാൻഡ് വിസിബിലിറ്റി കൂട്ടേണ്ടത്, എന്തൊക്കെയാണ് നിങ്ങൾ ചെയ്യേണ്ടത്, നിങ്ങൾ വീഡിയോ ചെയ്യുമ്പോൾ എന്തൊക്കെ ശ്രദ്ധിക്കണം, അങ്ങനത്തെ കാര്യങ്ങൾ, ആക്ച്വൽ സ്റ്റെപ്സ് ടു ബൂസ്റ്റ് യുവർ പ്രസൻസ്. പിന്നെ 7:39 പറഞ്ഞ ബീസോൾ എന്ന് പറയുന്ന സംഭവമാണ്. ഇത് നിങ്ങൾക്ക് നന്നായിട്ട് ഉപയോഗിക്കാൻ പറ്റും. നിങ്ങൾ ബിസിനസ്സിൽ കഴിഞ്ഞ ഒരാഴ്ച അനുഭവിച്ച എന്തെങ്കിലും പ്രശ്നങ്ങളുണ്ടെങ്കിൽ അത് നിങ്ങൾക്ക് ഇവിടെ പറയാം. ആയിരിക്കും ഓരോ പ്രശ്നം പറയാം. അത് നമ്മൾ എല്ലാവരും കൂടിയിട്ട് മാസ്റ്റർ മൈൻഡ് സോൾ ടു സോൾ കമ്മ്യൂണിക്കേഷൻ എന്ന് പറയും. നമ്മൾ അതിന് സൊല്യൂഷൻ കണ്ടെത്തും. മാസ്റ്റർ മൈൻഡ് ഫോർ മെമ്പേഴ്സ് പ്രസിംഗ് ബിസിനസ് ഇഷ്യൂ. അതാണ് 7:39 മുതൽ 59 വരെയുള്ള സമയം. അതാണ് 7:59. പിന്നെ നമ്മൾ കമ്മ്യൂണിറ്റി ബിൽഡിംഗ് എന്ന് പറയുന്ന സംഭവമാണ് പറയുന്നത്. കാരണം നിങ്ങളെ എന്നും ഇവിടെ ഒരു പിന്നെ ജസ്റ്റ് ഒരു പിന്നെ മെമ്പറായിട്ട് കൊണ്ടുപോകാനല്ല നമ്മൾ ഉദ്ദേശിക്കുന്നത്. നിങ്ങൾക്ക് നിങ്ങളുടേതായ ഒരു കമ്മ്യൂണിറ്റി ബിൽഡ് ചെയ്യാനുള്ള ഒരു ആശയം നിങ്ങൾ ഇപ്പം തന്നെ ആലോചിക്കണം. ഒരു വർഷം കഴിഞ്ഞാൽ നിങ്ങളുടേതായ ഒരു കമ്മ്യൂണിറ്റി, കാരണം നിങ്ങളൊരു ഗോൾ ഉണ്ടല്ലോ 1 ലക്ഷം നിങ്ങളുടേതായ ഒരു കമ്മ്യൂണിറ്റി ബിൽഡ് ചെയ്യാനോ ഉള്ള രൂപത്തിലേക്ക് നിങ്ങൾ മാറ്റും. അപ്പോൾ നിങ്ങളുടേതായ ഒരു കമ്മ്യൂണിറ്റി നമ്മളുടെ സപ്പോർട്ടോട് ഈ സിസ്റ്റം വെച്ചിട്ട് തന്നെ നമുക്ക് ബിൽഡ് ചെയ്യാൻ പറ്റും. അപ്പോൾ അതിനുള്ള സ്ട്രാറ്റജികൾ നിങ്ങൾക്ക് ഇപ്പം തന്നെ പറഞ്ഞു തരും. എങ്ങനെയാണ് പുതിയ കണക്ഷൻസ് ഉണ്ടാക്കുക, നെറ്റ്വർക്ക് ഉണ്ടാക്കുന്നത്, അതാണ് അതിൽ വരുന്നത്. പിന്നെ 8-4 പ്രോഫിറ്റ് മാക്സിമൈസർ ആണ്. അത് ഞാൻ നേരത്തെ പറഞ്ഞു. നമുക്ക് ബാക്കിയുള്ള റവന്യൂ ഉണ്ടാക്കുകയോ നമ്മളെ ഈ പറയുന്ന രൂപത്തിൽ നമ്മളുടെ ടേൺ ഓവർ കൂട്ടലോ ഒക്കെയാണ് എല്ലാവരും പറയും. നമ്മളിവിടെ നെറ്റ് പ്രോഫിറ്റ് കൂട്ടാനുള്ള കാര്യങ്ങൾ അത് കൂട്ടാൻ അത് എന്ത് ചെയ്യണം എന്നുള്ളത് അതിൻ്റെ സ്പെഷ്യലിസ്റ്റ് ഓരോരുത്തർക്ക് സെപ്പറേറ്റ് കാണാം, സെപ്പറേറ്റ് ചെയ്യാം. ഇനിയിപ്പോൾ അത് മാത്രം പഠിക്കണമെങ്കിൽ അതിന് മാത്രം കമ്മ്യൂണിറ്റി വേറെ ഉണ്ട്. അതിലേക്ക് ജോയിൻ ചെയ്താൽ മതി. അത് ഇതിൽ നമുക്ക് കോമൺ ആയിട്ട് ഒരു 10 മിനിറ്റ് നേരം സംസാരിക്കാം. 10 മിനിറ്റ് 5 മിനിറ്റ് നേരം. പിന്നെ പാസീവ് ഇൻകം എങ്ങനെയാണ് നമ്മൾ ക്രിയേറ്റ് ചെയ്യുക, അതിൻ്റെ സ്ട്രാറ്റജി ഒരു സ്പെഷ്യലിസ്റ്റ് പറയും. സെക്കൻഡറി ഇൻകം ക്രിയേറ്റ് ചെയ്യുന്നത് എങ്ങനെയാണെന്നുള്ളത് അത് ഒരാൾ പറയും. അങ്ങനെ
2 ടോക്കൺ അതിൻ്റെ ഇടയ്ക്ക് വരുന്നത്. പിന്നെ ഗ്രോത്ത് ട്രാക്കറാണ്. 19 നമ്മൾ ഗ്രോത്ത് ട്രാക്കറിൽ എന്ത് ചെയ്യുക, നമ്മൾ കറക്റ്റായിട്ട് നമ്മുടെ ഗ്രോത്ത് എങ്ങനെ ചോദിക്കും, നമ്മുടെ ബ്രാൻഡ് വിസിബിലിറ്റി എത്രയാണ് ചോദിക്കുന്നത്, അത് നമ്മൾ എന്ത് ചെയ്യുക, ടൈപ്പ് ചെയ്ത് കയറ്റുക. ഓക്കെ. 8:39 സ്പെഷ്യൽ ഗസ്റ്റ് ഉണ്ടാവും. ഒരാഴ്ച സ്പെഷ്യൽ ഗസ്റ്റ് ഉണ്ട്. ഈ ആഴ്ച ഷെദീബാണ് ഗസ്റ്റായിട്ട് വരുന്നത്. ഓക്കെ. ഒരാഴ്ച കഴിഞ്ഞ ആഴ്ച അതുപോലെ തന്നെ വസീം വ്ളോഗ്സ് ആയിരുന്നു, ഒരു ബ്ലോഗറാണ്, 1 മില്യൺ പിന്നെ ഫോളോവേഴ്സ് ബ്ലോഗറായി. അങ്ങനെ ഓരോ ആഴ്ച വരെ. മുമ്പ് ഡോക്ടർ ഹുസൈൻ മടവ് മറ്റേ മേലാറ്റൂരായിരുന്നു. അതേപോലെ ഓരോ ആളുകൾ. പിന്നെ അതേപോലെ തന്നെ ഫീഡ്ബാക്ക് ആ സമയത്തൊക്കെ ചെയ്യാം. ഓക്കെ. വിർച്വലി ആയിരിക്കും, ചിലപ്പോൾ ഫിസിക്കലി ആവണം, പരമാവധി വിർച്വലി ആയിരിക്കും. ഓക്കെ. അപ്പോൾ ആരും ആവാം, ആരും മേഖലയിലാണ്. പിന്നെ ഫീഡ്ബാക്ക് ആൻഡ് ഷാർപ്പ് ക്ലോസ്, അതാണ് നമ്മുടെ സെഷൻ. ഓക്കെ. ഇത്രയും ടോക്കുകളാണ് നമുക്ക് ഉള്ളത്. ആളുകളുടെ ടോക്കുകൾ ഇത്രയാണ്. 1 2 3 4 5 6 7 8 9 ടോക്കുകൾ. ഇതാണ് നമ്മൾ മൊത്തത്തിൽ 4 പില്ലേഴ്സ്. ഒന്ന് നമ്മൾ ബ്രാൻഡ് വിസിബിലിറ്റി കൂട്ടുക, നെറ്റ്വർക്ക് സ്ട്രോങ് ആക്കുക, പിന്നെ ഫിനാൻഷ്യൽ പെർഫോമൻസ് കൂട്ടുക, ഗോൾ അച്ചീവ് ചെയ്യുക, നമ്മൾ സോഷ്യൽ ഗോൾ അച്ചീവ് ചെയ്യുക. ഇത്രയാണ് നമുക്ക് നമ്മളുടെ കാര്യങ്ങൾ. ഓക്കെ. ഇതാണ് ശരിക്കും പറഞ്ഞാൽ നമ്മളുടെ കോർ വാല്യൂ എന്ന് പറയുന്ന സാധനം. ഒന്ന് ടെക് ആൻഡ് AI ഇൻ്റഗ്രേറ്റഡ് ആയിരിക്കും. അതേപോലെ സ്ട്രാറ്റജിക് നെറ്റ്വർക്കിംഗ് ആണ്. വെറുതെ നമ്മൾ ബന്ധങ്ങൾ ഉണ്ടാക്കുക, സ്ട്രാറ്റജിക് നെറ്റ്വർക്ക് നമ്മളെ വിഷനിലേക്ക് കണക്ട് ചെയ്തിട്ടായിരിക്കും എന്ത് ചെയ്യാതെ ചെയ്യാം. അപ്പോൾ നമ്മളിപ്പോൾ 1 ലക്ഷം ആളുകൾക്ക് സൗന്ദര്യം കൊടുക്കുക എന്നുള്ളതാണെങ്കിൽ അതിലേക്ക് കണക്ട് ചെയ്ത ആളുകളാണ് വേണ്ടത്. ആ നെറ്റ്വർക്ക് നമ്മൾ ബിൽഡ് ചെയ്ത് വെറുതെ കുറേ കാര്യങ്ങൾ ചെയ്യല്ല, അതിനെ മാത്രം ഫോക്കസ് ചെയ്തിട്ട്. പിന്നെ ബ്രാൻഡ് ഡൊമിനൻസ്, നമ്മുടെ മേഖലയിൽ നമ്മൾ ഡൊമിനൻ്റ് ആവാൻ പറ്റുന്ന രീതിയിലുള്ള കാര്യങ്ങൾ. നമ്മളായിരിക്കും ടോപ്പ്. നമ്മളതിലിപ്പോൾ പിന്നെ ഏതെങ്കിലും രീതിയിൽ ഇൻഫീരിയർ ആണ്, നമ്മളതിൻ്റെ സ്ട്രാറ്റജി, നമ്മളതിൻ്റെ രീതി മാറ്റിയിട്ട് നമ്മളതിൽ ഡൊമിനൻ്റ് ആവും. ഓക്കെ. അതാണ് അത് എന്താണെന്നുള്ളത് എങ്ങനെയാണ് വരിക എന്നുള്ളത് ഞാൻ അടുത്തൊരു പ്രസൻറ്റേഷൻ. ഫിനാൻഷ്യൽ അക്കൗണ്ട്, അതായത് ഫിനാൻസ് നമുക്ക് മാസ്റ്റർ ഒരു ഗ്രോത്ത് എക്കണോമിക്സ്, നമ്മൾ ഫണ്ട് കൂട്ടുക എന്നുള്ളതിൽ അതും നമ്മുടെ ഒരു കോർ വാല്യൂ ആണ്. ഓക്കെ. അതുകൊണ്ട് നമ്മൾ പറയുന്നത് വെച്ചാൽ നിലവിലുള്ള നേരത്തെ ഫസ്റ്റ് നമ്മൾ പറഞ്ഞ സാധനം, അതായത് നിങ്ങൾ ഫിനാൻഷ്യൽ ഗ്രോത്ത് ഇന്ന് മുതൽ ഇപ്പോൾ തന്നെ സ്റ്റാർട്ട് ചെയ്യാം, നിർബന്ധമാണ്. ഒരു തരത്തിൽ നിങ്ങൾ നിലവിലുള്ള സാധനം വിടാൻ പാടില്ല. നിലവിലുള്ള സാധനത്തെ മാക്സിമം ബൂസ്റ്റപ്പ് ചെയ്യുക, അതിലേക്ക് മാക്സിമം കസ്റ്റമർ എത്തിക്കുക. അതുകൊണ്ടാണ് ഞാൻ നമ്പർ പറയാനുള്ളത്. അപ്പോൾ ഇന്ന് മുതൽ നിങ്ങൾക്ക് നിങ്ങൾ വിഷനുമായി ബന്ധപ്പെട്ട് സ്റ്റാർട്ട് ചെയ്യാന്നുള്ളത്. 1 ലക്ഷം പേരുടെ സൗന്ദര്യം കൂട്ടുക എന്നുള്ള ഉദ്ദേശമാണെന്നുണ്ടെങ്കിൽ ഇന്ന് ഇപ്പോൾ നിങ്ങളുടെ പ്രധാനപ്പെട്ട നിങ്ങളുടെ ഇൻകം സോഴ്സ് എന്ന് പറഞ്ഞാൽ ഒന്നുമില്ല, നിങ്ങളുടെ ബ്യൂട്ടി പാർലറാണ്. ആ ബ്യൂട്ടി പാർലറിൻ്റെ വരുന്ന ആളുകളുടെ എണ്ണം കൂട്ടണം. അത് കൂട്ടിയാൽ മാത്രമേ നിങ്ങൾക്ക് ഈ ഫിനാൻഷ്യൽ ഗോൾ അച്ചീവ് ചെയ്യാൻ പറ്റൂ. ഇതിനകത്ത് നമ്മൾ വിട്ടുപോയ ഒരു സാധനം, 2 സാധനങ്ങളുണ്ട്, അത് അവിടെ വന്നിട്ടില്ല. ഫിനാൻഷ്യൽ ഗോളാണ്. ഫിനാൻഷ്യൽ ഗോൾ എന്ന് പറഞ്ഞാൽ സൈക്കോളജി ഓഫ് മണി എന്ന് പറയുന്ന പുസ്തകത്തിനെ ബേസ് ചെയ്തിട്ടാണ്. അതിൽ നമ്മൾ ഇൻഫ്ലോ കൂട്ടുക. ഇൻഫ്ലോ ചോദിക്കും, നിങ്ങൾ കഴിഞ്ഞ ആഴ്ച നിങ്ങൾക്ക് വന്നപ്പോഴാണ്. അപ്പോൾ അത് ഇൻഫ്ലോ കൂട്ടാൻ വേണ്ടി നിങ്ങൾ എന്ത് ചെയ്യുന്നത്, നിങ്ങൾക്ക് എവിടെ നിന്നൊക്കെ ഫണ്ട് വരാനുണ്ടോ മാക്സിമം നിങ്ങൾ എന്ത് ചെയ്യുക, നിങ്ങൾ അക്കൗണ്ടിലേക്ക് എത്തിക്കുക എന്നുള്ളതാണ്. ഔട്ട്ഫ്ലോ കുറക്കുക എന്നുള്ളതാണ്, ചിലവ് പരമാവധി കുറയ്ക്കുക. ഈ 2 കാര്യങ്ങൾ നമ്മൾ പറയുന്നുണ്ട്, നിങ്ങൾ ചെയ്യുക എന്നുള്ളതാണ്. ഓക്കെ. ഈ 2 കാര്യങ്ങളാണ് ചോദിക്കുന്നത്. അപ്പോൾ അത് എന്ത് ചെയ്യാൽ ഈ ഒരു ഇപ്പോൾ ഫോർ എക്സാമ്പിൾ നിങ്ങൾ ഈ ഒരു സിസ്റ്റം പ്രകാരം ഒരാൾ ജോയിൻ ചെയ്തിട്ടുണ്ട്, അയാൾ ജസ്റ്റ് ജോയിൻ ചെയ്തിട്ടുണ്ടാവും, ഇപ്പോൾ അഡ്വാൻസ് പേയ്മെൻറ്റ് കിട്ടിയിട്ടുണ്ടോ, നമ്മൾ ആ അഡ്വാൻസ് പേയ്മെൻറ്റിനപ്പുറം ബാക്കി ഇപ്പോൾ 20,000 രൂപയ്ക്കാണ് അവർ ജോയിൻ ചെയ്തത്. അപ്പോൾ നിങ്ങൾ അടുത്തൊരാഴ്ച ചെയ്യേണ്ടത് അഡ്വാൻസ് പേയ്മെൻറ്റ് ബാക്കി 5,000 രൂപ തന്നിട്ടുള്ളൂ. 20,000 രൂപ നിങ്ങൾ ആ ആഴ്ച തന്നെ വാങ്ങാൻ വേണ്ടി ശ്രമിക്കും. അത് ചെയ്യാൻ പാടില്ല. അത് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇതിനകത്ത് സ്കോർ കുറയും. അപ്പോൾ അത് ചെയ്യാതെ നിങ്ങൾ ഇൻഫ്ലോ ചെയ്യുക, മാക്സിമം കൂട്ടുക. അപ്പോഴാണ് നിങ്ങൾക്ക് ഇതിൽ സ്കോർ വരും. അപ്പം പിന്നെ ഔട്ട്ഫ്ലോ പരമാവധി എന്ത് ചെയ്യുക, അവിടെ ചിലവുകൾ കുറയ്ക്കാൻ വേണ്ടി ശ്രമം നടത്തുക. ഇങ്ങനെ ഈ 2 കാര്യം ചെയ്താൽ നിങ്ങൾ പ്രോഫിറ്റ് മാക്സിമൈസ് ചെയ്യുന്നു. അതിന് വേണ്ടിയാണ് വളരെ സിമ്പിൾ പരിപാടിയാണ്, വേറെ ഒന്നും നിങ്ങൾ ചെയ്യേണ്ട. മാക്സിമം ആഴ്ച എവിടെ നിന്നൊക്കെ ഫണ്ട് വരാനുണ്ട്, നമ്മൾ ഫണ്ട് തരാനുള്ള ഫേസ് ചെയ്യിക്കും. അപ്പോൾ അത് ഫോളോ ചെയ്യാനൊരു സിസ്റ്റം നിങ്ങൾ അവിടെ ബിൽഡ് ചെയ്യുക, നിങ്ങൾ ഒരാളെ കറക്റ്റായിട്ട് ഏൽപ്പിക്കുക, റെഗുലർലി അവരെ ഫോളോ ചെയ്യുക, അർജൻസി പറഞ്ഞുകൊണ്ട് ഫോളോ ചെയ്യുക. ഇന്ന് തന്നെ നമുക്ക് കിട്ടണം എന്നുള്ള രൂപത്തിൽ ഫോളോ ചെയ്യാം. അപ്പോൾ അത് ചെയ്യുക. അപ്പോഴെന്തോ പിന്നെ സോഷ്യൽ ഗോൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അറ്റോമിക് ഹാബിറ്റ്സ് ഓഫ് ജെയിംസ് ക്ലിയറിൻ്റെ പുസ്തകത്തിനെ ബേസ് ചെയ്തിട്ടുണ്ട്. നമ്മൾ സോഷ്യൽ ഗോൾ വേറെ ഒന്നുമില്ല, നിങ്ങൾക്ക് ഇപ്പോൾ ഞാൻ പറഞ്ഞു തന്നു. നമ്മൾ പറഞ്ഞ കണക്ക് പ്രകാരം നിങ്ങൾ ഒരാഴ്ചയിൽ നിങ്ങൾ 100 പേരെ എത്ര ആഴ്ചയിൽ നമ്മൾ പറഞ്ഞത് 100 പേരാണ്. 100 പേരാണെങ്കിൽ 100 പേര് എന്ന് പറഞ്ഞാൽ ഒരു ദിവസം നമ്മൾ എത്ര പേരാണ്, 15 പേര്, 20 പേരിലേക്ക് നമ്മൾ എത്തിയേ പറ്റൂ. അതിലേക്ക് നമ്മൾ എന്ത് ചെയ്യുക, ആ സോഷ്യൽ ഗോളിലേക്ക് എത്തുക. ഓക്കെ. അതേപോലെ തന്നെ സ്റ്റേക്ക് ഹോൾഡേഴ്സ് 100, അത് നേരത്തെ നമ്മൾ പറഞ്ഞാൽ 100 ഉണ്ടല്ലോ, ആ 100ആണ്.
അപ്പോൾ 100 പേരെ നിങ്ങൾ എന്ത് ചെയ്യും, നിങ്ങളെ സപ്പോർട്ട് ചെയ്യുന്ന 100 പേരെയും നിങ്ങൾ കൊളാബറേറ്റ് ചെയ്യണം. ഇപ്പോൾ നിങ്ങളെ കൂടെ ഒരു ഡോക്ടർ വന്നു, അങ്ങനത്തെ ഒരു 100 പേരെ നിങ്ങൾ ഒരു വർഷം കൊണ്ട് നിങ്ങൾ എന്ത് ചെയ്യണം, ഉണ്ടാക്കണം. അപ്പോൾ ആ ഒരു വർഷം കൊണ്ട് 100 പേരെ ഉണ്ടാക്കണം. അങ്ങനെ ഡിവൈഡ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങളെ സംബന്ധിച്ചിടത്തോളം ഒരു 2 ദിവസം കൂടുമ്പോഴെങ്കിലും അല്ലെങ്കിൽ 3 ദിവസം കൂടുമ്പോഴെങ്കിലും ഒരു പുതിയൊരു കൊളാബറേറ്റർ നിങ്ങളായിട്ട് അസോസിയേറ്റ് ചെയ്യണം. ഓക്കെ, അപ്പോൾ അതിൽ ഏറ്റവും എളുപ്പമുള്ള മാർഗ്ഗം അത് നേരെ കൊണ്ടുവന്ന് ഇതിലേക്ക് ഇടുക എന്നുള്ളതാണ്. 360 ഡിഗ്രി കമ്മ്യൂണിറ്റിയുടെ പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ നിങ്ങൾ ഒരാളെ കൊണ്ടുവന്നു കഴിഞ്ഞാൽ, ഇപ്പം BNA നമ്മൾ ഒരാളെ കൊണ്ടുവന്നു കഴിഞ്ഞാൽ അത് BNAയുടേതായിട്ട് മാറുക ചെയ്യാം. ഇവിടെ നിങ്ങളോട് കൊണ്ടുവരാൻ പറയുന്നത് എന്തിനാ വെച്ചാൽ നിങ്ങളൊരു കമ്മ്യൂണിറ്റി ബിൽഡ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. ഓക്കെ, അപ്പോൾ നിങ്ങളുടെ കാറ്റഗറിയിൽ പെട്ട ഒരാളെ നിങ്ങളിലേക്ക് കൊണ്ടുവന്നു കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ടും നിങ്ങളുടെ കമ്മ്യൂണിറ്റി ആയിട്ട് മാറും. നിങ്ങളുടെ ഗോൾഡ് കമ്മ്യൂണിറ്റി ആയിട്ട് മാറുക ചെയ്യാം. അല്ലാതെ അത് നമ്മളെടുക്കല്ലേ ചെയ്യാം, അത് നിങ്ങൾക്ക് വേണ്ടി തന്നെ റീബിൽഡ് ചെയ്ത് തരികയാണ് ചെയ്യുക. അപ്പോൾ അത് നിങ്ങളെ സ്റ്റാഫ് ആവാം, 4 തരത്തിലുള്ള ആളുകളെയാണ് നിങ്ങൾ കൊണ്ടുവരുന്നത്. അതിൽ നിങ്ങൾ സ്റ്റേക്ക് ഹോൾഡർ ആവാം, നിങ്ങൾ കൊളാബറേറ്റർ ആവാം. ഇങ്ങനത്തെ ആളുകൾ എന്ത് ചെയ്യാം, നിങ്ങൾ ഇതിന്റെ പാർട്ടാക്കി കഴിഞ്ഞാൽ അവരെ നമ്മൾ മോൾഡ് ചെയ്ത് നിങ്ങൾക്ക് തന്നെ തിരിച്ചു തരും. അത് നമ്മളെടുക്കല്ലേ ചെയ്യാം, നിങ്ങളുടെ കമ്മ്യൂണിറ്റി ബിൽഡ് ചെയ്യുക എന്നുള്ളത്. ബാക്കിയുള്ള കാര്യങ്ങൾ നേരത്തെ പറഞ്ഞു. പിന്നെ ഇതിനകത്ത് നിങ്ങൾ എന്തൊക്കെ കാര്യങ്ങളാണ് നിങ്ങളെ മെഷർ ചെയ്യുക എന്നുള്ളത്. നിങ്ങൾ ബ്രാൻഡ് വിസിബിലിറ്റി മെഷർ ചെയ്യും, നിങ്ങളെ നെറ്റ്വർക്ക് സ്ട്രെങ്ത് മെഷർ ചെയ്തുകൊണ്ടിരിക്കും. അതുപോലെ നിങ്ങളെ സിസ്റ്റവും സ്ട്രാറ്റജി നിങ്ങൾ ഇംപ്ലിമെന്റ് ചെയ്യുന്നുണ്ടോ എന്നുള്ളത് മെഷർ ചെയ്യും. അതേപോലെ നിങ്ങൾ ഫിനാൻഷ്യൽ ഇൻഫ്ലോയും ഔട്ട്ഫ്ലോയും നോക്കും. ഇൻഫ്ലോ കൂടണം, ഔട്ട്ഫ്ലോ കുറയണം. സോഷ്യൽ ഗോൾ എന്ത് ചെയ്യണം, അത് നിങ്ങൾ അച്ചീവ് ചെയ്തുകൊണ്ടിരിക്കണം. ഓക്കെ, അതുപോലെ പങ്ക്ച്വാലിറ്റി ആൻഡ് ഡിസിപ്ലിൻ നിർത്തണം, പബ്ലിക് റെസ്പെക്ട്. ഇത്രയും കാര്യങ്ങൾ നമ്മൾ എന്ത് ചെയ്യും, നോക്കുമെന്നുള്ളതാണ്. അപ്പോൾ ഇതിൽ നമ്മൾ ഇത്രയും കാര്യങ്ങൾ ഇപ്പം നമ്മൾ ചെയ്തിരിക്കുന്നത് നമ്മൾ സ്റ്റോപ്പ് റൺ, ഇതാണ് നമ്മളെ ഒരു അവസാനം പറയുക. ഒന്ന് നിങ്ങളെ നിഷിൽ നിൽക്കുക, അത് നിങ്ങളെ സിസ്റ്റത്തിൽ നിൽക്കുക. പിന്നെ അതേപോലെ തന്നെ ആർ യു റെഡി ടു സ്റ്റോപ്പ് യുവർ റണ്ണിങ് യുവർ ബിസിനസ്. ഇപ്പം നിങ്ങൾ ബിസിനസ് ഓടിച്ചുകൊണ്ടിരിക്കുകയാണ്, എല്ലാവരും ബിസിനസ് റൺ ചെയ്തുകൊണ്ടിരിക്കുക. അത് മാറിയിട്ട് സ്റ്റാർട്ട് ഓവിങ് യുവർ ഇൻഡസ്ട്രി. നിങ്ങൾ ഇൻഡസ്ട്രിയിൽ എന്ത് ചെയ്യുക, മൊത്തത്തിൽ ഓവ് ചെയ്യാന്നുള്ളതാണ്. അതെങ്ങനെയാണെന്നുള്ളത് ഞാൻ അടുത്ത ഒരു സംഭവത്തിൽ നിങ്ങൾക്ക് പറഞ്ഞുതരാം. അതിൻ്റെ സിസ്റ്റം എങ്ങനെയാണെന്ന് വെച്ചാൽ നിങ്ങൾ ഒരു വർഷം നിങ്ങൾ ഈ ഒരു സിസ്റ്റത്തിൽ എന്ത് ചെയ്യുക, മുന്നോട്ട് പോകാം. ഇതാണ് ഇപ്പം നമ്മളെ സിസ്റ്റം. ഇത് നിങ്ങൾ മുന്നോട്ട് പോയി കഴിഞ്ഞാൽ ഒരു വർഷം കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ നമ്മൾ തുടങ്ങുന്നത് നിങ്ങളുടെ ഒരു കമ്മ്യൂണിറ്റി ബിൽഡ് ചെയ്യുക. അവിടെയാണ് നിങ്ങൾ ഈ പറയുന്ന ഓവിങ് ആൻഡ് ഇൻഡസ്ട്രി, ആ ഇൻഡസ്ട്രീനെ മൊത്തത്തിൽ നിങ്ങൾ ഓൺ ചെയ്യുക എന്നുള്ളത് നിങ്ങൾ പറഞ്ഞു തരും. ഒരു വർഷം നിങ്ങൾ ഇതിൻ്റെ കൂടെ യാത്ര ചെയ്യുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാക്കുക എത്രത്തോളം നിങ്ങൾക്ക് യൂസ്ഫുൾ ആണെന്നുള്ളത്. അപ്പോൾ അതിനനുസരിച്ച് നിങ്ങൾ എന്ത് ചെയ്യുക, നിങ്ങളൊരു കമ്മ്യൂണിറ്റി ബിൽഡ് ചെയ്യുന്നതിനെ പറ്റി ചിന്തിക്കുക. കമ്മ്യൂണിറ്റി ബിൽഡ് ചെയ്യുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പം നിങ്ങൾക്കിപ്പം വേണമെങ്കിൽ എന്ത് ചെയ്യുക വെച്ചാൽ നിങ്ങൾക്ക് ഒരു ഇൻകം ജനറേറ്റ് ചെയ്ത് മുന്നോട്ട് പോകുന്നുണ്ടെങ്കിൽ മുസ്തഫാന്റെ കമ്മ്യൂണിറ്റി വരുന്നത്, മുസ്തഫാന്റെ കമ്മ്യൂണിറ്റി നിങ്ങൾക്ക് നിങ്ങളുടെ കമ്മ്യൂണിറ്റിയുമായിട്ട് യോജിക്കുന്നതായിട്ട് തോന്നുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അതിലെന്ത് ചെയ്യാം, നിങ്ങൾക്ക് വർക്ക് ചെയ്യാം. മുസ്തഫ കമ്മ്യൂണിറ്റി ബിൽഡ് ചെയ്യുന്ന സമയത്ത് അതിന് നിങ്ങൾ സപ്പോർട്ട് ചെയ്യുക. നിങ്ങൾ ആ കമ്മ്യൂണിറ്റി സപ്പോർട്ടറായിട്ട് വേണമെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, അതിൻ്റെ കൂടെ ജോയിൻ ചെയ്താൽ നിങ്ങൾക്ക് ഇൻകവും കിട്ടും. ഇൻകം കിട്ടുന്ന രീതിയിൽ ഇതിൽ നിന്ന് എക്സ്ട്രാ, കാരണം നിങ്ങളുടേതായ മേഖലയിൽ നിന്നുകൊണ്ടുള്ള ഇൻകം. അപ്പോൾ നിങ്ങളിപ്പോൾ മീൻ കച്ചവടം ചെയ്തിട്ട് ഇൻകം കിട്ടിയിട്ട് കാര്യമില്ല. അതേസമയം നിങ്ങളുടേതായ ഒരു കമ്മ്യൂണിറ്റിയിൽ നിന്നിട്ട് നിങ്ങൾക്ക് ഇൻകം കിട്ടുകയാണെങ്കിൽ അത് ബ്യൂട്ടിഫുൾ ആണ്. അപ്പോൾ ആ രീതിയിൽ വേണമെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, മുസ്തഫാനോടുമായിട്ട് അസോസിയേറ്റ്. നിങ്ങൾക്ക് ഡയറക്റ്റ്ലി ഇപ്പോൾ കമ്മ്യൂണിറ്റി ബിൽഡ് ചെയ്യാൻ പറ്റില്ല. മുസ്തഫാൻ്റെ ഒരു വർഷം കഴിഞ്ഞാണ് മുസ്തഫാൻ്റെ കമ്മ്യൂണിറ്റി നമ്മൾ സെപ്പറേറ്റ് കമ്മ്യൂണിറ്റി നമ്മൾ ബിൽഡ് ചെയ്തത്, ഡോക്ടറുടെ കമ്മ്യൂണിറ്റി നമ്മൾ ബിൽഡ് ചെയ്യുന്നത്. അപ്പോൾ ഒക്കെ അവർക്ക് വേണ്ടി നമ്മൾ കമ്മ്യൂണിറ്റി ബിൽഡ് ചെയ്തത്. കമ്മ്യൂണിറ്റി എന്തിനാണ് ബിൽഡ് ചെയ്യുന്നത് വെച്ച് കഴിഞ്ഞാൽ ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ നിങ്ങളുടെ ഡ്രീം അച്ചീവ് ചെയ്യുന്ന ഒരു ടീമാണ്. ഒരു 1000 പേരുടെ ഒരു സംഭവമാണ്. മുസ്തഫയും 1000 പേരെ ബിൽഡ് ചെയ്യുന്നതാണ്. അപ്പം അതിൽ 100 പേരെയാണ് ഈ ഒരു വർഷം ടാർഗറ്റ് ചെയ്യുന്നത്. 100 പേരെ ഈ ഒരു വർഷം 100 പേരെ ബിൽഡ് ചെയ്യുന്നത്. അതിലേക്കാണ് ഇപ്പോൾ ഡോക്ടർ ഇപ്പം നിങ്ങളിപ്പോൾ ഇപ്രാവശ്യം ജോയിൻ ചെയ്യുമ്പോൾ നിങ്ങളെ സംബന്ധിച്ചിടത്തോളം നിങ്ങൾ 100 പേരെ നിങ്ങൾ എന്ത് ചെയ്യണം, നിങ്ങളുടെ ബിസിനസ്സുമായിട്ട് അലൈൻ ചെയ്തിട്ടാണ് വരുന്നത്. ഇനി അടുത്ത വർഷം നിങ്ങൾ ചെയ്യുന്നത് നിങ്ങളുടെ കമ്മ്യൂണിറ്റി ബിൽഡിങ്ങിൽ 100 പേരെയാണ്. ഇപ്പോൾ ഡോക്ടറുടെ പ്രോഗ്രാം ഇപ്പോൾ കഴിഞ്ഞ ദിവസം മെഡിക്കൽ കമ്മ്യൂണിറ്റി പ്രോഗ്രാം കഴിഞ്ഞ ദിവസം നടന്നത് 22 പേരാണ് ആ മീറ്റപ്പിൽ പങ്കെടുത്തത്. നമ്മൾ ആകെ 15 പേരെയാണ് നമ്മൾ ആകെ ഐഡിയൽ നമ്പർ. 5 പേരാണ് നമ്മൾ കമ്മ്യൂണിറ്റി ഫസ്റ്റ് മീറ്റിംഗ് നമ്മൾ. പക്ഷേ ഡോക്ടർ 22 പേര് പറഞ്ഞു. അവരുടെ ക്ലസ്റ്റർ മീറ്റിംഗ് ഇന്നലെ കഴിഞ്ഞു. അപ്പം ആദ്യം ഞാൻ അതിൻ്റെ കറക്റ്റ് രൂപം പറഞ്ഞുതരാം. വേറെ സ്ലൈഡ്. അവരുടെ കമ്മ്യൂണിറ്റിയുടെ സ്ലൈഡ് വെച്ചിട്ട് തന്നെ പറഞ്ഞുതരാം. ഈ സ്ലൈഡ് വെച്ചിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുക, അപ്പോൾ ഒരു വന്ന ഉടനെ തന്നെ ഒരു ഫോട്ടോ എടുത്താണ്. സബിൻ ഡോക്ടറാണ് ഒരു വന്ന ഉടനെ തന്നെ അവർ ലൈവായിട്ട് കാണിച്ചു കൊടുത്തത്. ഏകദേശം ഒരു 3:58 എടുത്ത ഫോട്ടോ ആയിരുന്നു. പക്ഷെ പോകാൻ നേരത്ത് ഫുള്ളായത്. ഇതേ രീതിയിലാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, നമ്മളൊരു മോഡൽ സൃഷ്ടിക്കുന്നത്.
ഇതാണ് ഇത് നിങ്ങളുടെ നിങ്ങളുടെ ഒരു ഐഡിയ. നമ്മൾ നേരത്തെ പറഞ്ഞ ആളുകളെ ബ്യൂട്ടി അത് നമ്മൾ ഇങ്ങനെ വലുതാക്കി ഈ രീതിയിൽ വലുതാക്കി ഇതിനൊരു ഗ്ലോബൽ ലെവലിൽ കൊണ്ടുപോകുന്നതാണ് ഈ രീതിയിൽ. ഈ ജേർണി ഈസ് നോട്ട് എ സ്ട്രേറ്റ് ലൈൻ. ഇത് ഇങ്ങനെ വളരുന്ന ഒരു മോഡലാണ്. ഇതാണ് അത് നമ്മൾ നോക്കേണ്ടത് ഈ രീതിയിലാണ്. നമ്മളെ കയ്യിൽ ഒരു ആശയമാണ്, ആശയം ഒരു എഞ്ചിനാണ്. ഇതാണ് ഈ ആശയമായിട്ട് നിങ്ങൾ എൻ്റെ അടുത്ത് വരുന്നത്. ഇവിടെ വെച്ച് നിങ്ങൾ ഇതിൻ്റെ ഒരു എഞ്ചിൻ ഫോം ചെയ്യും ഒരു വർഷം കൊണ്ട്. ഒരു എഞ്ചിൻ ഫോം ചെയ്യാൻ നിങ്ങളുടെ ഉള്ളിലുള്ള ടീമിനെ തന്നെ ബിൽഡ് ചെയ്ത് നിങ്ങളുടേതായ ഒരു പൊട്ടൻഷ്യൽ നിങ്ങൾ ക്രിയേറ്റ് ചെയ്യും. മൂന്നാമത്തെ സ്റ്റെപ്പ് നിങ്ങളുടേതായ ഒരു എക്കോസിസ്റ്റം ബിൽഡ് ചെയ്യും. എക്കോസിസ്റ്റമാണ് ശരിക്കും പറഞ്ഞാൽ നിങ്ങൾക്ക് അൾട്ടിമേറ്റ്ലി നിങ്ങൾക്ക് വേണ്ട ബിസിനസ് മോഡൽ. ബാക്കിയുള്ള ബിസിനസ് മോഡലുകൾക്കും പോയിട്ടുണ്ട്. എക്കോസിസ്റ്റത്തിന് എക്സാമ്പിൾ എന്ന് വെച്ചാൽ നിങ്ങൾക്ക് ഏറ്റവും സിമ്പിളായിട്ട് മനസ്സിലാകുന്ന എക്കോസിസ്റ്റം BNI ആണ്. BNI അപ്പോൾ നമ്മൾ BNI എങ്ങനെ വർക്കാവണം? BNIക്ക് ഇൻഫ്രാസ്ട്രക്ചർ ഉണ്ടോ? ഇല്ല. ഓഫീസ് ഉണ്ടോ? ഒന്നുമില്ല. BNI ആളുകൾ മാത്രമാണ്. BNI ആളുകളെയാണ് BNI ക്രിയേറ്റ് ചെയ്തത്. എന്നാൽ ഒരു സ്റ്റാഫ് പോലും ശമ്പളം കൊടുക്കുന്ന സ്റ്റാഫ് പോലും ഇല്ല. അതേ മോഡലാണ് നമ്മളിവിടെ ബിൽഡ് ചെയ്തത്. നമ്മുടെ എക്കോസിസ്റ്റം എന്നുള്ള രീതിയിലാണ് നമ്മളും ബിൽഡ് ചെയ്ത് വെച്ചിട്ടുള്ളത്. അപ്പോൾ ആ രീതിയിൽ ഒരു എക്കോസിസ്റ്റത്തിനെ നിങ്ങൾക്ക് ബിൽഡ് ചെയ്യുക എന്നുള്ളതിലേക്കാണ് നമ്മൾ പോകുന്നത്. അതിൽ ആദ്യം നിങ്ങൾ ആശയമായിട്ട് വന്ന് ഒരു വർഷം നിങ്ങൾ എന്ത് ചെയ്യുക, ഈ ഒരു എഞ്ചിൻ വർക്ക് ചെയ്യുക. നിങ്ങളുടെ ഉള്ളിലുള്ള സംഭവങ്ങൾ സെറ്റ് ചെയ്യാൻ വേണ്ടി നോക്കുക. അത് കഴിഞ്ഞിട്ടാണ് നിങ്ങൾ അതിനെ എക്കോസിസ്റ്റം എന്നുള്ള രൂപത്തിലേക്ക് മാറ്റേണ്ടത്. ഓക്കെ. അപ്പോൾ ഈ രീതിയിൽ നിങ്ങൾ പോകാൻ വേണ്ടി ഒന്നാമത്തെ നിങ്ങളുടെ സംഭവം നമ്മൾ ഫൗണ്ടേഷൻ സ്റ്റോറി എന്ന് പറഞ്ഞാൽ ഒന്നുമില്ല. നിങ്ങളിപ്പോൾ ഈ പറഞ്ഞ സംഭവം തന്നെയാണ്. നിങ്ങളിപ്പം ഈ പറയുന്ന 1 ലക്ഷം സ്ത്രീകളുടെ സൗന്ദര്യത്തിന് അവരെ മേക്കിംഗ് ചെയ്യുക എന്നുള്ള പ്രോസസ്സാണ് നിങ്ങൾക്ക്. അതാണ് സ്റ്റോറി. രണ്ടാമത് ഇന്റലക്ച്വൽ പ്രോപ്പർട്ടി. ഇന്റലക്ച്വൽ പ്രോപ്പർട്ടി എന്ന് പറഞ്ഞാൽ അത് നിങ്ങൾ രണ്ടാമത് ചെയ്യേണ്ടതാണ്. കാരണം നിങ്ങൾ വളരണമെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ബ്രാൻഡിനെ ഒരു ഇന്റലക്ച്വൽ പ്രോപ്പർട്ടി ആക്കി മാറ്റും. അപ്പോൾ അതിന് വാല്യൂ വരും. അപ്പോൾ അതാണ് ഞാൻ പറയുന്നത്. നിങ്ങളുടെ പേര് നെയിമിംഗ് നോക്കി ചെയ്യുമ്പോൾ അടുത്ത സ്റ്റെപ്പിൽ ചെയ്താൽ മതി. അവിടെ നിങ്ങൾ ഇന്റലക്ച്വൽ പ്രോപ്പർട്ടി ആക്കി മാറ്റി നിങ്ങൾ സേഫായി ഈ ഒരു ആശയത്തിനെ വളരാനും കൊണ്ടുപോകും. മൂന്നാമത്തെ മാഗ്നറ്റിക് വിസിബിലിറ്റി എന്ന് പറഞ്ഞാൽ പിന്നെ നമ്മൾ നിരന്തരമായിട്ട് നമ്മുടെ വിസിബിലിറ്റി കൂട്ടിയിട്ട് ആളുകളെ നമ്മളിലേക്ക് അട്രാക്ട് ചെയ്യുന്ന രീതി. ഇതാണ് നിങ്ങൾ ആദ്യത്തെ സ്റ്റെപ്പിൽ ചെയ്യേണ്ടത്. ഒന്നുകൂടി ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞാൽ ഡിഫൈൻ യുവർ 10 വർഷത്തെ നിങ്ങളുടെ ഡെസ്റ്റിനീസ്. ഇപ്പം നമ്മൾ സംസാരിച്ച് കഴിഞ്ഞു. നിങ്ങളുടെ വിഷൻ മൈക്രോ പൊസിഷനിങ് ഇതെല്ലാം ഇപ്പം നമ്മൾ ചെയ്ത് കഴിഞ്ഞു. ഇതിൽ വരുന്ന ആളുകൾക്ക് കിട്ടുന്ന കേട്ടോ. ഇപ്പം നിങ്ങളിപ്പോൾ ഒരാളെ കൊണ്ടുവരികയാണെങ്കിൽ അയാൾക്ക് നമ്മൾ അങ്ങനെ ചെയ്യുന്നത് അല്ല. അയാൾ നിങ്ങളെ അണ്ടറിൽ കൊണ്ടുവരിക അല്ലെങ്കിൽ എൻ്റെ അണ്ടറിൽ കൊണ്ടുവരിക ആ സിസ്റ്റം അല്ല. അവർക്ക് സ്വതന്ത്രമായിട്ട് വളരാൻ കഴിയും. പക്ഷെ അവർ വളരുന്നത് നിങ്ങളുടെ ഒരു എക്കോസിസ്റ്റത്തിൻ്റെ ഉള്ളിലായിരിക്കും. മനസ്സിലായി? രണ്ടാമത് നിങ്ങളുടെ IP ബ്രാൻഡ് എന്ന് പറയുന്നത് നിങ്ങൾക്ക് നിങ്ങളിപ്പോൾ ഈ ചെയ്യുന്ന എഫേർട്ടിന് 10 ഇരട്ടി നിങ്ങൾക്ക് റിസൾട്ട് കിട്ടും എന്ന് പറഞ്ഞാൽ സിമ്പിളാണ്. മാഡം ഇപ്പോൾ ഇവിടെ ബിൽഡ് ചെയ്യുന്ന കൂട്ടത്തിൽ നിങ്ങൾ എന്ത് ചെയ്യുക, നിങ്ങളുടെ ഒരു ബ്രൈഡ് അല്ലെങ്കിൽ ആ ഒരു ഞാൻ മുമ്പ് നിങ്ങളോട് പറയുന്നു ആ പേര് നിങ്ങൾ ശ്രദ്ധിച്ചാണ് ഇട്ടുള്ളത് എന്നുള്ളത്. ഇപ്പോൾ മുസ്തഫാന മിസ്റ്റർ മസ്റ്റ് എന്നുള്ള ഒരു ബ്രാൻഡ് എന്താവും കുറച്ച് കഴിയുമ്പോൾ ഈ ഒരു എക്കോസിസ്റ്റത്തിൽ ഈ സാധനത്തിന് വാല്യൂ കൂടും. മുസ്തഫ ഫൈനലി എന്ത് ചെയ്യാന്ന് വെച്ചാൽ ഈ മിസ്റ്റർ മസ്റ്റ് എന്നുള്ളത് കോടികൾക്ക് വിൽക്കുകയാണ് ചെയ്യാം. മനസ്സിലായില്ലേ? എക്കോസിസ്റ്റം കാരണം അത്രയും എക്കോസിസ്റ്റം യെസ്. അപ്പൊ ആ ഒരു സാധനത്തിന് ആ ഒരു ബ്രാൻഡിനെ മുസ്തഫ എന്ത് ചെയ്യും, ഒരു 10 വർഷം കഴിഞ്ഞ് ആ ബ്രാൻഡിന് ഒരു 500 കോടി രൂപയ്ക്ക് വിൽക്കുക. അപ്പോഴേ മുസ്തഫ ഇപ്പോൾ എടുക്കുന്ന ആ വർക്കിനുള്ള റിസൾട്ട് കിട്ടും. അത് വിൽക്കുന്ന ആ പേര് മാത്രമേ കിട്ടുള്ളൂ. ആ പേര് മാത്രം. ആ പേര് എന്ത് ചെയ്യും, അത് ഏതെങ്കിലും മൾട്ടിനാഷണൽ കമ്പനി പർച്ചേസ് ചെയ്യും. മുസ്തഫാക്ക് ഒരു 50% സ്റ്റേക്ക് കൊടുക്കും. അതിന്റെ പകുതി മുസ്തഫാക്കാണ്. 500 കോടി രൂപ ക്യാഷ് ആയിട്ട് കൊടുക്കും. അതോടുകൂടി അവരുടേതായി മുസ്തഫാന്റേതായി. ആ ഒരു രീതിയിൽ ഇത് ചെയ്തിട്ടാണ് നമ്മൾ മിസ്റ്റർ മസ്റ്റ് ഉണ്ടാക്കി ചെയ്യുന്നത്. അപ്പോൾ അതാണ് നമ്മൾ പിന്നെ അതുകൊണ്ടാണ് നമ്മൾ IP ബ്രാൻഡ് ചെയ്യണമെന്ന് പറഞ്ഞത്. പിന്നെ എന്താ വെച്ചാൽ മാക്സിമം മാഗ്നറ്റിക് വിസിബിലിറ്റി നമ്മളിലേക്ക് ആളുകൾ അട്രാക്ട് ചെയ്യാൻ പറ്റും. അതിനാണ് നമ്മൾ ഇവിടേക്ക് വന്നത്. ഇവിടേക്ക് വന്നത് നിങ്ങളിലേക്ക് ആളുകൾ അട്രാക്ട് ചെയ്യാൻ പറ്റുന്ന മെത്തേഡാണ് നമ്മൾ ചെയ്യുന്നത്. ഇവിടെ വെച്ച് നമ്മൾ പേഴ്സണൽ ബ്രാൻഡ് ചെയ്യും. പ്രൊജക്ട് യുവർ കോർ ഐഡന്റിറ്റി. നിങ്ങൾ ആ കോർ ഐഡന്റിറ്റിയിലേക്ക് ആളുകൾ, അതായത് ഇതേ രൂപത്തിൽ ചെയ്യാൻ ആഗ്രഹിക്കുന്ന ആളുകളെ മുഴുവൻ നിങ്ങളിലേക്ക് അട്രാക്ട് ചെയ്യാം. 4 തരത്തിലുള്ള ആളുകളെയാണ് വേണ്ടത്. ഞാൻ മുമ്പ് നിങ്ങളോട് പറഞ്ഞിരുന്നു. അതിനുവേണ്ടി ആ 4 തരത്തിലുള്ള ആളുകളെ അട്രാക്ട് ചെയ്യുമ്പോൾ നിങ്ങൾ പേഴ്സണൽ ബ്രാൻഡ് ചെയ്യുന്നു, സ്ട്രാറ്റജിക് ബ്രാൻഡ് ചെയ്യുന്നു, യൂണീക് ബ്രാൻഡിങ് ചെയ്യുന്നു. ഈ കാര്യങ്ങളൊക്കെ ചെയ്യുന്നു. അപ്പോൾ 4 തരത്തിലുള്ള ആളുകൾ നിങ്ങളിലേക്ക് വരും. ആ 4 തരത്തിലുള്ള ആളുകളാണ് നിങ്ങളുടെ സംഭവത്തിന് മുന്നോട്ട് കൊണ്ടുപോകുക. അതിൽ ഇനി രണ്ടാമത്തെ പില്ലർ എന്ന് പറഞ്ഞാൽ നിങ്ങളുടെ എഞ്ചിനാണ്, ബിസിനസിന്റെ എഞ്ചിൻ. അതിൽ നിങ്ങൾക്ക് പെട്ടെന്ന് 4 തരത്തിലുള്ള ഒരു വിഭാഗമാണ് നിങ്ങളെ കോർ ടീം. കോർ ടീം എന്ന് പറഞ്ഞാൽ നിങ്ങളെ ആശയത്തിൽ നിങ്ങളെ കൂടെ നിന്ന് നിങ്ങളെ 7 to 24 hours നിങ്ങളെ കൂടെ നിന്ന് ഈ ഒരു ആശയത്തിനൊപ്പം അലൈൻഡ് ആയിട്ട് പോകുന്ന, എന്നാൽ അവർക്ക് സ്വന്തമായിട്ട് വിഷൻ ഉണ്ടാവും. ആ ടീമാണ്. ഇപ്പം നിങ്ങളുടെ ടീമിൽ നിങ്ങളെ സ്ഥാപനത്തിൽ വളരെ കാലങ്ങളായി നിങ്ങൾ കൂടെ നിൽക്കുകയും നിങ്ങളെ വളരെയധികം നിങ്ങളെ കൂടെ യാത്ര ചെയ്യണം, സുധച്ചേച്ചിയുടെ കൂടെയാണ് ഞാൻ പോകുന്നത് എന്ന് പറയുന്ന ആൾക്കാരുണ്ടാവും. ആ ആളാണ് യഥാർത്ഥത്തിൽ നിങ്ങളെ കോർ ടീം എന്ന് പറയുന്നത്. 100% സ്റ്റാഫല്ല. അവൻ രാവിലെ 9 മണിക്ക് വന്ന് വൈകുന്നേരം 5 മണിക്ക് പോകുന്ന ആളല്ല. മറിച്ച് വിഷൻ ബേസ് ചെയ്ത് നിങ്ങളെ കൂടെ നിൽക്കുന്ന ഒരാൾ. ആ കോർ ടീമാണ് നിങ്ങൾക്ക് വേണ്ടത്. എഞ്ചിൻ എന്ന് പറഞ്ഞത് യുവർ കോർ
പ്രൊവൈഡ്സ് ദ ഐഡന്റിറ്റി, ദ എഞ്ചിൻ പ്രൊവൈഡ്സ് മൊമെന്റം. അതായത് ഈ കോറിലാണ് നിങ്ങൾ ഐഡന്റിറ്റി നേരത്തെ കാണിച്ചത്. ഈ എഞ്ചിനാണ് നിങ്ങൾ പ്രൊവൈഡ് മൊമെന്റം. ഇത് ചലിക്കണം, ഈ ആശയത്തിൽ നിങ്ങൾ നിന്നാൽ പോലെ ആശയം മൂവ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ആ ടീം വേണം, അവരാണ് വേണ്ടത്. അപ്പോഴാണ് ഈ സാധനം ചലിക്കാൻ നിൽക്കുള്ളൂ. ദിസ് ഈസ് ദ മെഷീനറി ഓഫ് ദ റിലക്റ്റൻസ് ഗ്രോത്ത്. നിങ്ങൾ സ്റ്റോപ്പ് ചെയ്യാത്ത ഗ്രോത്ത് നിങ്ങൾ പ്രൊവൈഡ് ചെയ്യുന്നത് ഇതാണ്. ഒന്ന് നിങ്ങൾക്ക് കോർ ടീം വേണം, രണ്ടാമത് കോർ ടീം കൃത്യമായിട്ടൊരു സിസ്റ്റത്തിന്റെ ഉള്ളിൽ എന്താവണം. അതായത് അവരെ ട്രാക്ക് ചെയ്യണം, അവരെ എങ്ങനെ പോകുന്നു. ഇപ്പം നമ്മൾ പറഞ്ഞത് നമ്മൾ ഓരോന്നും ട്രാക്ക് ചെയ്യുന്നുണ്ടല്ലോ, അവരുടെ വിസിബിലിറ്റി എന്താണ്. ഇതേപോലെ അവരും എന്താണ് ഈ ഗ്രോത്ത് ട്രാക്ക് ചെയ്യപ്പെട്ടുകൊണ്ട് മൂവ് ചെയ്യണം. അപ്പോഴാണ് ശരിക്കും ഇപ്പം ഈ ചലനത്തിന് ഒരു കൃത്യമായിട്ടൊരു എണ്ണം ഉണ്ടാവുമല്ലോ, ആ സാധനമാണ്. അതേപോലെ തന്നെ അതിൻ്റെ കൂടുതൽ നിങ്ങൾക്ക് എന്താണ് പ്രോഫിറ്റും. പ്രോഫിറ്റ് ഉണ്ടെങ്കിൽ ഇതിന് ഫ്യൂവൽ എന്നാ പറയും. ഈ ഫ്യൂവൽ ഇതിലേക്ക് ഒഴിച്ചു കൊടുത്താൽ ഇത് രണ്ടും മൂവ് ആവും. അപ്പോൾ അതാണ് അടുത്തത് നിങ്ങൾക്ക് പറയാനുള്ളത്. ഒന്ന് 7x24 കോർ ടീം. നേരത്തെ പറഞ്ഞ സാധനം തന്നെയാണ് ഒന്നുകൂടി വിശദമായിട്ട് പറയുന്നത്. ബിൽഡ് എ വിഷണറി ടീം ദാറ്റ് ഈസ് ബൗണ്ട് ടു യുവർ മിഷൻ, നോട്ട് ജസ്റ്റ് വർക്ക്. നിങ്ങൾ വർക്കുമായിട്ട് ബന്ധപ്പെട്ടിട്ടല്ല, നിങ്ങൾ മിഷനുമായിട്ട് ബന്ധപ്പെട്ട് നിങ്ങൾ കൂടെ നിൽക്കുന്ന ഒരു ടീം. അതാണ് 7x24 കോർ ടീം എന്ന് പറയുന്ന സാധനം. 2 വീക്ക്ലി ഗ്രോത്ത് ട്രാക്കർ. ഇതാണ് നമ്മൾ 360 ഡിഗ്രി ചെയ്യുന്നത്. ഇപ്പോൾ ഈ മാഡത്തിൻ്റെ കോർ ടീമും ഇതിൽ വന്നിട്ടുണ്ടെങ്കിൽ സ്വാഭാവികമായിട്ടും അവർക്കും ഈ ഒരു സിസ്റ്റം കിട്ടും. അവർക്ക് വേറെ ട്രെയിനിങ് ഒന്നും കൊടുക്കേണ്ട ആവശ്യമില്ല, ഈ സിസ്റ്റം കിട്ടുന്നതാണ്. അപ്പോൾ വീക്ക്ലി ഗ്രോത്ത് ട്രാക്ക് സ്ട്രാറ്റജിയിൽ എന്ത് ചെയ്യുന്നു വെച്ച് കഴിഞ്ഞാൽ ഇതിൻ്റെ ഉള്ളിലുണ്ടാവും ഇത്രയും സാധനങ്ങൾ നിങ്ങൾ ഇതിലുണ്ടാവും. SOP വേണം, നിങ്ങൾ KPI വേണം, KRI വേണം. ഈ ഒരു 3 സാധനങ്ങളും ഓട്ടോമാറ്റിക്കലി നിങ്ങൾക്ക് ഇതിൻ്റെ ഉള്ളിൽ ഓട്ടോമാറ്റിക്കലി നിങ്ങൾക്ക് കിട്ടും. ഈ ഒരു എക്കോസിസ്റ്റം കിട്ടും. അത് ഇവർക്കും കൂടി കിട്ടിക്കഴിഞ്ഞാൽ ഇവരും അതെന്ത് ചെയ്യും, നേരെ കൊണ്ടുവന്ന് നിങ്ങളുടെ സ്ഥാപനത്തിൽ ഇംപ്ലിമെന്റ് ചെയ്യും. ഓക്കെ, അപ്പം അതാണ് ഇത് വരുന്നത്. പിന്നെ അതേപോലെ തന്നെ പ്രോഫിറ്റ് മാക്സിമൈസ് സ്ട്രാറ്റജി എന്ന് പറയും. ഇതിൽ തന്നെ നിങ്ങൾ എന്ത് ചെയ്യും, പ്രോഫിറ്റ് മാക്സിമൈസ് ചെയ്യുന്ന സ്ട്രാറ്റജികൾ ഉപയോഗിച്ചിട്ട് നിങ്ങൾ ഇൻഫ്ലോ കൂട്ടുക, മാക്സിമം ഇൻഫ്ലോ കൂട്ടുക, ഔട്ട്ഫ്ലോ കുറക്കുക. ഈ ഔട്ട്ഫ്ലോ കുറക്കുക എന്ന് പറഞ്ഞാൽ ഇപ്പം ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, നിങ്ങൾക്ക് 25,000 രൂപ നിങ്ങൾക്ക് കിട്ടി, 15,000 രൂപ നിങ്ങൾ എന്ത് ചെയ്യണം, അതിലേക്ക് ചെലവിടുക. അപ്പോൾ അതുകൊണ്ടാണ് നിങ്ങൾക്ക് 10,000 രൂപയായിരുന്നത്. അപ്പം നിങ്ങൾ എന്ത് ചെയ്യുന്നു, ഈ 15,000 രൂപ 12,500 ആക്കി കഴിഞ്ഞാൽ എന്ത് സംഭവിക്കും, ചെലവഴിക്കുന്നത് അവിടെ കുറച്ചു നിങ്ങൾ. കാരണം ഈ 15,000 രൂപ ചെലവഴിക്കുന്നത് ഇപ്പം നിങ്ങൾ ആ 15,000 രൂപ നിങ്ങൾ ചെലവഴിക്കുന്ന സാധനമായിട്ട് നിങ്ങൾ നമ്മുടെ സലീം സാറാണോ, സലീം സാർ എന്ത് ചെയ്യുന്നു, സാർ ഇതാണ് ഞാൻ ചെലവഴിക്കുന്നത്, ഇത്രയും ഫണ്ട് വന്നാൽ 15,000 രൂപ എന്താണ് എനിക്ക് എക്സ്പെൻസ് വരും. അപ്പോൾ സലീം സാർ അങ്ങനെ പരിശോധിച്ചപ്പോൾ മനസ്സിലായി വെറുതെ അൺനെസസറി ആയിട്ട് ഫണ്ടോടെ വേറെ വഴിക്ക് പോകുന്നുണ്ട്. അതാണ് പിടിച്ചു. 2,500 രൂപ വെറുതെ പോകുന്നു. അപ്പോൾ ജസ്റ്റ് ഒരു ചെറിയ മാറ്റം മതിപ്പിക്കുക, 2,500 രൂപ ഒരാളെ ഫണ്ടിൽ നിന്ന് നിങ്ങൾക്ക് കിട്ടി. അപ്പോൾ എന്തായി, 10 എന്നുള്ളത് 12,500 മാറി. 12,500 നിങ്ങൾ പ്രോഫിറ്റായി മാറി. നോക്കൂ, നമ്മൾ വ്യത്യാസം നോക്കൂ. അപ്പോൾ ആ 12,500 2,500 കൂടുക എന്ന് പറഞ്ഞാൽ ലക്ഷങ്ങളുടെ കോടികളുടെ കൂട്ടാണ്, മാറ്റമാണ് അവിടെ വരിക. കാരണം ഇത്രയും ആളുകളുടെ എണ്ണത്തിലേക്കാണ് നമ്മൾ പോകുന്നത്. അത് നിങ്ങൾ നോക്കി, 2,500 എന്നുള്ള സാധനം നിങ്ങൾ ഒരാഴ്ച നിങ്ങൾ 100 പേരിലേക്കാണ് എത്തേണ്ടത്. ഈ 100 പേരിലേക്ക് എത്തുന്ന സമയത്ത് ഈ 2,500 നിങ്ങൾ കിട്ടിക്കഴിഞ്ഞാൽ ഈ 2,500 × 100 എത്ര എമൗണ്ട് വന്നു? 2,500 × 10 എന്ന് പറഞ്ഞാൽ 25,000, 2 ലക്ഷം രൂപ ഒരാഴ്ച നിങ്ങൾക്ക് എന്ത് ചെയ്തു, പ്രോഫിറ്റിലേക്കാണ് കയറുന്നത്. റവന്യൂ അല്ല, പ്രോഫിറ്റിലേക്ക്. അപ്പോൾ അത് പ്രോഫിറ്റ് മാക്സിമൈസ് ചെയ്യാനുള്ള സ്ട്രാറ്റജികളോട് പഠിച്ചിട്ട് മാക്സിമം ഇൻഫ്ലോ കൂട്ടുകയും ഔട്ട്ഫ്ലോ കുറയ്ക്കുകയും ചെയ്യുന്നത്. അതിലുള്ള ആളുകളൊക്കെ നമ്മൾ കൂടെ അവരൊക്കെ ഉപയോഗപ്പെടുത്താവുന്നതാണ്. ഓക്കെ, ഇനി മൂന്നാമത്തെ പില്ലർ എന്ന് പറയുന്നത് ഇക്കോ സിസ്റ്റം എന്നുള്ളതാണ്. രണ്ടാമത്തെ പില്ലർ ഞാൻ പറഞ്ഞ ഈ രീതിയിലാണ് വരുന്നത്. മൂന്നാമത്തെ പില്ലർ എന്ന് പറയുന്നത് ഇക്കോ സിസ്റ്റം എന്നുള്ളതാണ്. അവിടെ നമുക്ക് നമ്മളുടെ നമ്മുടെ കളക്റ്റീവ് ഇൻ്റലിജൻസ്, നമ്മളുടെ മാസ്റ്റർ മൈൻഡ് വർക്കാവും. നമ്മളുടെ ടീമായിട്ടാണ് വർക്ക് ചെയ്യുക. അപ്പോൾ ഓട്ടോമാറ്റിക്കലി നിങ്ങൾ എന്താകണം, നിങ്ങളുടെ ഒരു ടീം രൂപപ്പെട്ടിട്ടുണ്ടാവും. അവരുടെ ഒരു കളക്റ്റീവ് ഇൻ്റലിജൻസ്, അതിനാണ് നമുക്കിവിടെ ബീസോൾ ഉള്ളത്. ആ സിസ്റ്റം നിങ്ങൾക്ക് നേരെ ചെയ്യാം, നമ്മളുടെ ആ ഒരു ടീമിലേക്ക് കൊടുക്കാൻ പറ്റും. ആ ബീസോൾ നമ്മൾ ചെയ്യുന്നത് വെച്ചാൽ മാസ്റ്റർ മൈൻഡാണ്. ഒരു പ്രശ്നം വെക്കുന്നു, ആ പ്രശ്നത്തിനുള്ള സൊല്യൂഷൻ എല്ലാവരും കൂടി തരുന്നു. ഓക്കെ, അപ്പൊ നമ്മളൊരു കോർ പ്രശ്നം വെച്ചാൽ എല്ലാവരും കൂടി ഒരു സൊല്യൂഷൻ തരും. അത് നിങ്ങളെ കമ്മ്യൂണിറ്റിയിലാകുമ്പോൾ നിങ്ങളെ വിഷനെ ബേസ് ചെയ്തിട്ടുള്ള സാധനമായിരിക്കും. ഇവിടെ ആകുമ്പോൾ കോമൺ ആയിരിക്കും. പക്ഷെ നിങ്ങളെ കമ്മ്യൂണിറ്റിയിലാകുമ്പോൾ നമ്മൾ ചർച്ച ചെയ്യുന്നത് യൂണിറ്റി ബേസ്ഡ്, നിങ്ങളെ ആ ഒരു തീമിനെ ബേസ് ചെയ്തിട്ടാണ് അത് ഉണ്ടാവുക. അപ്പോൾ ഇതാണ് അതിന് വരുന്നത്. എന്നാൽ ഒരാൾ ജസ്റ്റ് ഇതിനകത്ത് ജോയിൻ ചെയ്താൽ അവർക്ക് അത് കിട്ടും. നമ്മുടെ കമ്മ്യൂണിറ്റിയോട്, നമ്മുടെ ഓൺ കമ്മ്യൂണിറ്റി നമുക്ക് ഇൻഡത്തിൽ കിട്ടും. അല്ലാത്ത സമയത്ത് നമുക്ക് നമ്മളുടേതായ ജനറൽ പ്രശ്നങ്ങൾക്കുള്ള സൊല്യൂഷൻ ആയിട്ട് കിട്ടും. അപ്പോൾ അതിൽ മാസ്റ്റർ മൈൻഡാണ് ബ്രെയിൻ സ്റ്റോമിംഗ് ആണ് നടക്കുക. പിന്നെ കൺസിസ്റ്റൻസി സ്ട്രാറ്റജി എന്ന് പറയും. സ്ഥിരമായിട്ട് ചെയ്യുക എന്നുള്ളതാണ്, കണ്ടിന്യൂസ് ആയിട്ട് ചെയ്യുക എന്നുള്ളത്, എല്ലാ ആഴ്ചയും കൃത്യമായിട്ട് ചെയ്യുക എന്നുള്ളത്. അതിനാണ് നമ്മൾ ഡെയിലി ഇൻഡിവിജ്വൽ ട്രാക്കിങ്, വീക്ക്ലി കോർ ട്രാക്കിങ്, മന്ത്ലി
കമ്മ്യൂണിറ്റി ട്രാക്കിംഗ്. അപ്പോൾ നിങ്ങൾ ഇതിനകത്ത് ഇപ്പം നമ്മുടെ ഡോക്ടർ അതുപോലെ തന്നെ ഇപ്പം ഇതിനകത്ത് കുറേ കമ്മ്യൂണിറ്റി ഓണേഴ്സ് ഉണ്ട്. അവർക്ക് ഡെയിലി ട്രാക്കിംഗ് രാവിലെ 6 മണി മുതൽ 6:20 ഡെയിലി ചെയ്യുന്ന ഒരു ട്രാക്കിംഗ് സിസ്റ്റം. ഓക്കെ, ഇനി അതല്ല നിങ്ങളിപ്പോൾ ജസ്റ്റ് ജോയിൻ ചെയ്ത ആളുകൾക്കാണെങ്കിൽ വീക്കിലി ട്രാക്കിംഗ്, വീക്കിലി എല്ലാ വീക്കിലും ട്രാക്കിംഗ് ഉണ്ട്. അതേപോലെ മന്ത്ലി കമ്മ്യൂണിറ്റി ട്രാക്കിംഗ് ഉണ്ട്. കമ്മ്യൂണിറ്റി ഓണേഴ്സിന് മന്ത്ലി ട്രാക്കിംഗ് ഉണ്ട്. അപ്പോൾ ഇങ്ങനെ 3 രീതിയിൽ ട്രാക്കിംഗ് ഉണ്ട്. ഇത് ഈ ഡെയിലി ട്രാക്കിംഗ് മന്ത്ലി ട്രാക്കിംഗ് നിങ്ങളുടേതായ രൂപത്തിൽ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റും. അത് നിങ്ങളുടേതായ രൂപത്തിൽ ചെയ്യുക. പക്ഷെ കമ്മ്യൂണിറ്റി ഓണർ ആയിക്കുമ്പോൾ ഇത് 3 ഉണ്ടാവും എന്നുള്ളതാണ്. പിന്നെ വരുന്നത് മിറാക്കിൾ സ്ട്രാറ്റജി എന്നുള്ളതാണ്. മിറാക്കിൾ സ്ട്രാറ്റജി എന്ന് പറഞ്ഞാൽ നിങ്ങളുടേതായ ഒരു കമ്മ്യൂണിറ്റി നിങ്ങളെ വിഷനെ ബേസ് ചെയ്ത് ഇത് അൾട്ടിമേറ്റ് ഗോളാണ്. ഇതാണ് 9ാമത്തെ സാധനം. സ്റ്റോപ്പ് ബിൽഡിംഗ് ടീം ബിൽഡിംഗ് സ്റ്റോപ്പ് ചെയ്യുക. ടീം ബിൽഡിംഗ് അല്ല നിങ്ങൾ ചെയ്യുന്നത്, മറിച്ച് സ്റ്റോപ്പ് ടീം ബിൽഡിംഗ് ഫോർ യുവർ ബിസിനസ്സിലുള്ള ടീം ബിൽഡിംഗ് ഒഴിവാക്കിയിട്ട് സ്റ്റാർട്ട് ബിൽഡിംഗ് എ കമ്മ്യൂണിറ്റി ഫോർ യുവർ വിഷൻ. നിങ്ങൾ നിങ്ങളുടെ കമ്മ്യൂണിറ്റി ബിൽഡ് ചെയ്യുന്നതിലേക്കാണ് ഫോക്കസ് ചെയ്യുന്നത്. ടീം ബിൽഡ് ചെയ്ത് കഴിഞ്ഞാലുള്ള പ്രശ്നം എന്താ വെച്ച് കഴിഞ്ഞാൽ ടീം ബിൽഡിംഗ് എന്ന് പറയുന്നത് നിങ്ങളുടെ ബിസിനസ്സിൻ്റെ ഉള്ളിൽ മാത്രമേ ഒതുങ്ങിയിട്ടുള്ളൂ. രണ്ടാമത് ഈ ടീം ബിൽഡിംഗ് ചെയ്യുന്ന സമയത്ത് ഇവർക്ക് ഓരോരുത്തരും നമ്മൾ സാലറി കൊടുക്കും. കമ്മ്യൂണിറ്റി ബിൽഡ് ആവാൻ നേരെ തിരിച്ചാണ്. സാലറി കൊടുക്കണമെന്ന് മാത്രമല്ല അവർ നിങ്ങൾക്ക് ഇൻകം ഇങ്ങോട്ട് തരികയും ചെയ്യും. കമ്മ്യൂണിറ്റി ബിൽഡിംഗ് അല്ലേ? ഓക്കെ, ഇതാണ് 9 സ്റ്റെപ്പുകൾ. 1ാമത്തെ സ്റ്റെപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ സ്ട്രാറ്റജിക്കൽ ഫൗണ്ടേഷൻ സ്റ്റോറി നമ്മൾ ചെയ്യാം. നമുക്കൊരു IP ബ്രാൻഡ് ഉണ്ടാവുക. മാഗ്നറ്റിക് വിസിബിലിറ്റി സ്ട്രാറ്റജി നമ്മൾ ഉപയോഗപ്പെടുത്താം. ഇനി 2ാമത്തെ സാധനം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്രോഫിറ്റ് കോർ ടീമിൽ സ്ട്രാറ്റജി ബിൽഡ് ചെയ്യുക. കോർ ടീം ഉണ്ടാവുക, അവരാണ് ഇത് ചലിപ്പിക്കുക. പിന്നെ വീക്കിലി ഗ്രോത്ത് ട്രാക്കിങ്, പ്രോഫിറ്റ് മാക്സിമൈസർ. ഇനി 3ാമത്തെ സാധനം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടെയാണ് നമ്മൾ VSOL ഉപയോഗപ്പെടുത്തുക, കൺസിസ്റ്റൻസി ഉപയോഗപ്പെടുത്തുക, മിറാക്കിൾ സ്ട്രാറ്റജി എന്നൊരു സാധനം. ഈ ഒരു രീതിയിലാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്. ദിസ് ഈസ് മോർ ദാൻ എ മോഡൽ, ഇറ്റ്സ് എ മൈൻഡ് സെറ്റ്. ഇതൊരു മൈൻഡ് സെറ്റ് ആണ്. ഇറ്റ് ഇസ് എ ഷിഫ്റ്റ് ഫ്രം റണ്ണിങ് എ ബിസിനസ് ടു ലീഡിങ് എ മൂവ്മെന്റ്, ഫ്രം സീക്കിംഗ് പ്രോഫിറ്റ് ടു ക്രിയേറ്റ് എ ലെഗസി. ഒരു ലെഗസി ക്രിയേറ്റ് ചെയ്യുക. അപ്പോൾ മാഡത്തിന് ഇത്രയും കാലം നിങ്ങൾ ഉണ്ടാക്കിയെടുത്ത കംപ്ലീറ്റ് സംഭവത്തിനെയും ഒരു സിംഗിൾ പോയിന്റിലേക്ക് കൊണ്ടുവരണം. നിങ്ങളുടേതായ 15 വർഷം ഞാൻ പറയുന്നുണ്ടെങ്കിൽ ഇതുവരെ അതിനൊരു ഇതില്ലല്ലോ. അതിങ്ങനെ പരന്ന് കിടക്കുക. കുറെ കണക്ഷൻസ് ഉണ്ട്, കുറെ സ്റ്റുഡൻസ് ഉണ്ട്, കുറെ കസ്റ്റമേഴ്സ് ഉണ്ട്. അതൊന്നും കാര്യമില്ല. അതിങ്ങനെ സ്പ്രെഡായി കിടക്കുവാണ്. അപ്പം ഇത് എങ്ങനെയാണ് നടക്കുന്നത് വെച്ച് കഴിഞ്ഞാൽ മാഡം ഒരു 6 മാസം പിന്നീട് കഴിയുമ്പോൾ 1 വർഷം കഴിഞ്ഞിട്ട് നിങ്ങളുടെ ഒരു കമ്മ്യൂണിറ്റി നമ്മൾ ബിൽഡ് ചെയ്യും. ബ്യൂട്ടി എക്സ്പെർട്ട് കമ്മ്യൂണിറ്റി എന്നുള്ള പേരിൽ നമ്മളൊരു കമ്മ്യൂണിറ്റി നമ്മൾ ബിൽഡ് ചെയ്യും. സെയിം സിസ്റ്റം ഇതേപോലെ തന്നെയാണ് പോവാം. അത് ഇപ്പം തന്നെ സ്റ്റാർട്ട് ചെയ്യാം. പക്ഷെ ഇപ്പം നിങ്ങൾ ഏതെങ്കിലും കമ്മ്യൂണിറ്റിന് പാർട്ടായി നിന്നുകൊണ്ട് നിങ്ങൾക്ക് ചെയ്യാൻ പറ്റും. അല്ലെങ്കിൽ ഇതിൻ്റെ മെയിൻ കമ്മ്യൂണിറ്റിയിലേക്ക് നിങ്ങളുടെ ടീമിനെ കൊണ്ടുവന്നുകൊണ്ട് മെല്ലെ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റും. അത് നിങ്ങൾക്ക് അതിലേക്ക് എൻ്റർ ചെയ്യാൻ പറ്റുന്നുണ്ട്. അങ്ങനെ ആകുമ്പോഴാണ് നിങ്ങൾ വിഷനിലേക്ക് നിങ്ങൾ നടക്കുന്നത്. അല്ലാതെ നിങ്ങൾ വേറെ എവിടെയും നിങ്ങൾ ആളുകളെ ക്രിയേറ്റ് ചെയ്താൽ നിങ്ങൾക്ക് കിട്ടില്ല. ഇത് പക്ക മെഡിക്കൽ കമ്മ്യൂണിറ്റി. ഡോക്ടറാണെങ്കിൽ 22 പേരും കൊണ്ടുവന്നു. 22 പേരും ഡോക്ടറുടെ കമ്മ്യൂണിറ്റിയാണ് ഉണ്ടാവുക. ഇനി നോക്കുക കമ്മ്യൂണിറ്റി എങ്ങനെ വർക്ക് ആവുന്നു എന്നുള്ളത് നിങ്ങൾക്ക് ഇതേപോലെ തന്നെ. അപ്പോൾ നേരത്തെ നമ്മൾ പറഞ്ഞ കാര്യങ്ങളൊക്കെ കണ്ടിട്ട് ആ കമ്മ്യൂണിറ്റിക്ക് ഇതേപോലെ ഒരു ഗോൾ ഉണ്ടാവും. അപ്പോൾ ഇതേ സെയിം ഗോൾ അവർക്കും കൊടുക്കുന്നു. ഇപ്പോൾ എന്താണ് 360 ഡിഗ്രി മെഡിക്കൽ എക്സ്പെർട്ട് ഗ്രോത്ത് ക്ലബ്ബ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വളരെ സീരിയസ് ആയി മെഡിക്കൽ മേഖലയിൽ ഒരു ബ്രാൻഡിനെ ചിട്ടയായി വളർത്തി അടുത്ത തലത്തിലേക്ക് എത്തിക്കണമെന്ന് ആഗ്രഹിക്കുന്ന, സ്കെയിലബിലിറ്റി, ഗ്ലോബൽ വളർച്ച, നെക്സ്റ്റ് ലെവൽ ഗ്രോത്ത് എന്നിവ ആഗ്രഹിക്കുന്ന, മെഡിക്കൽ മേഖലയിൽ പ്രവർത്തിക്കുന്ന, നിലവിൽ ഏറ്റവും അപ്ഡേറ്റഡ് ആയി പ്രവർത്തിക്കുന്നവരുടെ കൂട്ടായ്മയാണ്. ഓക്കെ, ഇതാണ്. അപ്പോൾ ഇത് നിങ്ങളുടെ കമ്മ്യൂണിറ്റി ഫ്യൂച്ചർ ഉണ്ടാകുമ്പോൾ അത് എങ്ങനെയായിരിക്കും? അതായത് ബ്യൂട്ടി മേഖലയിൽ പ്രവർത്തിക്കുന്ന എല്ലാ ആൾക്കാർ, ഈ ബ്യൂട്ടി പ്രൊഡക്റ്റ് വിൽക്കുന്ന ആൾക്കാരാവാം, അങ്ങനെ അതുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന ബ്യൂട്ടി കോൺഷ്യസ് ആയ നിങ്ങളുടെ കസ്റ്റമർ പോലും ഇതിലേക്ക് കൊണ്ടുവരാൻ പറ്റും. ബ്യൂട്ടി മേഖലയിൽ പ്രവർത്തിക്കുന്ന ആർക്കും ഇതിലേക്ക് എൻ്റർ ചെയ്യാൻ പറ്റും. പക്ഷെ അവർക്ക് ഒരു സ്കെയിലബിലിറ്റി ആഗ്രഹിക്കണം, ഗ്ലോബൽ വളർച്ച ആഗ്രഹിക്കണം, നെക്സ്റ്റ് ലെവൽ ഗ്രോത്ത് ആഗ്രഹിക്കണം. അതേപോലെ തന്നെ അവർ ഒരു നെക്സ്റ്റ് ലെവൽ പോകാൻ ആഗ്രഹിക്കുന്ന മുഴുവൻ ആളുകളെയും വെച്ചിട്ടുള്ള കൂട്ടായ്മ, അപ്ഡേറ്റഡ് ആയിട്ട് പോകണമെന്ന് ആഗ്രഹിക്കുന്ന ആളുകളുടെ കൂട്ടായ്മ. ഓക്കെ, അപ്പോൾ അവർക്കൊക്കെ ഇതേപോലെ നമ്മൾ ഗോളും കാര്യങ്ങളും സെയിം രൂപത്തിൽ നമ്മൾ എന്ത് ചെയ്യും, സെറ്റ് ചെയ്യുമെന്നുള്ളതാണ്. ഓക്കെ, ഇതാണ് നമ്മൾ ആ കൂട്ടായ്മയുടെ ഒരു രീതി എന്ന് പറയുന്നത്. ഓക്കെ, അവർ ഇതേപോലെ നേരത്തെ പറഞ്ഞ പോലെ ഇതിപ്പോൾ ഇതേ ഒരു സിസ്റ്റം തന്നെ ഇരിക്കും. പക്ഷെ അവരുടെ ഇതെല്ലാം ഇപ്പോൾ നിങ്ങളെ കമ്മ്യൂണിറ്റി ആകുമ്പോൾ അതിനനുസരിച്ച് മാറ്റം വരും. പ്രൊഡക്ടിവിറ്റി മെഡിറ്റേഷൻ പറഞ്ഞാൽ ബ്യൂട്ടി പ്രൊഡക്ടിവിറ്റി മെഡിറ്റേഷൻ ആയിരിക്കും. അവർക്ക് എല്ലാവരും ഒരേപോലെയുള്ള ആൾക്കാരായിരിക്കും. അതേപോലെ തന്നെ അവരുടെ
അപ്ഡേറ്റ് മാസ്റ്റർ മൈൻഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ രംഗത്തുള്ള ആളുകളുടെ മാത്രമായിരിക്കും ചർച്ച ചെയ്യുക. അപ്പോൾ അതിൻ്റെ ഒരു സ്പെഷ്യലിസ്റ്റ് ആയിരിക്കും ഇവിടെ വന്നൊരു ക്ലാസ് കൊടുക്കുക. അതേപോലെ തന്നെ ഇതിൽ നെറ്റ്വർക്ക് എന്ന് പറഞ്ഞാൽ ഈ ഒരു രംഗത്ത് നെറ്റ്വർക്ക് ക്രിയേറ്റ് ചെയ്യും. അങ്ങനെ ബ്യൂട്ടി മേഖലയിൽ നമ്മൾ ആളുകളെ കണക്ട് ചെയ്യാം. അതിൽ സ്പെഷ്യലൈസ് ചെയ്ത ആളായിരിക്കും അവിടെ വരിക. അങ്ങനെ അത് സെപ്പറേറ്റ് ആയിരിക്കും നടത്തുക. ഓക്കെ, ഇതിൽ നേരത്തെ പറഞ്ഞ കാര്യങ്ങളൊക്കെ തന്നെയാണ് അതിലുണ്ടാവുക. ഇതിൻ്റെ ഒരു സ്ട്രക്ചർ ഇങ്ങനെയായിരിക്കും. അതായത് 360 ഡിഗ്രി ബ്യൂട്ടി ഗ്രോത്ത് ക്ലബ് ആയിരിക്കും അതിന് പേരുണ്ടാവുക. അതിനകത്ത് ഒരു വിഷണറി കമ്മ്യൂണിറ്റി ഓണർ ഉണ്ടാവും, നിങ്ങളായിരിക്കും. നിങ്ങൾ ബേസ് ചെയ്തിട്ട് മാത്രമേ ഈ സാധനം ബിൽഡ് ചെയ്യൂ. കാരണം ഞാൻ നിങ്ങളെ, എൻ്റെ ഒരു ഗോൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, എൻ്റെ വിഷയം എന്ന് വെച്ചാൽ 1000 ബ്രാൻഡിനെ ഗ്ലോബിൽ എത്തിക്കാൻ. ഞാൻ നിങ്ങളെന്ന ബ്രാൻഡിനെ ഗ്ലോബിൽ എത്തിക്കാൻ വേണ്ടിയിട്ട് ഉണ്ടാക്കുന്ന സംവിധാനം മാത്രമാണ്. ഇവിടെ വരുന്ന ആളുകളെ നോക്കുന്നില്ല. ഇവിടെ വരുന്ന ആളുകൾ നിങ്ങളാണ് തീരുമാനിക്കുക. ഇന്നൊരാൾ എടുക്കണോ വേണ്ടയോ തീരുമാനിക്കുന്നത് 100% നിങ്ങൾക്കായിട്ട് ഒരു വശം. എന്നിട്ട് നിങ്ങൾ എന്ത് ചെയ്യുമെന്ന് വെച്ചാൽ നിങ്ങൾക്ക് ഏറ്റവും കംഫർട്ടബിൾ ആയിട്ട് 7 ആളെ വെച്ചിട്ട് ഇതിൻ്റെ കോർ ടീമിനെ ബിൽഡ് ചെയ്യും. അപ്പം ഡോക്ടർ ഇപ്പം ഇന്നലെ വിളിച്ചപ്പോൾ 3 പേരെ, നമുക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട 3 പേരെ വെച്ചിട്ട് 3 പേരെ നമ്മൾ എന്ത് ചെയ്തു കോർ ടീം. 4 പേരും കൂടെ എടുത്താൽ 7 പേരായി കോർ ടീം. ഇന്നലെ 3 പേര് വന്ന് 3 പേര് അതിലേക്ക് കയറി എന്നുള്ളതാണ്. ഇനി അതിലേക്ക് നമ്മൾ ഇതൊരു ചാപ്റ്ററാണ്. ഇത് ഇങ്ങനത്തെ എത്ര ചാപ്റ്റർ വേണമെങ്കിൽ നമുക്ക് ചെയ്യാം. ഇതൊരു ചാപ്റ്ററാണ്. ഒരു ചാപ്റ്ററിൽ ഇതേപോലെ ആദ്യം നമ്മൾ 7 ഡയമണ്ട്സ് ഉണ്ടാവും, പിന്നെ 25 ഗോൾഡുകൾ ഉണ്ടാവും. 25 ഒരു ഡയറക്റ്റ് ബോർഡ് പോലെ. ഓക്കെ, ഞാൻ അതിൻ്റെ ഒരു സിമ്പിൾ ഫോർമാറ്റ് നമുക്ക് ബ്രാൻഡ് ബുക്കിൽ ഉള്ള സാധനം നമുക്ക് നിങ്ങൾ നോക്കിയാൽ നമ്മൾ ഉണ്ടാക്കിയിട്ടുള്ള ആ ഒരു സിസ്റ്റം നിങ്ങൾക്ക് കാണാൻ പറ്റും. ഉണ്ട് ഇതവിടെ ഈ സംഭവം. ഇതാണ് നമ്മൾ പറഞ്ഞ ഈ 8 അംഗ കോർ ടീം. 7 പേര് നമ്മൾ പുറത്തുനിന്ന് കൊടുക്കും, പിന്നെ നിങ്ങൾ കമ്മ്യൂണിറ്റി ഓണറും. ഓക്കെ, അങ്ങനെ ഉണ്ടാവുക. പിന്നെ 25 സൂപ്പർ ലീഡേഴ്സ്. ഇതും നിങ്ങൾക്ക് വേണ്ടി നിങ്ങളുടെ ഈ പറയുന്ന 25 ഗോൾസ് എന്ന് പറയുന്നതാണ്. 25 സൂപ്പർ ലീഡേഴ്സ്. ഇതാണ് നമ്മുടെ സെയിം സ്ട്രക്ചറിൽ നിങ്ങൾക്ക് വരിക. പിന്നെ ഓരോ സെഗ്മെന്റും ഓരോ ആളുകൾ, ഓരോ ഡയറക്ടർമാരുടെ കൂടെയും ഇതേപോലെ ടീമായിട്ട് നിങ്ങൾക്ക് ബിൽഡ് ചെയ്യുക എന്നുള്ളതാണ്. ഓക്കെ, ഇതിന് ശേഷം പിന്നെ നമ്മൾ 67 ആളുകളെ നമ്മൾ ഇത്ര ആളുകളാണ് നമ്മൾ ഫിസിക്കലി നമ്മളൊരു ഇതിലുണ്ടാവുക. ഈ 25 32 പേര്. ഓക്കെ, ഈ 32 പേരാണ് നമുക്ക് 25 പേർക്ക് ഇരിക്കാനുള്ള ഒരു സംവിധാനമാണ് നമുക്ക് ഉണ്ടാവുക. നമുക്ക് ഇവിടെ നമുക്ക് കാണാം. ഇതാണ് നമ്മുടെ മീറ്റ് റൂം. നിങ്ങൾ കണ്ടിരുന്നല്ലോ, ഈ മീറ്റ് റൂമാണ് നമുക്ക് വരിക. കാണിച്ചു തരാം. ഓക്കെ ഓക്കെ, പിന്നെ 67 പേർക്ക് ഇതേപോലെ തന്നെ എന്ത് ചെയ്യാന്ന് വെച്ച് കഴിഞ്ഞാൽ പിന്നെ വിർച്വലി ജോയിൻ ചെയ്യാം. വിർച്വലി നിങ്ങളുടെ കമ്മ്യൂണിറ്റിയിൽ നിങ്ങൾക്ക് പിന്നെ ചെയ്യാം. പക്ഷെ ഇത് ഈ ഈ കമ്മ്യൂണിറ്റി നിങ്ങളായിരിക്കും അതിന് ഓണർ. ഇതിൽ നിന്ന് കിട്ടുന്ന ഫിനാൻഷ്യൽ നേട്ടവും നിങ്ങൾക്ക് തന്നെയാണ്. ഓക്കെ, എന്ന് പറഞ്ഞാൽ നിങ്ങളുടെ ഇത്രയും കാലത്ത് നിങ്ങളുടെ ബന്ധങ്ങളൊക്കെ നിങ്ങൾക്ക് മണിയാക്കി മാറ്റാൻ. പക്ഷേ നിങ്ങളുടെ ഡ്രീമിൽ നിങ്ങൾ മാറുകയില്ല. ഓക്കെ, ആ രീതിയിലാണ് നമ്മൾ ബിൽഡ് ചെയ്യുക. പക്ഷെ ഒരു വർഷം കഴിഞ്ഞാലാണ് നിങ്ങൾക്ക് അതിലേക്ക് എത്താൻ കഴിയും. അതൊക്കെ നമ്മൾ നേരത്തെ പറഞ്ഞതാണ്. ഇത്രയും സംഭവമാണ് ഇതിലുള്ളത്. ഏകദേശം ഐഡിയ കിട്ടിയല്ലോ അല്ലേ? അതായത് നിങ്ങൾക്ക് കറക്റ്റ് ഒരു വീഡിയോ രൂപത്തിൽ ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ കൂടി വെച്ചിട്ട് നിങ്ങൾക്ക് വണ്ടിയിൽ നിന്ന് കേൾക്കാൻ പറ്റുന്ന രീതിയിൽ ഒരു ഫോർമാറ്റിലേക്ക് തരും. അപ്പോൾ അതാണ് ഇനി നമുക്ക് ചെയ്യാനുള്ളത്. അപ്പോൾ ആ രീതിയിൽ നമ്മളിപ്പം ഇവിടെ സെറ്റ് ചെയ്യുന്ന ഒരു രീതി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങളെ ബേസ് ചെയ്തിട്ടാണ്. ഞാൻ കറക്റ്റ് നിങ്ങളെ മാത്രം ഫോക്കസ് ചെയ്തിട്ടാണ് ചെയ്യാം. ഇപ്പം നിങ്ങൾ മുസ്തഫാല് പിന്നെ ആ ഒരു കമ്മ്യൂണിറ്റിയുടെ അണ്ടറിലാണ് വരുന്നതെങ്കിൽ സ്വാഭാവികമായിട്ടും നിങ്ങൾക്ക് സപ്പോർട്ട് മുസ്തഫയും ഉണ്ടാവും. ഓക്കെ, അതെല്ലാം നിങ്ങൾക്ക് സ്വതന്ത്രമായിട്ടൊരു സാധനം ചെയ്യണമെന്നാണെങ്കിൽ അങ്ങനെയും ചെയ്യാം. ഓക്കെ, അപ്പോൾ നമ്മൾ നിങ്ങളെ ഗ്രോ ചെയ്യിപ്പിക്കാൻ വേണ്ടിയിട്ടാണ് ചെയ്യുന്നത്. പക്ഷേ ആദ്യത്തെ ഒരു 6 മാസം കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇതിനുള്ള സാധ്യത ഉണ്ട്. നിങ്ങളെ പെർഫോമൻസ് ഉഷാറാണെങ്കിൽ. കാരണം ഇത് നമ്മൾ ഇതിനകത്ത് ഈ ഒരു സംഭവം കൊടുക്കുന്നത് ഇതേപോലെ ഇതിൻ്റെ ഈ ഡയമണ്ട് മെമ്പർഷിപ്പ് എടുത്ത ആളുകൾക്ക് മാത്രമാണ്. ഞാൻ ഇപ്പോൾ നമ്മൾ പറയാൻ കാരണം വെച്ചാൽ ആദ്യം നമ്മൾ 10 പേർക്ക് നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്, ഇതേപോലെ നമ്മൾ ബിൽഡ് ചെയ്യുന്നുണ്ട്. പെർഫോമൻസിനെ ബേസ് ചെയ്തിട്ട് നമ്മൾ ബിൽഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്.
ഈ ഡയമണ്ട് മെമ്പർഷിപ്പ് എടുത്ത ആളുകൾക്കും ഡോക്ടർക്ക് ഡയമണ്ട് മെമ്പർഷിപ്പ് എടുത്തുകൊണ്ടാണ് ഒരു 6 മാസം ആകുമ്പോഴേക്കും പുള്ളി അത് സ്റ്റാർട്ട് ചെയ്ത് കമ്മ്യൂണിറ്റി സ്റ്റാർട്ട് ചെയ്യാനുള്ള കാരണം പുള്ളി ഈ ഒരു മെമ്പർഷിപ്പാണ് എടുത്തത്. അപ്പോൾ പുള്ളിയുടേതായ ഒരു കമ്മ്യൂണിറ്റി ഒന്ന് ബിൽഡ് ചെയ്ത് തുടങ്ങി, പുള്ളി ഒന്ന് ഏൺ ചെയ്യാൻ തുടങ്ങി. കാരണം അത് ആ ഒരു രീതിയിൽ കമ്മ്യൂണിറ്റി ബിൽഡ് ചെയ്ത് പോകും. കമ്മ്യൂണിറ്റി വൺസ് നമ്മൾ ബിൽഡ് ചെയ്ത് കഴിഞ്ഞാൽ സസ്റ്റൈനബിൾ ഇൻകം കൂടിയാണ്. ഓക്കെ, അപ്പോൾ ഇത് നിങ്ങൾ ഇതിൻ്റെ ഉള്ളിലുള്ള എല്ലാ കൃത്യമായിട്ടുള്ള അതിൻ്റെ കാര്യങ്ങളാണ് നിങ്ങളോട് പറഞ്ഞത്. ഇതൊരിക്കലും എന്ത് ചെയ്യാൻ പാടില്ല, പബ്ലിക്കിലൊക്കെ പുറത്തോ പോയി പറയാൻ പാടില്ല. ഇത് നമ്മുടെ ഇന്റേണൽ സിസ്റ്റമാണ്, നമ്മളത് വളരുന്ന സിസ്റ്റമാണ്, എല്ലാവരും ഒരുമിച്ച് വളരുകയാണ് ചെയ്യുന്നത്. ഇതിൽ ഒരിക്കലും ബന്ധമുണ്ടാവില്ല. പിന്നെ മാഡത്തിന് തോന്നുന്നില്ല ഇതൊരു നിങ്ങളെ ചൂഷണം ചെയ്യുന്ന അല്ലെങ്കിൽ നിങ്ങളെ ഇത് ചെയ്യുന്ന സിസ്റ്റം അല്ല, മറിച്ച് നിങ്ങളെ കൃത്യമായിട്ട് മൗൾഡ് ചെയ്ത് കൊണ്ടുവരുന്ന സിസ്റ്റമാണ്. നിങ്ങളെ ഒരു വിഷനെ മൗൾഡ് ചെയ്ത് കൊണ്ടുവരുന്ന ഒരു സിസ്റ്റമാണ് ഉണ്ടാവുക. എന്നാൽ നിങ്ങളെ കൂടെ ഒരാൾ വന്നാൽ അവർക്കും തോന്നില്ല. അപ്പോൾ നമ്മളിപ്പോൾ ഇതിനകത്ത് പറയുമ്പോൾ 100 പേരെ നമ്മൾ ബില്ല് ചെയ്യും, 100 പേര് ചിലപ്പോൾ ഒരു പക്ഷേ നിങ്ങളുടെ വിഷനിലേക്ക് വന്നോണമെന്നില്ല. അത് 10 പേരെ കിട്ടിയത് 10% മാത്രമേ നോക്കുള്ളൂ. അപ്പോൾ നിങ്ങളുടെ കമ്മ്യൂണിറ്റി ബില്ല് 100 പേര് നിങ്ങൾ ബില്ല് ചെയ്ത് വെച്ചു, അത് നിങ്ങൾക്ക് ഫിനാൻഷ്യൽ ഏർണിങ് 100 പേരിൽ നിങ്ങൾക്ക് കിട്ടും. ബട്ട് 10 പേരെ ചിലപ്പം 10 പേരെ നിങ്ങൾക്ക് നിങ്ങളുടെ ടീമിലേക്ക് നിങ്ങളുടെ വിഷനിലേക്ക് കിട്ടുള്ളൂ. ഇതേസമയം നിങ്ങൾ അല്ലാത്ത രീതിയിൽ സിസ്റ്റം നിങ്ങൾ ആലോചിച്ച് നോക്കും. നിങ്ങൾ ഒരു 10 പേരെ നിങ്ങൾ ബിൽഡ് ചെയ്യണമെങ്കിൽ 10 പേര് നിങ്ങൾ ശമ്പളം കൊടുക്കണം. ഈ സിസ്റ്റത്തിൽ നിങ്ങൾ എന്ത് ചെയ്യണം, ശമ്പളം കൊടുക്കണം. മറിച്ച് ഇവരെ ഒബ്സർവ് ചെയ്താൽ മതി. പക്ഷെ അവരിലൂടെ നിങ്ങൾക്ക് ഇൻകം കിട്ടും. ഇവർ ഓക്കെ ആണെങ്കിൽ മാത്രം എടുത്താണ്. ഇപ്പോൾ ഡോക്ടർ ഇപ്പം ഈ 100 പേരെ ആദ്യം ബിൽഡ് ചെയ്യും. ഈ 100 പേരിൽ നിന്നും ഡോക്ടർ 10 പേരെ പ്രതീക്ഷിക്കുന്നു. അങ്ങനെ 100 പേരുള്ള ഒരു 10 ചാപ്റ്ററുകൾ ഡോക്ടർ ബിൽഡ് ചെയ്യുമ്പോൾ ഡോക്ടർക്ക് 100 പേരെ കിട്ടും. ഓക്കെ, അങ്ങനത്തെ ഏകദേശം 1000 ആളുകളാണ് ഡോക്ടർ എന്ത് ചെയ്യുന്നത്, പ്രതീക്ഷിക്കുന്നത്. അപ്പോൾ അതിന് 10000 പേരെ ക്രിയേറ്റ് ചെയ്ത് തരാൻ 1000 പേരെ കിട്ടുള്ളൂ. അപ്പോൾ അങ്ങനെ 10000 പേരെ ക്രിയേറ്റ് ചെയ്തെന്ന് വെച്ചാൽ അത്രയും ബന്ധങ്ങളും അത്രയും അപ്ഡേഷൻ നമുക്ക് കിട്ടും. ഞാൻ മിനിമമായിട്ട് പറയുന്നത്. ചിലപ്പം ഈ വന്ന ചിലപ്പോൾ 100 പേര് ചിലപ്പോൾ മാഡത്തിന്റെ പെർഫോമൻസ് കണ്ടിട്ട് അല്ലെങ്കിൽ മാഡത്തിന്റെ ആ ഒരു ഡ്രീമിന്റെ വലുപ്പം കണ്ടിട്ട് അതിന്റെ കൂടെ നിന്നേക്കാം, നിന്നില്ലെങ്കിലും പ്രശ്നമൊന്നുമില്ല എന്ന് പറയും. ഓക്കെ, എന്നാൽ അവർക്ക് എന്തെങ്കിലും പ്രശ്നമുണ്ടോ? ഒരു പ്രശ്നമല്ല. കാരണം അവർക്ക് അവരുടേതായ ലോകം നമ്മൾ ബിൽഡ് ഇനിയിപ്പോൾ അത് ഒന്നും കിട്ടിയില്ലെന്നില്ല, എന്നാലും നഷ്ടമല്ല. നിങ്ങൾ ആ ഒരു വേൾഡാണ് ക്രിയേറ്റ് ചെയ്ത് നിങ്ങളെ എക്കോസിസ്റ്റമാണ് നിങ്ങൾ ബിൽഡ് ചെയ്യുന്നത്. അല്ലെങ്കിൽ ഒരാൾ നിങ്ങളുടെ ഡ്രീമിനൊപ്പം നിന്നില്ലെങ്കിൽ ഇവരുടെ ഡ്രീമിലേക്ക് എത്തിച്ചു കൊടുത്താലും നമുക്ക് എന്താണ് നമ്മളെ സംബന്ധിച്ചിടത്തോളം ചിലപ്പോൾ നമ്മളെ ഡ്രീമിലൊക്കെ മാറ്റം വരും. അത് ഇത്രയും ആൾക്കാർ നമ്മളിപ്പോൾ ഒരു സിമ്പിൾ ഡ്രീമാണ് വെച്ചത്. ഇന്നലെ ഡോക്ടറുടെ ഇത് പറഞ്ഞപ്പോൾ അവിടെ സിബത്തുള്ള എന്ന് പറയുന്ന ഡോക്ടർ സിബത്തുള്ള പുള്ളി സ്വന്തമായിട്ട് ഹോസ്പിറ്റലുണ്ട്. ഒരുപാട് ഡോക്ടേഴ്സും ഒരുപാട് ഡയറക്ടേഴ്സും ഉള്ള പുള്ളി ഇന്നലെ ഇതിൽ ജോയിൻ ചെയ്തു. പുള്ളി നല്ലൊരു ആശയം പറഞ്ഞു. അപ്പോൾ എനിക്ക് തോന്നി അത് ആ ആശയം നമ്മളെ ഡോക്ടർക്കും എന്ത് ചെയ്യാൻ പറ്റും, അഡോപ്റ്റ് ചെയ്യാൻ പറ്റും, ഉപയോഗപ്പെടുത്താൻ പറ്റുന്ന ഒരു ആശയമാണ്. അപ്പോൾ അവർക്ക് തമ്മിൽ ആ ഒരു കൊളാബറേഷൻ വരുന്നു. അവരുടെ രണ്ടാളുടെ വിഷയം ഒരേ സമയം എന്താണ് ഇവരൊക്കെ എന്ത് ചെയ്യാം. നമ്മളിപ്പോൾ ബാക്കിയുള്ള ഏത് കൂട്ടായ്മയാണെങ്കിലും ആ കൂട്ടായ്മ വളരാനും നോക്കും. നമ്മളെ വളർച്ചയിൽ അവരങ്ങനെ കാര്യമായിട്ട് ശ്രദ്ധിക്കുന്നു. ആ കൂട്ടായ്മ എങ്ങനെ വളരണം എന്നേ ചിന്തിക്കുള്ളൂ. ഇവിടെ നമ്മൾ തിരിച്ചാണ്. ഇവിടെ ഞാൻ ഫോക്കസ് ചെയ്യുന്നത് കമ്മ്യൂണിറ്റി ഓണറെ. കാരണം എൻ്റെ ഡ്രീം അതാണ്. എനിക്ക് എങ്ങനെ നിങ്ങൾ വിചാരിച്ച പോലെ 1000 ബ്രാൻഡിനെ എങ്ങനെ എനിക്ക് ഗ്ലോബലിൽ എത്തിക്കാൻ പറ്റും. ഞാൻ വെറുതെ ഇവിടെ കഥ പറയുന്നതാണ്. ഈ സിസ്റ്റത്തിലൂടെ അല്ലാതെ എനിക്ക് എങ്ങനെ എത്തിക്കാൻ പറ്റും. നിങ്ങളോട് ഞാൻ വെറുതെ പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ. നിങ്ങൾ ഈ പറയുന്ന ഈ ഒരു സംഭവത്തിൽ 1000 ബ്രാൻഡുകൾ ഗ്ലോബലി എത്തി. ഈ പറയുന്ന ഇതാണ് നമ്മളെ ലക്ഷ്യം, 1000 ബ്രാൻഡുകൾ ഗ്ലോബലി എത്തിക്കുക. ഇത് ലോകത്ത് ഇന്നുള്ള പ്രശസ്തമായ 7 ഐക്കണുകളാണ്. ഈ ഐക്കണിന്റെ ലെവലിലേക്ക് നമ്മളൊരു ബ്രാൻഡ് പോകണം എന്നുണ്ടെങ്കിൽ അതിന് സിസ്റ്റം ആണെന്നുണ്ടെങ്കിൽ ഇതിലൂടെ അല്ലാതെ ഞാനിപ്പോ ഒരു ഗ്ലോബൽ ലെവലിലേക്ക് ഞാൻ സ്വയം എത്തിയാൽ എൻ്റെ ഗോൾ എനിക്ക് അച്ചീവ് ചെയ്തു എന്ന് പറയാൻ പറ്റും? ഒരിക്കലും പറ്റില്ല. എനിക്ക് വേണമെങ്കിൽ എത്താം. ഞാൻ ഗ്ലോബലി കുറേ വർക്കുകൾ ചെയ്താൽ മതി, എനിക്ക് ഗ്ലോബലി എത്താം. അതുകൊണ്ട് കാര്യമില്ല. എൻ്റെ ഗോൾ അതല്ല. എൻ്റെ കൂടെയുള്ള ആളുകളെ 1000 ബ്രാൻഡുകളെ ഗ്ലോബലി എത്തിക്കാൻ. ഈ ഒരു സിസ്റ്റം പ്രകാരം നിങ്ങൾ ആലോചിച്ച് നോക്കൂ, എനിക്ക് എളുപ്പത്തിൽ എത്താൻ പറ്റും. അപ്പോൾ ഞാൻ എന്ത് ചെയ്യാം, നിങ്ങളെ ഗ്ലോബലി എത്തിക്കുന്നതിനെ പറ്റി മാത്രമേ ചിന്തിക്കുന്നുള്ളൂ. അപ്പോൾ സ്വാഭാവികമായിട്ടും നിങ്ങളൊരു കമ്മ്യൂണിറ്റി ബിൽഡ് ചെയ്യുമ്പോൾ അതിനകത്ത് നിങ്ങളുടെ വിഷനോട് യോജിക്കാത്ത ഒരാൾ വന്നു കഴിഞ്ഞാൽ അവരെ കട്ട് ചെയ്യേണ്ട ഉത്തരവാദിത്വം നിങ്ങൾക്ക് തന്നെയാണ്. ഉത്തരവാദിത്തമല്ല, നിങ്ങൾക്ക് നിങ്ങൾ സ്വാതന്ത്ര്യം ഉണ്ടെന്നുള്ളത്. ഓക്കെ, കുറേ ആളുകളെ ഇതിലേക്ക് വലിച്ചു കൂട്ടുന്നത് അത് നിങ്ങൾക്ക് കൺവീനിയൻ്റ് ആ കമ്മ്യൂണിറ്റി 100% നിങ്ങൾക്ക് കൺവീനിയൻ്റ് ആ രീതിയിലേക്ക്. ഓക്കെ, അപ്പോൾ നമ്മൾ ജസ്റ്റ് സ്റ്റാർട്ടഡാണ്. ഞാൻ ജസ്റ്റ് ഇതിൻ്റെ നിങ്ങളിപ്പോൾ ഇതിലേക്ക് മുന്നോട്ട് പോകുമ്പോൾ ഇതിൻ്റെ ബ്യൂട്ടി മനസ്സിലാക്കിയാൽ മാത്രമേ നിങ്ങൾ ഇതിനനുസരിച്ച് നിങ്ങൾ വർക്ക് ചെയ്യൂ. നിങ്ങൾക്ക് വേണ്ടിയിട്ടാണ് നിങ്ങൾ വർക്ക് ചെയ്യുന്നത്. ആ വർക്ക് ചെയ്യുന്നത് വെറുതെ അല്ല. നമ്മൾ ചെയ്യുന്ന ഓരോ സ്റ്റെപ്പുകളും ഇന്ന് നിങ്ങളുടെ ആ ഒരു ഫിനാൻഷ്യൽ ഗ്രോത്ത് കൂട്ടാൻ വേണ്ടി നിങ്ങളുടെ ബിസിനസ്സിൻ്റെ സ്ട്രക്ചറിൽ ഈ ഒരു ആശയം കൊണ്ടുവന്നു. ഓരോ ആളുകളെയും നിങ്ങൾ കണ്ടെത്തി അവരുടെ പ്രശ്നങ്ങൾ പഠിച്ചിട്ട് അവർക്ക് സൊല്യൂഷൻ കൊടുത്തിട്ട് ഈ പറയുന്ന 1 ലക്ഷത്തിലേക്ക് എത്താൻ വേണ്ടിയിട്ടുള്ള ഒരു മിനിമം എഫേർട്ട് അല്ലെങ്കിൽ മിനിമം ആളുകൾ
നിങ്ങൾ ഓരോ ദിവസവും ബിൽഡ് ചെയ്ത് വരുന്ന സംഭവം അവിടെ തുടങ്ങിയാൽ തന്നെ സക്സസ് ആയി. അത് തുടങ്ങണമെന്നാ പറയുന്നത്. അതാണ് പ്രവർത്തിച്ചുകൊണ്ടേയിരിക്കണം എന്നുള്ളതാണ്. ഞാൻ ഒരാഴ്ച കഴിയുമ്പോഴേക്കും ഫിനാൻഷ്യൽ ഗ്രോത്ത് വന്നു എന്നുള്ള ഫീൽ നിങ്ങൾക്ക് വരണം. അതായത് നിങ്ങൾ സോഷ്യൽ ഗോൾ നിങ്ങൾക്ക് അച്ചീവ് ചെയ്യാൻ പറ്റി. ഇന്ന് 2 പേരെ കിട്ടി, 2 പേരെ എനിക്ക് വൃത്തിയായിട്ട് ചെയ്യാൻ പറ്റി. എൻ്റെ സോഷ്യൽ ഗോളിലേക്ക് 2 പേരായി. ഓക്കെ, ഈ ഒരു വർഷം നിങ്ങൾക്ക് ഇത്രയാണ് 5000. ഈ 5000 എന്നൊക്കെ പറഞ്ഞത് ഞാൻ എന്താണ് ഒരു നമ്പർ നിങ്ങൾക്ക് മനസ്സിലാൻ വേണ്ടിയിട്ടാണ്. ഇനി നിങ്ങളാണ് പറയേണ്ടത് നിങ്ങളുടെ സോഷ്യൽ ഗോളാണ്. ഞാനൊരു നമ്പർ ഇട്ട് പറഞ്ഞു, ഇവർക്കൊക്കെ ഒരു നമ്പർ അവർ ചൂസ് ചെയ്തതാണ്, ഞാൻ ചൂസ് ചെയ്തല്ല. അപ്പോൾ പിന്നെ ഓരോരുത്തർക്കും അയാൾക്ക് അദ്ദേഹത്തിന് 1000 പേരാണ് ചൂസ് ചെയ്തിരിക്കുന്നത്. മറ്റേ ആളെ സംബന്ധിച്ചിടത്തോളം 666 പേരാണ്. റമീസിനെ സംബന്ധിച്ച് 3333 പേര്. ഓരോരുത്തർക്കും അവർ നിശ്ചയിച്ച നമ്പറുകളാണ്. ഒരു വർഷത്തേക്ക് ഒരു നിശ്ചയിച്ചാണ്. അതേപോലെ അത് 10 വർഷത്തേക്ക്, അങ്ങനെ 10 വർഷം കൊണ്ട് ഇപ്പോൾ ഈ ഒരു വർഷത്തേക്ക് കുറഞ്ഞ നമ്പറായിരിക്കും. പക്ഷേ 10 വർഷം ഇതിപ്പോൾ ഈ ഒരു വർഷം നിങ്ങൾ പിന്നെ 1000 പേരിലേക്ക് എത്താൻ കഴിയുള്ളൂവെങ്കിൽ അടുത്ത വർഷം ചിലപ്പോൾ അത് 3000 ആക്കാൻ പറ്റും, എണ്ണം കൂട്ടാൻ പറ്റും. 3-ാമത്തെ വർഷം 3000 എന്നുള്ളത് ചിലപ്പോൾ നിങ്ങൾക്ക് 10000 ആക്കാൻ പറ്റും. അപ്പോഴേക്ക് കാരണം നിങ്ങൾ അത്ര സ്ട്രോങ് ആയിട്ടുണ്ടാവും. 4-ാമത്തെ വർഷം 10000 എന്നുള്ളത് ചിലപ്പോൾ 50000 ആക്കാൻ പറ്റും. അങ്ങനെയാണ് ഗ്രോത്ത് വരിക. ആദ്യ വർഷം കുറവായിരിക്കും, പിന്നെ അങ്ങനെ ഗ്രാജുവൽ ഗ്രോത്താണ് വരിക. ഒരു അസെൻഡിങ് ഓർഡറിലാണ് വളരുക. അപ്പോൾ അതുകൊണ്ട് തന്നെ അവസാനം ഇപ്പം 2035 ആകുമ്പോഴേക്കും ചിലപ്പോൾ ഒറ്റ വർഷം കൊണ്ട് തന്നെ ചിലപ്പം 50,000, 1,00,000 നമ്മൾ 50,000 ആളുകൾ ചിലപ്പോൾ ഒറ്റ വർഷം കൊണ്ട് തന്നെ നിങ്ങൾക്ക് ബിൽഡ് ചെയ്യാൻ പറ്റുമെന്നുള്ളത്. അപ്പോൾ ആ രീതിയിലൊരു സ്ട്രക്ചർ ഉണ്ടാക്കുക. ആ നമ്പർ എന്ത് ചെയ്യുക, നിങ്ങൾ എന്ത് ചെയ്യുക, പാരിസിന് പറഞ്ഞു കൊടുക്കുക. അപ്പോൾ സ്വാഭാവികമായിട്ട് അവനത് ബിൽഡ് ചെയ്ത് വെച്ചിട്ടുണ്ടാവും ഇവിടെ. അത് ഇട്ടിട്ട് നിങ്ങൾക്ക് അടുത്ത ആഴ്ച തന്നെ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, അത് ലോഞ്ച് ചെയ്യും. അടുത്ത ആഴ്ച അല്ലെങ്കിൽ നമ്മൾ 8-ാം തീയതി നമ്മളൊരു പ്രോഗ്രാം വരുന്നുണ്ട്. ഇതിൻ്റെ തന്നെ കുറച്ചും കൂടി നമ്മളിതിൻ്റെ ഒരു സെലിബ്രേഷനും കാര്യങ്ങളൊക്കെ ഒരു പ്രോഗ്രാം വരുന്നുണ്ട്. ആ ഒരു പ്രോഗ്രാമിൽ എന്ത് ചെയ്യാം, നമുക്ക് ലോഞ്ച് ചെയ്യും. ഈ സാധനം ലോഞ്ച് ചെയ്യും. നിങ്ങൾക്ക് ഇവിടെ അതേപോലെ സ്ക്രീനിൽ വെക്കും. നിങ്ങൾക്ക് വേണമെങ്കിൽ ഒരു കോപ്പി എടുത്തിട്ട് നിങ്ങൾക്ക് നിങ്ങളുടെ ഓഫീസിൽ അത് കൊണ്ടുപോയി വെക്കാം. ഇതിവിടെ ഓൾറെഡി ചെയ്ത് വെച്ചിട്ടുണ്ട്. നിങ്ങൾ ആ നമ്പർ മാത്രം പറഞ്ഞു കൊടുത്താൽ മതി. ഇതൊക്കെ ഓരോ ആളുകളുടെ പിന്നെ നമ്പേഴ്സാണ്. നമുക്ക് എല്ലാത്തിനും നമ്പേഴ്സ് കാണാൻ പറ്റും. ഓക്കെ, 1 ലക്ഷം ആളുകളുടെ ജീവിതത്തിൽ അവരുടെ ചിലവ് വരുമാനമാക്കി മാറ്റുക. ഇതാണ് ആളുടെ ലക്ഷ്യമായിട്ടുള്ളത്. 288 ആളുകളുണ്ട്. 500 പുരുഷന്മാരുടെ സ്കിൻ കെയർ പ്രാധാന്യം കൊടുക്കുന്ന ആവശ്യമായിട്ട് ഇപ്പോൾ കൊടുക്കുക. 666 ആളുകളുണ്ട്. ഡോക്ടർ 100 വ്യക്തികളുണ്ട് എന്ന് പറഞ്ഞത്. ഇത് 1000 ആളുകളുണ്ട്. ഇതൊക്കെ ഇവരൊക്കെ എന്ത് ചെയ്യുന്നുണ്ട്, അത് അച്ചീവ് ചെയ്തിട്ടുണ്ട്. 500 വീടുകൾക്ക് ഡെയിലി വെയർ 50 കുടുംബങ്ങൾക്ക് വേണ്ടതാണ് പുള്ളിയുടെ പുതിയ ലക്ഷ്യം. 100 കുടുംബങ്ങൾക്ക് വരുമാനം. 5000 ആളുകളുടെ മെഡിസിൻ എക്സ്പെർട്ടാണ്. ഇത് മലബാറുകളുടെ രുചി ഇപ്പോൾ 333 ഇതൊക്കെ ആയി വരുന്നുള്ളൂ. അതുകൊണ്ടാണ് കോപ്പി ചെയ്തിട്ടാണ് നിങ്ങൾ പറയുന്നത്, വെറുതെ വരച്ചിട്ടാണ് എന്നുള്ളതും. അതുപോലെ എന്ത് ചെയ്യുക, പറഞ്ഞു കൊടുത്താൽ മതി. അവനെ അതേപോലെ ചെയ്തിട്ട് ഞങ്ങൾ റിലീസ് ചെയ്യും. സിമ്പിളാണ് കാര്യങ്ങൾ. ഇത് നിങ്ങൾ പബ്ലിഷ് ചെയ്യാം, സോഷ്യൽ മീഡിയയിലൊക്കെ നിങ്ങൾ പബ്ലിഷ് ചെയ്യാം. സോഷ്യൽ കോളർ. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് പറയാനുള്ളത്. ഇനി എന്തെങ്കിലും മാഡത്തിന് ചോദിക്കാമെന്ന് ചോദിക്കാം. ഞാൻ ഏകദേശം എൻ്റെ വന്ന ആ ഇതിൽ നിന്ന് ഞാൻ കുറച്ചുകൂടി കോൺഫിഡൻസ് വന്നു, ഒരു ലക്ഷ്യബോധമൊക്കെ വന്നു. എങ്ങനെ മൂവ് ചെയ്യാമെന്നുള്ള ഒരു ഐഡിയ കിട്ടി ഇത്രയും പറഞ്ഞ കാര്യത്തിൽ നിന്ന്. ഇനി എനിക്ക് ചെയ്യാനുള്ളത് എൻ്റെതായിട്ടൊരു പ്രൊഡക്റ്റിൻ്റെ കാര്യം ഞാൻ സാറിന് സംസാരിച്ചിട്ടുണ്ടായിരുന്നു. സ്കിൻ കെയർ, ഹെയർ കെയർ പ്രൊഡക്റ്റ് നമ്മൾ ഡെയിലി ഉപയോഗിക്കുന്ന പേര് വെക്കാണ്ട് അത് ഇപ്പോൾ സ്റ്റാർട്ട് ചെയ്യേണ്ടതാണ് നമുക്ക് പറയുന്നത്. കുറച്ചുകൂടി കഴിഞ്ഞു. കാരണം നമ്മൾ ഒരു ബിസിനസിൻ്റെ ബേസിക് ലെവലിൽ ഒരു ശരിയായ രൂപത്തിൽ നമ്മുടെ എക്കോസിസ്റ്റം മോഡൽ ബിസിനസ്സിൻ്റെ പ്രത്യേകത എന്താണെന്ന് അറിയാം. ആളുകളെ നമ്മൾ ആഗ്രഹിക്കും. നമ്മളൊരു ആശയം വെക്കുന്നു. ആ ആശയത്തിനെ ബേസ് ചെയ്ത് നമുക്ക് ചുറ്റും ആളുകളെ ബിൽഡ് ചെയ്യും. ആ ആളുകൾ നമ്മൾ ബിൽഡായി കഴിഞ്ഞാൽ പിന്നെ നമുക്ക് എന്തും വിൽക്കാവുന്നതാണ്. ഇവിടെ മൾട്ടിനാഷണൽ കമ്പനികളൊക്കെ ചെയ്യുന്നത് അങ്ങനെയാണ്. ഇപ്പോൾ വേണമെങ്കിൽ 1-2 എക്സാമ്പിൾ, റിയൽ എക്സാമ്പിൾ BNA ആളുകളെയാണ് ആദ്യം ക്രിയേറ്റ് ചെയ്തത്. ആളുകൾ ക്രിയേറ്റ് ചെയ്ത് അവർ അതിൽ വലിയ പ്രൊഡക്റ്റുകളും ചെയ്യുന്നുണ്ട്, അതിലൂടെ വിൽക്കുന്നുണ്ട്, പല രൂപത്തിൽ വിൽക്കുന്നുണ്ട്. വലിയ ട്രെയിനിങ് പ്രോഗ്രാമിന് വലിയ പൈസ കൊടുത്തിട്ട് പോകുന്നുണ്ട് ഇല്ലേ. BNA പല പ്രോഗ്രാമുകളും നിർബന്ധമായിട്ട് പോകും. ഒരു എക്സാമ്പിൾ അതിലുള്ളതുകൊണ്ട് പറയുന്നത് നമുക്ക് ഗൂഗിൾ പല സാധനങ്ങളും നമ്മൾ ഫ്രീ ആയിട്ട് നമുക്ക് തരുന്നുണ്ട്. ഇപ്പം നമ്മൾ പോലും അറിയാതെ നമ്മളെ വിറ്റുകൊണ്ടിരിക്കുകയാണ് ഗൂഗിൾ. കാരണം നമ്മുടെ ബിഹേവിയർ കറക്റ്റായിട്ട് മറ്റാരെക്കാളും അറിയുന്നത് ഗൂഗിളിലാണ്. ഒരു സുന്ദരമായിട്ട് നമ്മൾ വിറ്റുകൊണ്ടിരിക്കുന്നുണ്ട്. കുറച്ച് കഴിഞ്ഞാൽ ഈ പറയുന്ന എല്ലാ ഡാറ്റ ഈ ഉണ്ടാക്കിയെടുക്കുന്ന മുഴുവൻ ഡാറ്റകളും എന്നാൽ നമ്മളറിയാതെ ഗൂഗിളിൽ മന്ത്ലിയോ സബ്സ്ക്രിപ്ഷൻ മോഡലോ നമുക്ക് പേയ്മെൻറ്റ് കൊടുക്കുന്നുണ്ട്. ഗൂഗിൾ അറിയുന്നുണ്ട്. വാട്സപ്പ് അവരൊക്കെ ക്രിയേറ്റ് ചെയ്യുന്ന ആൾക്കാരെയാണ്. ഇതാണ് ഇക്കോസിസ്റ്റം മോഡലിൻ്റെ പ്രത്യേകത. ആമസോൺ എങ്ങനെയാണ് നമ്മൾ ആമസോണിൻ്റെ മെമ്പർ ആയതാണെന്ന് പറഞ്ഞത് നമ്മളറിയാതെ ആ എക്കോസിസ്റ്റത്തിൻ്റെ പാർട്ടായതാണ്. അതേപോലെയാണ് നമ്മളിവിടെ ചെയ്യുന്നത്.
പക്ക എക്കോസിസ്റ്റം ബിൽഡിംഗ് നമ്മളുടെ ബിസിനസ്സിൻ്റെ. ഇത് 100% ഇത് ഒരിക്കലും നിങ്ങൾ എന്ത് ചെയ്യും പബ്ലിക്, കാരണം നിങ്ങൾ മെമ്പർ ആയതുകൊണ്ട് മാത്രം പറയുന്നത്, നമ്മുടെ സിസ്റ്റം മുഴുവൻ പറയുന്നത് BNI അവിടെ നിന്നും പോയി നിങ്ങൾ പറയരുത്, ഇത് മെമ്പേഴ്സിനോട് മാത്രം പറയുന്നത്. നമ്മൾ ആ രീതിയിൽ ഒരുമിച്ച് വളരുന്ന ഒരു സിസ്റ്റം ബിൽഡ് ചെയ്തതാണ്. ഓക്കെ, അപ്പോൾ നിലവിൽ BNI അവർക്കുള്ള അസോസിയേഷനിലുള്ള എല്ലാ ഡിഫക്റ്റുകളും ഒഴിവാക്കിയിട്ട് നമ്മൾ ക്ലിയർ ആയിട്ടൊരു സിസ്റ്റം ബിൽഡ് ചെയ്തതാണ്. ഒരിക്കലും ആളുകൾക്ക് നിരാശ ഇല്ലാത്ത രൂപത്തിൽ മുന്നോട്ട് പോകും. BNI എന്ന് പറഞ്ഞാൽ 10% ആളുകൾക്ക് മാത്രമേ അവിടെ ഹാപ്പി ഉള്ളൂ, ബാക്കിയുള്ളതൊക്കെ അവർ നമ്മളോട് പറയിപ്പിക്കുന്നതാണ്. ഞാൻ പിന്നെ ഇത് പറയാട്ടോ. അപ്പം ആ സിസ്റ്റം അല്ല, പക്ഷേ ഒരിക്കലും നിങ്ങൾ BNI പോകരുത്. ഈ ഒരു സിസ്റ്റത്തിന് 100% നിങ്ങൾ ഈ ഒരു സിസ്റ്റം ബിൽഡ് ചെയ്യാൻ നിങ്ങൾ BNI ഉപയോഗിക്കണം, JCN ഉപയോഗിക്കണം, മറ്റുള്ള സംവിധാനത്തിന് മുഴുവൻ ഉപയോഗിക്കണം. പക്ഷെ നിങ്ങൾ നിങ്ങളുടേതായ എക്കോ സിസ്റ്റമാണ് ബിൽഡ് ചെയ്യേണ്ടത്. ഓക്കെ, അത് പക്ക സിസ്റ്റമാറ്റിക് ആയിട്ട് നിങ്ങൾക്ക് ഇവിടെ ബിൽഡ് ചെയ്ത് തരുന്നതാണ്. അത് 100% നിങ്ങൾക്ക് ലാഭകരം എന്ന് മാത്രമല്ല, നിങ്ങൾക്ക് നല്ല ഹൈ വാല്യൂ പിന്നെ റവന്യൂ ജനറേറ്റ് ചെയ്യാൻ പറ്റുന്ന മോഡലിൽ വളരെ സക്സസ്ഫുൾ. കാരണം നിങ്ങൾക്ക് ഫിനാൻസും കിട്ടും, ഒപ്പം തന്നെ നിങ്ങൾക്ക് നിങ്ങളുടെ വിഷനിലേക്ക് എത്താനുള്ള ടീമും ബിൽഡ് ചെയ്യാം, സിസ്റ്റവും കിട്ടും, എല്ലാം കിട്ടുന്ന രൂപത്തിൽ നിങ്ങൾക്ക് ആ ഒരു ഈ ഒരു സംഭവത്തിൻ്റെ കൂടെ നിങ്ങൾ യാത്ര ചെയ്താൽ മതി. ഇതിന് ബ്രേക്ക് ചെയ്യാതെ ഇതിന് കൂടെ യാത്ര ചെയ്യാം, ഓട്ടോമാറ്റിക്കലി സംഭവിക്കുന്നതാണ്. ഓക്കെ, അപ്പോൾ അത് നിങ്ങൾക്ക് ഏതൊരു മുസ്തഫാൻ്റെ നമ്മൾ ഉടനെ മുസ്തഫാൻ്റെ കമ്മ്യൂണിറ്റി ഒരു പുതിയൊരു കമ്മ്യൂണിറ്റി ഇപ്പോൾ ഓൾറെഡി നമ്മളൊരു എനർജി കമ്മ്യൂണിറ്റി നമ്മൾ സാധനം ബിൽഡ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അത് നടക്കുന്നുണ്ട്. പിന്നെ നമ്മുടെ പിന്നെ ട്രൈക്കാസ് സാധനം ഞാൻ തന്നെ ബിൽഡ് ചെയ്ത് കൊടുത്താണ്. അതിന് പുറമെ സിസ്റ്റമാറ്റിക് ആയിട്ട് വേറെ ഒന്നും കൂടി നമ്മൾ ബിൽഡ് ചെയ്തു. മുസ്തഫാൻ്റെ ഈ ഒരു ട്രൈക്കാസിലെ എല്ലാ ടൈപ്പ് ആൾക്കാരുണ്ട്. ഓക്കെ, ഇപ്പോൾ ഈ ഞായറാഴ്ച പ്രോഗ്രാമും കാര്യങ്ങളും വരുന്നുണ്ട്, പല മേഖലയിൽ നിന്നുള്ള ആളുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇത് പക്ക ഈ ഒരു സിസ്റ്റത്തിൽ വർക്കാവില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ മുസ്തഫ നമുക്ക് സെപ്പറേറ്റ് കമ്മ്യൂണിറ്റി ഉണ്ടാക്കുന്നുണ്ട്. അത് ശരിക്കും പറഞ്ഞാൽ ഈ പുള്ളിയുടെ ഈ മേക്കിംഗ് വരുന്ന പുള്ളിയുടെ ഒരു ഡ്രീം ഉണ്ട്, ആ ഡ്രീമിനെ മാത്രം ബേസ് ചെയ്തിട്ടാണ്. അപ്പോൾ അതിൻ്റെ ഉള്ളിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, നിങ്ങളുടേതായ സംഭവം ചെയ്യാം. ഇനി അതല്ല സ്വതന്ത്രമായിട്ട് നിങ്ങൾ ചെയ്യണമെങ്കിൽ അങ്ങനെയും ചെയ്യാം. അതിൻ്റെ ഉള്ളിൽ ചെയ്തു വെച്ചാൽ അതും സ്വതന്ത്രം തന്നെയാണ് കേട്ടോ. അപ്പോൾ ഒരു സിസ്റ്റം ആയതുകൊണ്ട് മാത്രം അതിൻ്റെ ഉള്ളിൽ ചെയ്യുന്നു എന്നുള്ളതാണ്. അപ്പോൾ നിങ്ങൾക്ക് ഇനിയിപ്പോൾ ചെയ്താൽ മതി. ഇനി അതല്ല നിങ്ങൾക്ക് ഇനി ഇൻകം ജനറേറ്റ് ചെയ്യാനൊക്കെ ആഗ്രഹം ഉണ്ടെന്നുണ്ടെങ്കിൽ ആ ഒരു മുസ്തഫാനെ സപ്പോർട്ട് ചെയ്തിട്ട് ആ ഒരു കമ്മ്യൂണിറ്റിയിൽ ഭാഗമായിട്ട് നിൽക്കുന്നത് ഇൻകം ജനറേറ്റ് ചെയ്യാൻ താല്പര്യമുണ്ടെങ്കിൽ അതും വേണമെങ്കിൽ നമുക്ക് സംസാരിക്കാം. അത് മുസ്തഫാക്കാണ് ആ കമ്മ്യൂണിറ്റി ബിൽഡ് ചെയ്യാനുള്ള അവകാശം. പുള്ളിയുടെ കൂടെ നിന്നിട്ട് എന്ത് ചെയ്യാൻ നിങ്ങൾക്കും ഇൻകം ജനറേറ്റ് ചെയ്യാം. ഓക്കെ, കുറച്ച് കഴിഞ്ഞാൽ സ്വതന്ത്രമായിട്ട് നമുക്ക് ജനറേറ്റ് ചെയ്യാൻ പറ്റും. അത് എന്താണെന്നുള്ളത് പറഞ്ഞുതരാം. കുറച്ച് കാലം നമ്മൾ എന്ത് ചെയ്യും, ജനറൽ വേറെ എന്തിലേക്കും മാറണ്ട, നമ്മൾ ജനറൽ കമ്മ്യൂണിറ്റീൻ്റെ രീതിയിലൊന്ന് മുന്നോട്ട് പോയി നോക്കും. ഓക്കെ, ഓരോ ആഴ്ച ഇപ്പോൾ ഈ ആഴ്ച നമ്മൾ പ്രധാനമായിട്ടും എങ്ങനെയാണ് മീഡിയ നമ്മൾ ഉപയോഗിക്കുക, അതേപോലെ തന്നെ എങ്ങനെയാണ് മാർക്കറ്റിംഗ് നമ്മൾ പിന്നെ ചെയ്യുക, അതേപോലെ തന്നെ എങ്ങനെയാണ് നമ്മൾ മാനേജ്മെൻറ്റ് ചെയ്യുക, ആ ഒരു വിഷയത്തിലാണ് നമ്മൾ ഫോക്കസ് ചെയ്തിരുന്നത്. ഷബീബ് ഇതിൻ്റെ ഡയമണ്ട് മെമ്പറാണ്. അപ്പോൾ ഷബീബ് അങ്ങനെ ആ ഒരു സംഭവം ഡീൽ ചെയ്യുന്നത്, പിന്നെ ആ ഒരു വിഷയത്തിൽ ക്ലാസ് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ ഇതിൽ സ്ഥിരമായിട്ട് എന്ത് ചെയ്യുക, കുറച്ച് കാലമെങ്കിലും നമ്മൾ സ്ഥിരമായിട്ട് എന്ത് ചെയ്യുക, ഇതിൽ പിന്നെ ഒരു ഇത് മിസ്സാക്കാതെ ലൈവായിട്ട് വരിക എന്നുള്ളതാണ്. ഫിസിക്കലി തന്നെ വരാൻ നോക്കുക. ഓക്കെ, ഇതൊക്കെ തന്നെയാണ്. ഇതിന് വേറെ എന്തെങ്കിലും വെക്കാണെന്ന് ചോദിക്കാം. ഇപ്പം ഞാൻ ഇപ്പോൾ ഈ ബ്യൂട്ടി പറഞ്ഞ കാര്യങ്ങൾക്ക് പുറമെ മേക്കപ്പ് എൻ്റെ ഒരു ഭാഗമാണല്ലോ. ഏറ്റവും കൂടുതൽ ഇൻകം വരുന്ന ഒരു സോഴ്സ് മേക്കപ്പ് എന്നുള്ളതാണ്. ഒറ്റ ദിവസം കൊണ്ട് നമുക്കൊരു 15,000 രൂപ 2 മണിക്കൂർ കൊണ്ട് നമുക്ക് ക്രിയേറ്റ് ചെയ്യാൻ പറ്റും മേക്കപ്പിന് പോയാൽ. നമ്മളൊരു ബ്രൈഡിനെ ഒരുക്കിയിട്ട് രാവിലെ ഒരു 6 മണിക്ക് പോയി കഴിഞ്ഞാൽ 8 മണി 8:30 ആകുമ്പോഴേക്കും അവർ ഫിനിഷ് ചെയ്ത് കൊടുത്താൽ നമ്മൾ ഒരു ദിവസം നമുക്ക് അത്ര ഇൻകം ഏൺ ചെയ്യാൻ പറ്റും ഒരു ബ്രൈഡിനെ ഒരുക്കി കൊടുക്കുന്നതോടുകൂടി. ഇപ്പം ഞാൻ 2 സ്ഥലത്ത് സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട്. ഒന്ന് മുസ്തഫാൻ്റെ അവിടെ, ഒന്ന് റോസിയ പറയുന്ന NRI കല്യാണങ്ങൾ നടക്കുന്ന കൺവെൻഷൻ സെൻറ്ററിൻ്റെ ഉള്ളിൽ. ഈ NRI കല്യാണങ്ങൾ നടക്കുന്ന കൺവെൻഷൻ സെൻറ്ററിൻ്റെ ഉള്ളിൽ ബ്രൈഡ് കൂടാതെ അവരെ ഫാമിലി മെമ്പേഴ്സിനൊക്കെ നമുക്ക് ഒരുക്കാനുള്ള ഓപ്ഷൻസും കൂടി ഉണ്ട്. അത് നമ്മളെങ്ങനെ, അപ്പോൾ അവിടുന്ന് അവിടെ ഓഡിറ്റോറിയം ബുക്ക് ചെയ്താൽ നമുക്ക് ആ നമ്പർ കിട്ടിക്കഴിഞ്ഞാൽ അവരോട് സംസാരിക്കുന്നതിനനുസരിച്ചാണ് നമുക്ക് എത്ര ഹ്യൂജായിട്ട് ആളുകളെ അവിടെ ഒരുക്കി സ്റ്റേജിലേക്ക് കയറ്റാൻ പറ്റും എന്നുള്ളത് നമ്മൾ പറയുന്നതിനനുസരിച്ചാണ് തീരുമാനിക്കുന്നത്. എല്ലാവർക്കും ഫോട്ടോഷൂട്ടിന്റെ മുൻപേ നന്നായിട്ടൊന്ന് മേക്കപ്പ് ചെയ്യാൻ ഏതാളുടെ ഉള്ളിലോ ആഗ്രഹം ഉണ്ടാവും. അതിന് ആ സ്റ്റേജിന്റെ തൊട്ട് പിറകിലായിട്ട് നമ്മുടെ മേക്കപ്പ് സ്റ്റുഡിയോ ഉണ്ട്. പിന്നെ ഈ NRIs എന്ന് പറഞ്ഞാൽ വരുന്നവരൊക്കെ അത്യാവശ്യം ഇൻകം ഉണ്ടാവും. പൈസ നോക്കിയിട്ടാവില്ല അവിടെ അവർ വരുന്നത്. പൈസ അവരുടെ വിഷയമാവില്ല. അവർക്ക് ഭംഗിയായിരിക്കണം എന്നുള്ളതായിരിക്കും. അതിനെ എനിക്ക് എങ്ങനെ ഉപയോഗപ്പെടുത്താൻ പറ്റും?
അതായത് രണ്ടാമത്തെ ഇൻകം സോഴ്സ് ആണ് നിങ്ങൾ പറഞ്ഞത്. അതെ. തീർച്ചയായിട്ടും നിങ്ങൾ ഇവിടെ വരും പ്രത്യേകം ശ്രദ്ധിക്കേണ്ട കാര്യം, ഇവിടെ വരുന്ന ചില ആൾക്കാർ എന്താണെന്ന് വെച്ചാൽ എക്സൈറ്റ്മെന്റിൽ നിലവിലുള്ള പല സാധനം ഇത് ഒഴിവാക്കരുത്. ഞാൻ പറഞ്ഞത് ഒഴിവാക്കരുതെന്ന് പറയുന്നത്. ഒഴിവാക്കുന്നത് മാത്രമല്ല, ഇത് നിങ്ങൾ എന്ത് ചെയ്ത് നിങ്ങൾ വിഷനുമായിട്ട് അറേഞ്ച് ചെയ്യും. അതായത് ഇപ്പോൾ നിങ്ങൾക്ക് ഒരു ലേഡീനെ കാണുന്നുണ്ടെങ്കിൽ നിങ്ങൾ അവരോട് വിഷൻ പറയാം, അവരോട് അടക്കം നിങ്ങളുടെ വിഷൻ പറയാം. അതിൻ്റെ പാർട്ടായിട്ടാണ് ഞാൻ മാഡത്തിനെ ഈ ഒരു സംഭവത്തിൽ വരുന്നത്. എൻ്റെ വിഷന്റെ ഭാഗം കൂടിയാണ് എന്ന് പറയാം. നമ്മൾ പോകുന്ന രീതി പറയാം. പ്ലസ് പരമാവധി ഇത്തരത്തിലുള്ള സംഭവങ്ങൾ കിട്ടാൻ വേണ്ടിയുള്ള ശ്രമം നടത്തും. എന്നിട്ട് എങ്ങനെ പോയാൽ നമുക്കിവിടെ സ്കോറിങ്ങിൽ നിങ്ങൾക്ക് ഏറ്റവും കൂടുതൽ നമ്മൾ പ്രോത്സാഹിക്കുന്ന സാധനമാണ് നിങ്ങളുടെ ഇൻഫ്ലോ നിങ്ങൾ കൂട്ടിച്ച് നമുക്ക് പ്രത്യേകിച്ച് ഒരു ഇതുമില്ല. നിങ്ങൾ എന്ത് ചെയ്ത് നിങ്ങൾ ഫിനാൻഷ്യലി എന്താവണം എപ്പോഴും ഒരു ഡ്രീമിലേക്കുള്ള യാത്രയാണല്ലോ. ആ ഡ്രീമിലേക്ക് യാത്ര മുടങ്ങാതിരിക്കുന്നുണ്ട്. നിങ്ങളുടെ ഫിനാൻഷ്യൽ ഗ്രോത്ത് എപ്പോഴും ഉണ്ടാവണം. അത് സസ്റ്റെയിൻ ആയിട്ട് നിലനിൽക്കണം എന്നുള്ളത് ആഗ്രഹിക്കുന്നു. അതുകൊണ്ട് വെച്ചാൽ എവിടെയൊക്കെ നിങ്ങൾക്ക് ഫണ്ടുകൾ കിട്ടാനുള്ള മാർഗമുണ്ടോ അതൊന്നും എന്ത് ചെയ്യാൻ പാടില്ല, മുടക്കാൻ പാടില്ല, മിസ് ചെയ്യാൻ പാടില്ല. അത് ഇന്ന് തന്നെ മാക്സിമം അത്തരം ആളുകളെ നിങ്ങൾ വിളിച്ചിട്ട് അത് നിങ്ങൾക്ക് ഈ ഒരു സിസ്റ്റത്തിനും കമ്മ്യൂണിറ്റിനും ഒക്കെ ഉപയോഗപ്പെടുത്താം. ഓക്കെ, അപ്പോൾ അത് ഇപ്പോൾ നിങ്ങൾക്കൊരു ഓപ്ഷനാണ്. ഇപ്പോൾ 2 തവണ ഈ ഒരു പ്രോഗ്രാമിൽ വിസിറ്റ് ചെയ്യാൻ ഫ്രീ ആണ്. നിങ്ങളൊരു മെമ്പർ ആയി കഴിഞ്ഞാൽ 2 പേരെ നിങ്ങൾക്ക് ഈ ഒരു പ്രോഗ്രാമിലേക്ക് കൊണ്ടുവരാം. ചാർജൊന്നും ഇല്ല. അത് നിങ്ങൾക്ക് മാത്രമുള്ളൊരു ഓപ്ഷനാണ്. 2 തവണ എന്ത് ചെയ്യാം, ഫ്രീ ആയിട്ട് നിങ്ങൾക്ക് എന്ത് ചെയ്യാം 2 പേരെ കൊണ്ടുവരാം. അപ്പോൾ ഈ ഒരു കമ്മ്യൂണിറ്റിയിൽ ഒരാൾ വന്നു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും അവരെ സംബന്ധിച്ചിടത്തോളം നിങ്ങൾക്ക് ഒരു നെക്സ്റ്റ് ലെവൽ ഒരു ഇത് കിട്ടും. ഒരു നെക്സ്റ്റ് ലെവൽ ഒരാളെ കൊണ്ടുവന്നു കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ടും അവരിലൂടെ നിങ്ങൾക്ക് എന്തെങ്കിലും സംഭവിക്കും. BNLൊക്കെ കൊണ്ടുവരുന്ന പോലെയല്ല. BNL കൊണ്ടുവന്ന് കഴിഞ്ഞാൽ അവർ BNL ചെയ്യുകയാണ് ചെയ്യുന്നത്. മറിച്ച് അതിനെ ഇവിടെ നിങ്ങൾ ഒരാളെ കൊണ്ടുവന്നു കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ട് അതിൻ്റെ റിസൾട്ട് നിങ്ങൾക്ക് കിട്ടുക. അത് നിങ്ങൾക്ക് ചാർജ് ഒന്നും ചെയ്യേണ്ട ആവശ്യമില്ല. വെറുതെ ഫ്രീ ആയിട്ട് തന്നെ അവർക്ക് വരാൻ എന്നതാണ്. അപ്പോൾ സ്വാഭാവികമായിട്ടും ഇത്തരത്തിലുള്ള കണക്ടിവിറ്റീനെ നിങ്ങൾ മാക്സിമം നല്ല രൂപത്തിൽ ഉപയോഗപ്പെടുത്താൻ വേണ്ടിയിട്ട് ശ്രമിക്കുക എന്നതാണ്. മാക്സിമം അവരിൽ നിന്നും ആ ഒരു ഫണ്ട് കിട്ടാൻ പറ്റും. ഇന്ന് മുതൽ തന്നെ ആ സംഭവം നിങ്ങളെ ഒരു ഗോൾ അച്ചീവ് ചെയ്യുന്ന രൂപത്തിൽ കണ്ടാൽ മതി. കാരണം ഈ ഒരാഴ്ച ആ ഒരു ബന്ധം വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് 2-3 ആളുകൾ നിങ്ങളുടെ വിഷനിലേക്ക് കിട്ടും. നിങ്ങൾക്ക് 1 ലക്ഷം എന്നുള്ള ആ വിഷനിലേക്ക് 3 ആളുകൾ കിട്ടും. ഫണ്ടും അതുപോലെ ഇൻഫ്ലോ കൂടാൻ നിങ്ങൾക്ക് ഈ ഒരു ലിസ്റ്റിലേക്ക് എഴുതാനുള്ള ഫണ്ടും നിങ്ങൾക്ക് അപ്പോൾ കയറും. അപ്പോൾ സ്വാഭാവികമായിട്ടും നിങ്ങളെ സംബന്ധിച്ചിടത്തോളം ഒരു അടുത്ത ലെവലിൽ പോകാനുള്ള ഒരു എനർജി നിങ്ങൾക്ക് കിട്ടും. അങ്ങനെയാണ് നിങ്ങൾ ഇതിനെ കാണുന്നത്. അപ്പോൾ അവരിൽ നിന്നും അടുത്ത ഒരാളിലേക്ക് നിങ്ങൾക്ക് പോകാനുള്ള ശ്രമം നടത്താം. ഓക്കെ, അപ്പോൾ അത് നിങ്ങൾ മിസ് ഔട്ട് ചെയ്യേണ്ടെന്നുള്ളതാണ്. അതിനുവേണ്ടി നിങ്ങൾ ഓവറായിട്ട് എന്ത് ചെയ്യേണ്ടത്, കുറേ ഇൻഫ്രയിലേക്കൊന്നും ഫോക്കസ് ചെയ്യേണ്ട. അവിടെ കുറേ സ്ഥാപനങ്ങൾ തുറന്നതിന് പകരം നിങ്ങൾ പേഴ്സണൽ വിസിബിലിറ്റി മാക്സിമം കൂട്ടുകയും ആ രീതിയിൽ റീച്ച് ഔട്ട് ചെയ്യുക എന്നുള്ളതാണ്. അപ്പം ഈ എക്കോസിസ്റ്റത്തിൽ കഴിഞ്ഞാൽ ഇപ്പം നിങ്ങളൊരു സംവിധാനം ഉണ്ട്. ഇപ്പോൾ നിങ്ങൾ ഇതേപോലെ ബ്യൂട്ടീഷ്യൻ ചെയ്യാൻ പറ്റുന്ന നിങ്ങൾ പോലും അറിയാതെ ഒരു തരത്തിലുള്ള സ്ഥാപനം ഇല്ലാതെ ഈ ഒരു സെൻറ്റർ പോയിന്റ് മാത്രം ഉപയോഗിച്ചിട്ട് ഇപ്പം നമ്മുടെ സ്ഥാപനം ഉണ്ട്, നമ്മുടെ ഈ ഒരു എക്കോസിസ്റ്റം ഉണ്ട്. ഈ എക്കോസിസ്റ്റത്തിൽ ഇത്തരത്തിലുള്ള സംഭവം ഡീൽ ചെയ്യാൻ പറ്റുന്ന ഒരു ടീമിനെ നിങ്ങൾക്ക് ബിൽഡ് ചെയ്യാൻ പറ്റും. അവർ ഇവിടെ വന്നു കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കലി ഒരു സിസ്റ്റത്തിനനുസരിച്ചാണ് മൂവ് ചെയ്യുക. ഒരിക്കലും അവർ തോന്നിയ പോലെ ചെയ്യില്ല. കാരണം അവർ എല്ലാ ആഴ്ചയും കൂടെ വരുന്നുണ്ട്. അപ്പോൾ ആ രീതിയിലുള്ള ആളുകളെ നിങ്ങൾക്ക് ഇതിൻ്റെ ഉള്ളിൽ തന്നെ ഒരു സെപ്പറേറ്റ് കമ്മ്യൂണിറ്റി ഒന്നും ഉണ്ടാക്കിയില്ലെങ്കിൽ പോലും നിങ്ങളൊരു ടീമിനെ അവർക്ക് അവരോട് പറയാം ഇത്തരത്തിലുള്ള സംഭവങ്ങൾ നടക്കുന്നത് ചെറിയ ഒരു ടീമിനെ നിങ്ങൾക്ക് ഇതിൻ്റെ ഉള്ളിൽ തന്നെ ബിൽഡ് ചെയ്യാം. അപ്പോൾ അവർക്ക് നമ്മൾ ഇതേ ട്രെയിനിങ്ങിനെ കൊടുക്കുന്നത്. അവർ നിങ്ങൾ വേറെ ട്രെയിനിങ്ങോ കാര്യങ്ങളോ ഒന്നും ചെയ്യേണ്ട ആവശ്യമില്ല. അവർ നിങ്ങൾ കൊളാബറേറ്റേഴ്സായിട്ട് പിന്നെ കണ്ടാൽ മതി. പിന്നെ കുറച്ച് കഴിഞ്ഞാൽ ഒരു ടീമിൽ 10 പേരൊക്കെ ആയി കഴിഞ്ഞാൽ നമ്മൾ സെപ്പറേറ്റ് കമ്മ്യൂണിറ്റി സ്റ്റാർട്ട് ചെയ്യും. കമ്മ്യൂണിറ്റി സ്റ്റാർട്ട് ചെയ്താൽ പിന്നെ ഈ പറയുന്ന കല്യാണം എന്ന് പറയുന്ന സംഭവം നിങ്ങൾ ഡീൽ ചെയ്യാൻ ഇവരെ നമ്മുടെ ഈ സിസ്റ്റം ഉപയോഗിച്ചുകൊണ്ട് നമ്മുടെ സപ്പോർട്ടോടുകൂടി തന്നെ നിങ്ങൾക്ക് ഈ ഒരു വിഷൻ വെച്ചിട്ട് അപ്പോൾ അവിടെ ചിലപ്പോൾ നമ്മളെന്ത് ചെയ്താൽ ഇതിൽ വന്ന ഈ കല്യാണങ്ങളൊക്കെ പിന്നെ നന്നായിട്ട് ഡീൽ ചെയ്യാൻ പറ്റുന്ന ഒരു വ്യക്തിയെ നമ്മൾ എന്താക്കും ഇതിലെ കമ്മ്യൂണിറ്റി ഓണറാക്കി വെക്കും. അപ്പോൾ അയാളുടെ വിഷൻ അതാണ്. നമ്മൾ അവരെ കൂടി കൊടുത്തിട്ട് അവർ ഇതേപോലെ കല്യാണങ്ങൾ അവിടെ നിന്ന് കല്യാണം പിടിച്ചു ഈ ഒരു ടീമിനെ ഉപയോഗിച്ച് നമ്മൾ വളരെ വൃത്തിയായിട്ട് ചെയ്യും. ഇതിനൊരു ഓഫീസിൻ്റെ ആവശ്യമില്ല. നമുക്ക് ഇതേപോലെ തന്നെ നമ്മളുടെ ഒരു ഓഫീസ് വരുന്നുണ്ട്. അപ്പോൾ സ്വാഭാവികമായിട്ടും ആ സംഭവം നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, നിങ്ങൾക്കത് ഉപയോഗിക്കാൻ പറ്റും. അതിനുവേണ്ടി നിങ്ങൾ ഒരുപാട് ക്യാഷ് മുടക്കേണ്ട ആവശ്യമൊന്നുമില്ല. അപ്പോൾ നിങ്ങൾക്കിപ്പോൾ ഒരു ബ്യൂട്ടി സംഭവം നടത്താൻ നമുക്കവിടെ ഒരു സെൻറ്റർ എന്ന് പറയുന്നത് ഇപ്പോൾ നിങ്ങളിപ്പം സാധാരണഗതിയിൽ നിങ്ങളിപ്പോൾ ഒരാൾ ഇവിടെ വന്നാൽ നിങ്ങൾക്ക് ബ്യൂട്ടീഷ്യൻ ചെയ്തു നിങ്ങൾക്ക് ശരിക്കും ഇൻഫ്രാസ്ട്രക്ചർ പൈസ ചിലവാക്കേണ്ട മേഖലയല്ല. അപ്പോൾ നോക്കൂ നിങ്ങൾ, അപ്പം ഇത് ക്ലോസ് ചെയ്യാനും നമുക്ക് നമ്മുടെ സ്റ്റാൻഡേർഡ് കാണിക്കാനും മാത്രമാണ് നമുക്ക് ഇത് വേണ്ടത്. നമുക്കൊരു സ്ഥാപനം ആവശ്യമുള്ളത്. ഇത് നോക്കൂ, ഇതാണ് നമ്മുടെ ഇത് വരിക. ഇതേപോലെ സംഭവം നമ്മൾ ബിൽഡ് ചെയ്യും.
ഇത് മതി നിങ്ങൾക്ക്, ഇതന്നെ മതി നിങ്ങൾക്ക്. ഈ സിസ്റ്റത്തിൽ ഈ സിസ്റ്റം പ്രകാരം പോകണമെന്ന് മാത്രമേ ഉള്ളൂ. ഈ ഒരു സിസ്റ്റം മാത്രം മതി നിങ്ങൾക്ക്. ഇത് ഫ്രീ ആയിട്ട് ഉപയോഗിക്കാനും പറ്റും. കമ്മ്യൂണിറ്റി ഓണർ ആയി കഴിഞ്ഞാൽ ഫ്രീ ആയിട്ട് ഉപയോഗിക്കാനുള്ള ഓപ്ഷൻ ഉണ്ട്. അല്ലെങ്കിൽ തന്നെ ചെറിയ ചാർജ് വരും. ഇതിവിടെ മഞ്ചേരി ഫസ്റ്റ് വരുന്നുണ്ട്. പിന്നെ നമ്മളെല്ലാ ടൗണിലും ഇതേപോലെ വരുന്നുണ്ട്. പിന്നെ ഇതേപോലെ നിങ്ങളിതുപോലെ പിന്നെ ഈ രീതിയിൽ നിങ്ങൾ ഏതെങ്കിലും രൂപത്തിൽ നിങ്ങളുടേതായ ഒരു ഫിസിക്കൽ സംഭവം നിങ്ങൾ വരുന്നുണ്ട്, അതിനോട് അസോസിയേറ്റ് ചെയ്ത് നമുക്കിത് ചെയ്യാൻ പറ്റും. ഓക്കെ, ഇപ്പോൾ വലിയ ഓഡിറ്റോറിയങ്ങൾ ഉണ്ടെങ്കിൽ അവിടെയും നമുക്കിത് ഒരു പാർട്ടായിട്ട് നമ്മൾ സെറ്റ് ചെയ്യാൻ പറ്റും. നമ്മൾ ചില കണ്ടീഷൻസ് ഉണ്ട്. അപ്പോൾ ഇത് ഈ ഒരു സംഭവം തന്നെ നമ്മൾ ഈ ഒരു പ്രോസസ്, ഈ ചാർട്ടുകൾ റൺ ചെയ്യാനുള്ള ഒരു സിസ്റ്റം മാത്രമാണ്. ഓക്കെ, അപ്പോൾ ഒന്നുമില്ല, നമുക്ക് ഒരുപാട് ഇത് ചെയ്യണ്ട. നമ്മളിപ്പോൾ പോകുന്ന സംഭവം തന്നെ മെല്ലെ മെല്ലെ ഒറ്റ ദിവസം കൊണ്ട് എല്ലാം മാറ്റം വരുത്തുന്നത്. നിങ്ങളിപ്പോൾ ഒന്നും ചെയ്യേണ്ട. നിങ്ങൾ ഇപ്പം ചെയ്യുന്ന സംഭവത്തിന് മാക്സിമം എന്ത് ചെയ്യാം, അതിൽ നിന്ന് മാക്സിമം ഇൻകം വരാൻ പറ്റുന്ന രൂപത്തിലേക്ക് കാര്യങ്ങൾ സെറ്റ് ചെയ്യാൻ പോകുന്നത്. തീർച്ചയായിട്ടും സംശയമില്ല. അത് താഴേക്ക് വന്ന് ഞാൻ ബാക്കിയുള്ളൊക്കെ ഈ പറഞ്ഞ ടൈമൊക്കെ സ്റ്റക്കായി പോകും. അപ്പോൾ അതിൽ തന്നെയാണ് നിങ്ങൾ ഫോക്കസ് ചെയ്യേണ്ടത്. അതിൽ ഒന്നാമത്തെ ഇൻകം എന്ന് പറഞ്ഞാൽ ബ്യൂട്ടി പാർലർ, അതിലേക്ക് മാക്സിമം ആളുകൾ എത്തിക്കാൻ വേണ്ടി നോക്കുക. പിന്നെ ഇത്തരം വർക്കുകൾ നിങ്ങൾക്ക് എവിടെയൊക്കെ കിട്ടാനുണ്ടോ അതിനു വേണ്ടി നിങ്ങൾ ടൈം സ്പെൻഡ് ചെയ്യുക. അക്കാദമി പറഞ്ഞത് മൂവ് ചെയ്യാന് ഞാൻ എങ്ങനെ കുട്ടികളെ അല്ലെങ്കിൽ അത് ആവശ്യമുള്ളവരെ അവിടേക്ക് എത്തിക്കുന്ന ആലോചിച്ചു. അപ്പൊ അതിന്റെ കൂട്ടത്തിൽ എനിക്ക് കിട്ടിയത്, ഞാൻ കോളേജുകളിൽ പോയി സംസാരിച്ചിട്ട് അവർക്കൊരു 10 ദിവസത്തെ ട്രെയിനിങ് പ്രോഗ്രാം, ഒരു 30,000 ഉള്ള കോഴ്സ് ഫീസ്, ഒരു 1000 രൂപ രജിസ്ട്രേഷൻ ഫീസ് മാത്രം വാങ്ങിയിട്ട് താല്പര്യമുള്ള കുട്ടികളെ കോളേജ് കഴിഞ്ഞ സമയം 1 മണിക്കൂർ നിർത്തി ക്ലാസ് എടുത്ത് കൊടുക്കാൻ തീരുമാനിച്ചു. ഇപ്പം പിന്നെ നമ്മുടെ കാവുകിൽ, മലപ്പുറം കാവുകിൽ ഒരു വുമൺസ് കോളേജും കുണ്ടുപറമ്പ് ഗവൺമെന്റ് കോളേജിൽ സംസാരിച്ച് വെച്ചിട്ടുണ്ട്. അപ്പം ഞാൻ കടയിൽ നിന്ന് 1 മണിക്കൂർ ഈ കോളേജ് വിടുന്ന സമയത്ത് പോയാൽ 1000 രൂപ, ഒരു 30 പേര്, എത്രയോ കുട്ടികൾ പഠിക്കുന്ന കോളേജാണ്, ഒരു 30,000 രൂപയായി. ഞാൻ പോയതിന് എനിക്ക് നഷ്ടമില്ല. ഇത് കഴിഞ്ഞിറങ്ങുന്ന ഡിഗ്രി കഴിഞ്ഞ് വേറെ ഒന്നിനും തിരിയണ്ടെന്ന് ആഗ്രഹിക്കുന്ന ഇതിൽ പാഷനുള്ള കുട്ടികളെ എനിക്ക് എൻ്റെ അക്കാദമിയിലേക്ക് അവർ പഠിച്ചിറങ്ങുന്നതോട് കൂടിയിട്ട് കൊണ്ടുവരാൻ പറ്റും. അപ്പൊ ഈ കുട്ടികളെ എല്ലാവരുമായിട്ട് എനിക്കൊരു അടുപ്പം വരും. അവരുടെ ഒരു ഗ്രൂപ്പ് ഉണ്ടാവും. യങ്ങായ കുട്ടികളുടെ ഒരു ഗ്യാങ് ഉണ്ടായിരിക്കും. കുറെ മോഡലുകൾ എനിക്ക് അതിന് കിട്ടും. കാരണം മേക്കപ്പ് എന്ന് പറയുമ്പോൾ മോഡലുകൾ എനിക്ക് ആവശ്യമുണ്ട്. കാരണം ഞാൻ ഫോട്ടോഷൂട്ട് നടത്തുമ്പോൾ എൻ്റെ കഴിവ് കാണിക്കുന്നത് മോഡലുകളിലാണ്. ബ്രൈഡിനെ ചിലപ്പോൾ എനിക്ക് കറക്റ്റായിട്ട് കിട്ടിക്കൊള്ളുന്നില്ല. അപ്പൊ ഈ കോളേജുകളിൽ യൂത്തിന്റെ ഇടയിൽ മേക്കപ്പ് ഇഷ്ടപ്പെടുന്ന കുട്ടികളെ ഒരു ഗ്യാങ് ആക്കി എടുക്കാനും, അടുത്ത ഈ കോളേജുകാർക്കും അതായത് അവരുടെ ഒരു കുട്ടിക്ക് ജോബ് പഠിക്കാനുള്ള ഒരു അവസരം ഉണ്ടാക്കി കൊടുക്കലാണ്. അത് തൊഴിലധിഷ്ഠിത കോഴ്സ് ഉണ്ട് അവർക്ക്, പക്ഷെ അവരാരും ചെയ്യുന്നില്ല എന്നുള്ളത്. അപ്പൊ നമ്മളത് ഫ്രീ ആയിട്ട് ചെയ്യുന്നു എന്നുള്ളതും, ഒരു ഇത് പഠിച്ചിറങ്ങുമ്പോൾ 30,000 വാങ്ങിക്കുന്നിടത്ത് 1,000 മാത്രം രജിസ്ട്രേഷൻ ഫീസ് വാങ്ങുമ്പോൾ അവർക്കൊരു സർട്ടിഫിക്കേഷൻ കോഴ്സ് പഠിക്കുന്നു എന്നും അതിന്റെ അപ്ഡേഷൻ വേണമെന്ന് തോന്നുമ്പോൾ നമ്മൾ അക്കാദമി മലപ്പുറത്ത് തന്നെ ഉണ്ട് എന്നുള്ളതും എനിക്ക് അവിടെ പറയാൻ പറ്റും. അപ്പൊ എനിക്ക് ഈ യൂത്തായ കുറെ കുട്ടികളുടെ കണക്ഷനും എൻ്റെ അക്കാദമിയിലേക്ക് ഒരു 30 ആളെ പഠിപ്പിച്ച ഒരു 6 ആൾ ഇങ്ങോട്ട് വന്നാൽ എനിക്കിവിടെ ട്രെയിനിങ്ങിന് ആളെ കിട്ടും. അപ്പൊ അങ്ങനെ ഒരു പ്ലാൻ ഞാൻ ഇപ്പൊ കണ്ടു. ഈ സെയിം സാധനത്തിന്റെ ഒരു നെക്സ്റ്റ് ലെവൽ സാധനം ഞാൻ പറയാം. നമ്മൾ ചെയ്യുന്ന സംഭവത്തിന്റെ നെക്സ്റ്റ് ലെവൽ സാധനം ഇതേ ഫോർമാറ്റിൽ ഞാൻ പറഞ്ഞുതരാം. അതായത് നമ്മളിപ്പോ ഇതിലൊക്കെ ഇപ്പൊ നമ്മൾ ഒക്കോമുണ്ട്, അതേപോലെ തന്നെ ഡോക്ടർ ഉണ്ട്. ഇതിന് നമ്മൾ എന്ത് ചെയ്യുന്ന വെച്ചാൽ ഇതേ ഫോർമാറ്റിൽ ഈ ഒരു കുട്ടികളെ സംബന്ധിച്ചിടത്തോളം ഇവർക്ക് നെക്സ്റ്റ് ലെവൽ പോകണമല്ലോ. അപ്പൊ അവർക്ക് ജസ്റ്റ് ഒരു അക്കാദമി എന്ന് പറഞ്ഞ ഏതെങ്കിലും സ്ഥാപന ഇൻസ്റ്റിറ്റ്യൂട്ടിൽ പഠിക്കുന്നതിന് പകരം അവർക്ക് എന്ത് ചെയ്യാന്ന് ചിലപ്പോൾ നിങ്ങളുടെ ബ്യൂട്ടി കമ്മ്യൂണിറ്റി നമ്മൾ ലോഞ്ച് ആയിട്ട് കരുതുക, അത് ബ്യൂട്ടി എക്സ്പെർട്ടുകളാണ് ഒരുപാട്, നിങ്ങളെ പോലെ കുറെ ആൾക്കാരുണ്ടാവും. പിന്നെ നിങ്ങൾക്കൊന്നും കയ്യെത്തി പിടിക്കാൻ പറ്റാത്ത റേഞ്ചിലുള്ള ആൾക്കാരെ നമുക്ക് അതിൽ കൊണ്ടുവരാൻ പറ്റും. അത് കമ്മ്യൂണിറ്റി ആകുമ്പോൾ ഗുണമാണ്. അപ്പൊ ഇത്രയും ആളുകൾ എക്സ്പെർട്ടേഴ്സിന്റെ ഇടയിൽ വന്ന് ഇവർക്ക് പഠിക്കാൻ ഈ സാധനം നമ്മൾ പക്ക ഒരു കോഴ്സ് ആക്കി മാറ്റും. സെയിം സിസ്റ്റം. ഈ പറഞ്ഞ കാര്യത്തിന് ഏറ്റവും ആപ്റ്റ് ആയിട്ട് ഇപ്രാവശ്യത്തെ സംസ്ഥാന അവാർഡ് ജേതാവ് റോണക്സ് സേവിയർ എൻ്റെ ബെസ്റ്റ് ഫ്രണ്ടാണ്. അയാള് ഇപ്പൊ 3ാമത്തെ പ്രാവശ്യമാണ് സംസ്ഥാന അവാർഡ്. ബ്രഹ്മയുഗം, അതേപോലെ കാന്താര ഇതൊക്കെ ചെയ്ത ആളാണ്. ആ ആള് എൻ്റെ ബെസ്റ്റ് ഫ്രണ്ടാണ്. അപ്പൊ നിന്റെ ബിസിനസ്സിന് എന്ത് വേണമെങ്കിലും ഹെൽപ്പ് ചെയ്യാൻ ഞാൻ റെഡിയാണ്. കോഴിക്കോടോ പാലക്കാടോ മേക്കപ്പ് വർക്ക് ഉണ്ടാവുമ്പോൾ മലപ്പുറത്ത് വന്നിട്ട് ചെയ്യാം. അപ്പൊ ഞാൻ നമ്മുടെ ഈ ഒരു സ്റ്റുഡിയോയിലൊരു ഇന്റർവ്യൂ പോലെ ആളിനെ എടുക്കണം കരുതുന്നുണ്ട്. അതുപോലെ ഇപ്പൊ ഞാൻ പെൺകുട്ടികളെ ഒരുക്കുന്നുള്ളൂ. ഫിലിം ഫീൽഡിൽ മേക്കപ്പ് ആർട്ടിസ്റ്റുകളുടെ ഭയങ്കരമായ കുറവുണ്ട്. ഇയാളുടെ അണ്ടറിൽ തന്നെ 10ഉം 20ഉം സിനിമകൾ നടക്കുന്നുണ്ട്. അവിടേക്കൊക്കെ മേക്കപ്പ് ആർട്ടിസ്റ്റുകളുടെ കുറവുണ്ട്. അപ്പൊ ഈ കോളേജുകളിൽ ചെല്ലുമ്പോൾ ആൺകുട്ടികൾക്കും താല്പര്യമുള്ളവരുണ്ട് മേക്കപ്പ് ബ്രൈഡ് എന്നല്ലാതെ.
അപ്പോൾ ക്യാരക്ടർ മേക്കപ്പ് ചെയ്യാനുള്ള ട്രെയിനിങ് ഇയാൾ വന്നിട്ട് ചെയ്ത് കൊടുക്കാൻ ഓക്കെയാണ് ആള്. അപ്പൊ നമുക്ക് ആ രീതിയിലും ചെയ്യാൻ പറ്റും, അല്ലാതെ പഠിപ്പിച്ചിറക്കല്ല, അത് തൊഴിൽ തന്നെ ആക്കി കൊടുക്കാം. അതെ കറക്റ്റ് നമ്മുടെ ഈ ഒരു എക്കോസിസ്റ്റം മോഡൽ ഇപ്പൊ ഈ പറഞ്ഞ മോഡൽ വന്നു കഴിഞ്ഞാല് ഇപ്പൊ നിങ്ങളെ ബ്യൂട്ടി കമ്മ്യൂണിറ്റി വന്നു കഴിഞ്ഞാല് അതിലേക്ക് നേരിട്ടാൽ മതി. അതിൽ കിട്ടുന്ന അൾട്ടിമേറ്റ് സാധനമായിരിക്കും കിട്ടുക, അത്രയും സൂപ്പർ സാധനമായിരിക്കും കിട്ടുക. അതൊരു 1 year അവർക്ക് ജോയിൻ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ആവശ്യമുള്ളത് അവരെടുക്കാം. അപ്പൊ ഇത്രയും ടോപ്പിലിരിക്കുന്ന ഒരാൾ നമുക്ക് എന്ത് സപ്പോർട്ടിനും ഉണ്ടാവുമ്പോൾ എനിക്ക് അതിനെ ഉപയോഗപ്പെടുത്താൻ നമ്മളുടെ ഈ ഒരു സിസ്റ്റത്തിൽ ഞാൻ വന്നാല് ഒരു ഇന്റർവ്യൂ വെച്ചിട്ട് ഞാൻ ഇതിനോട് യോജിച്ച് ബ്രൈഡയുടെ എല്ലാ പ്രവർത്തനങ്ങളും ഞാൻ ഉണ്ടായിട്ട് അയാളുടെ ഭാഗത്തു നിന്നൊരു ഇന്റർവ്യൂ കൂടി നമ്മൾ ഇറക്കി കഴിഞ്ഞാൽ ധൈര്യമായിട്ട് നമുക്ക് ആളുകൾ ഇതിലേക്ക് വരും. കാരണം ഇതിന് കറക്റ്റ് ആയൊരു ഒരു പിന്നെ സ്ട്രോങ് ആയ പില്ലോ ഉണ്ട് എന്നുള്ളത് അവർക്ക് മനസ്സിലാവും. അപ്പോ വെറുതെ ഇപ്പൊ ഒത്തിരി കുറെ ഇൻസ്റ്റിറ്റ്യൂട്ടുകൾ ഈ മേഖലയിലുണ്ട് ബ്രൈഡിനെ ഒരുക്കാൻ പഠിപ്പിക്കുന്ന, കുറെ പേര് ഇത് പഠിച്ച് വീട്ടിലും ഇരിക്കുന്നുണ്ട്. അപ്പൊ ഇവർക്കൊന്നും ഈ ബ്രൈഡിനെ ഒരുക്കിയിട്ട് ജോബ് ആവുന്നില്ല. പക്ഷെ നമ്മൾ ഈ ഫിലിം ഫീൽഡിലുള്ള മേക്കപ്പ് പഠിപ്പിച്ചു കഴിഞ്ഞാൽ അവിടെ തന്നെ ആവശ്യങ്ങൾ ഇഷ്ടം പോലെയുണ്ട്. അപ്പോൾ പഠിക്കുന്നതോടൊപ്പം തന്നെ അവർക്ക് ഒരു വലിയ കാരിയറും കൂടി നമുക്ക് വാഗ്ദാനം ചെയ്യാൻ. ഇതെല്ലാം നമുക്ക് ഈ ഒരു ഫോർമാറ്റിൽ നമുക്ക് ചെയ്യാൻ പറ്റും. ഇതൊന്നും പ്രത്യേകിച്ച് നമുക്ക് വേറെ ഇൻവെസ്റ്റ്മെന്റോ പ്രശ്നങ്ങളോ ഒന്നും വരാതെ വളരെ ഈസി ആയിട്ട് ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ നമുക്ക് ഡീൽ ചെയ്യാം. എന്റെ ചുറ്റുപാടുകളൊക്കെ എനിക്ക് ഭയങ്കര അനുകൂലമായിട്ടാണ് ഉള്ളത്. അതേപോലെ നിങ്ങൾക്ക് ഇല്ലാത്തതെന്ന് വെച്ചാൽ ഈ അനുകൂലമായ സാഹചര്യങ്ങളെ ഉപയോഗപ്പെടുത്താനുള്ള ഒരു സിസ്റ്റം നിങ്ങൾക്കില്ല. ഇതാണ് നിങ്ങൾ പക്കാ സിസ്റ്റം. 360 ഡിഗ്രിയാണ് നിങ്ങൾ പക്കാ. നിങ്ങൾ ഇതിനെ ഒരിക്കലും 360 ബിസ് ഗ്രോത്ത് ക്ലബ്ബ് എന്നുള്ളത് കാണണ്ട. നിങ്ങൾ ഇപ്പം ബിസ് ഗ്രോത്ത് ക്ലബ്ബിലാണെങ്കിലും നിങ്ങൾ കണ്ട് 360 ഡിഗ്രി ബ്യൂട്ടി ക്ലബ്ബായിട്ട് കണ്ടാൽ മതി, നിങ്ങളൊരു ക്ലബ്ബായിട്ട് കണ്ടാൽ മതി. അപ്പൊ അത് നിങ്ങൾക്ക് അതിനെ ഏത് രീതിയിൽ വേണമെങ്കിലും ഇതിൽ ഉപയോഗപ്പെടുത്താം. സ്റ്റാർട്ടിങ് മുതൽ തന്നെ ആ ഒരു സിസ്റ്റത്തിൽ നിങ്ങൾ ഇട്ട് കഴിഞ്ഞാൽ പിന്നെ അവർക്ക് വേറെ ട്രെയിനിങ്ങോ കാര്യങ്ങളോ ഒന്നും കൊടുക്കേണ്ട ആവശ്യമില്ല. നമ്മൾ നമ്മുടെ ടീമിനൊന്നും പ്രത്യേക ട്രെയിനിങ് കൊടുക്കേണ്ട ആവശ്യമില്ല. കാരണം അവർ ഈ സിസ്റ്റത്തിലാണ് ഉള്ളത്. അവരത് കറക്റ്റായിട്ട് അതിനെ ട്രാക്ക് ചെയ്യാൻ സംവിധാനം അതിനകത്തുണ്ട്. അപ്പോൾ അവർക്ക് വേണ്ട ആളുകളെയും അവരോട് കിട്ടുന്നുണ്ട്. ഇപ്പോൾ ഇവിടെ വന്നു കഴിഞ്ഞാൽ ഇവിടെയുള്ള ആളുകൾക്ക് തന്നെയാണ് അവരെന്ത് ചെയ്യുന്നത് വർക്ക്. പുറത്തുള്ള ഒരാളും ഇല്ല, പുറത്തുള്ള ആളുകളുടെ ആവശ്യമില്ല. നമ്മൾ ആദ്യം തന്നെ കസ്റ്റമേഴ്സിനെ ബിൽഡ് ചെയ്ത് വെച്ചാണ്. അപ്പൊ അതേപോലെ മാഡം വന്നു കഴിഞ്ഞാൽ മാഡത്തിന്റെ കസ്റ്റമേഴ്സും ഓട്ടോമാറ്റിക്കലി 1 by 1 ആയിട്ട് ഇവിടെ ഇങ്ങനെ വന്നോളും. അവരെ മാത്രം വെച്ചിട്ട് എന്ത് ചെയ്യാൻ പറ്റും, ഒരു കൊളാബറേറ്റിംഗ് ഒരു എക്കോസിസ്റ്റം ആണ് വരിക. അപ്പോൾ സ്വാഭാവികമായിട്ടും അവർക്ക് പ്രത്യേകിച്ച് സാലറി ഒന്നും കൊടുക്കാതെ തന്നെ അവരെ മാത്രം ഉപയോഗിച്ച് മാഡത്തിന്റെ ആ ഒരു കറക്റ്റ് ബിസിനസ്സിന് ബിൽഡ് ചെയ്യാൻ പറ്റും, സ്ട്രക്ചേർഡായി. അപ്പം ആ രൂപത്തിൽ നമുക്ക് മുന്നോട്ട് പോവാം. ഓക്കെ, അപ്പം എന്തായാലും മെല്ലെ മെല്ലെ സ്റ്റാർട്ട് ചെയ്യാം. ഞാനിപ്പോൾ മൊത്തം കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇതില് നമ്മളിങ്ങനെ ഘട്ടഘട്ടമായിട്ടാണ് പറഞ്ഞ ഈ റെക്കോർഡിംഗ് സിസ്റ്റം കൂടി ഉണ്ടാകുമ്പോൾ എന്റെ മൈൻഡിൽ അത് എപ്പോഴും ഞാൻ വെറുതെ യാത്ര ചെയ്യുമ്പോൾ സെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ എനിക്ക് വീണ്ടും എനർജി വരും. അല്ലാതെ നാളത്തേക്ക് കുറച്ച് താഴത്തേക്ക് പോകും, മറ്റന്നാൾ കുറച്ച് കുറയും, അങ്ങനെ കുറയാൻ പാടില്ല എന്നുള്ളതാണ് ഞാൻ കരുതുന്നത്. നമുക്ക് വൈൻഡപ്പ് ചെയ്യാമല്ലോ അല്ലേ? ഏകദേശം കാര്യങ്ങൾ സെറ്റ് ആയല്ലോ അല്ലേ?